3 വിദ്യാർത്ഥികളുണ്ട്. ആദ്യമായിട്ട് 2023 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതിൻ്റെ ഒരു ടഫ്നെസ് അല്ലെങ്കിൽ അത് എളുപ്പമായിരുന്നോ ടഫായിരുന്നോ എന്നൊക്കെ വിലയിരുത്താൻ എൻ്റെ കൂടെ 3 വിദ്യാർത്ഥികളുണ്ട്. പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു സ്റ്റാൻഡേർഡുള്ള പേപ്പറാണ് ഈ നീറ്റ് പേപ്പർ. 2017 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡേർഡാണ് പേപ്പറിന് കണ്ടത്. ഫിസിക്സ് നിലവാരം പുലർത്തി എന്നാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായം. ബയോളജി കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു എന്നും കെമിസ്ട്രിയും കുട്ടികളെ ബുദ്ധിമുട്ടാക്കിയില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. സെൻറ്ററിലെ കുട്ടികൾക്ക് മൊത്തമായിട്ടുള്ള ഒരു അഭിപ്രായം വളരെ നന്നായിരുന്നു എന്നാണ്. ഇനി നിങ്ങൾക്ക് കുട്ടികളുടെ അഭിപ്രായം കേൾക്കാം. ആദ്യമായി ഷമീം ഷാഹി അവൻ്റെ അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കും. ബയോളജി കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കുറച്ച് എളുപ്പമായി തോന്നി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബയോളജി എഴുതാൻ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ എടുത്തിരുന്നു. 25 മിനിറ്റ് എടുത്തിരുന്നു ഏകദേശം. പ്രാവശ്യം ഒരു 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് ഏകദേശം എനിക്ക് എഴുതി എത്താൻ പറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് ടൈം ഗെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് ഫിസിക്സ് അത്യാവശ്യം ഇപ്രാവശ്യം വന്നത് കുറേ ചെയ്തെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറേ സ്റ്റെപ്സ് കുറേ ഉണ്ടായിരുന്നു ചെയ്തെത്താൻ. 1 മിനിറ്റ് കൊണ്ട് എത്തിയാൽ ചെയ്തെത്തുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ ഇനി. അതുകൊണ്ട് ഞാൻ ബയോളജി കിട്ടിയ ടൈം ഫിസിക്സിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അഭിജയ് കുറേ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. എഫ് സാർ കുറേ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. സാറ് ബയോളജി കുറേ കണ്ടതിന് ശേഷം ഇപ്പോൾ ബയോളജി ഏകദേശം കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ട പോലെ ഒരു ഫീൽ വന്നിരുന്നു. ഫിസിക്സും ഇതേപോലെ തന്നെ കുറേ അഭിജയൊക്കെ എഴുതിയിട്ട് കുറച്ച് സ്പീഡപ്പ് ആയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പം. ഇവിടുത്തെ എക്സാമുകളൊക്കെ ഭയങ്കരമായി ഉപകാരപ്പെട്ടു. ബയോളജി കുറച്ച് എളുപ്പമായതുകൊണ്ട് ആ ടൈം ഫിസിക്സിന് ഉപയോഗിക്കാൻ സാധിച്ചോ? ഒരു 15 മിനിറ്റ് കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം ഫിസിക്സിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫിസിക്സ് കുറച്ച് ന്യൂമറിക്കൽ ആയിരുന്നോ അതോ തിയറിറ്റിക്കൽ ചോദ്യമായിരുന്നോ ചോദിച്ചത്? ഫിസിക്സ് അത്യാവശ്യം ന്യൂമറിക്കൽ തന്നെ ആയിരുന്നു. അത്യാവശ്യമൊക്കെ ഫുള്ള് ചെയ്തെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു നോട്ടത്തിൽ കഴിഞ്ഞ കൊല്ലം കുറേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പെട്ടെന്ന് കുത്തി പോകാൻ പറ്റുന്നത്. ഈ കൊല്ലം അത്ര പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു, ചെയ്തെത്താണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഷമീം. നൗ ഇസാഖ് ഫസൽ, എന്താണ് അഭിപ്രായം പരീക്ഷയെ കുറിച്ച്? എക്സാം കുഴപ്പമില്ല, നല്ല രീതിക്ക് എഴുതാൻ പറ്റി, നല്ല കോൺഫിഡൻസോട് കൂടി എഴുതാൻ പറ്റി. ബയോളജി പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിരുന്നു, കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടി കുറച്ചും കൂടി സിമ്പിളായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ടഫ്നെസ് തോന്നിയത് ഫിസിക്സും പിന്നെ കെമിസ്ട്രിയിൽ പ്രത്യേകിച്ച് ഇനോർഗാനിക് ചില ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ടൊക്കെ ചോദിച്ചിരുന്നു. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിൽ കാൽക്കുലേഷൻസ് അതൊക്കെയായിരുന്നു കുറേ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഇവിടുത്തെ അഭിജയ് എക്സാം, യൂണിവേഴ്സൽ എക്സാം അതൊക്കെ അറ്റൻഡ് ചെയ്ത് ആ ടൈമിംഗ് ഒക്കെ ശരിയാക്കാൻ പറ്റി, കൃത്യസമയത്ത് തന്നെ തീർക്കാൻ പറ്റി. പിന്നെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ അവസാനത്തൊക്കെ പ്രഷറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി ഇവിടുത്തെ എക്സാമൊക്കെ എഴുതിയിട്ട്. പിന്നെ ഈ അഭിജയ് എഴുതിയിട്ട് അതിൽ ചില ക്വസ്റ്റ്യൻസ് അതേ മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ട മാതിരി തോന്നിയിരുന്നു ഫിസിക്സിലൊരു ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ അത് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതെന്നെ പറയാനുള്ളൂ. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. 40ഓളം മോക്ക് ടെസ്റ്റുകൾ പാർട്ട് ടെസ്റ്റുകളായിട്ടും ഫുൾ ടെസ്റ്റായിട്ടും നിങ്ങൾ എഴുതിയിട്ടുണ്ട് ലാസ്റ്റിൽ. അതിൽ കാണാത്ത ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ നീറ്റിൽ വന്നോ? ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ വന്നില്ല. ബയോളജി എല്ലതും കണ്ട മാതിരി തന്നെ എല്ലതും വന്നിട്ടുണ്ട്. എക്സാമിന് ഈ 10 അഭിജയിക്കും ഉള്ള എല്ലാ ബയോളജിയും കവർ ചെയ്ത വിധത്തിലാണ് വന്നിരുന്നത്. അതുകൊണ്ട് ഈ എക്സാമിന് അത്ര വലിയ ടഫ്നെസ് തോന്നില്ല. ഫിസിക്സ് പിന്നെ ന്യൂമറിക്കൽ അതന്നെ വല്ലാതെ പ്രശ്നമില്ല. യെസ്. എനിക്കങ്ങനെ എന്താ പറയുക, മുന്നത്തെ എക്സാം വെച്ചിട്ട് പറയാൻ എനിക്ക് അറിയൂല. കാരണം ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഒന്നുമില്ലാതെ വന്നതാണ് ഇവിടെ. എന്നിട്ടും സാറും യൂണിവേഴ്സലും ആണ് എനിക്കിപ്പോൾ എന്തെങ്കിലും എഴുതാൻ എനിക്ക് പറ്റിയത്. സാറും യൂണിവേഴ്സലും ആണ് കാരണം.
ഇപ്രാവശ്യത്തെ ബയോളജി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്കാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മൂന്നാണെങ്കിലും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫിസിക്സ് ഇവർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡീപ്പായിട്ട് ചെയ്യേണ്ട ന്യൂമറിക്കൽസ് ആയിരുന്നു. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ബയോളജി ആണെങ്കിലും കെമിസ്ട്രിയിൽ ഇനോർഗാനിക്കും കുറച്ച് സീനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല പേപ്പേഴ്സ് ആയിരുന്നു. ബയോളജി ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 സീരീസ് ഉണ്ടായിരുന്നു. ആ 10 സീരീസിലും AF ഫുൾ ബയോളജി സെൻറ്റൻസ് ആയിട്ടാണ് സാറ് ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ടായിരുന്നത്. അതും അഭിജിത്ത് അറ്റൻഡ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ഈ ബയോളജി വലിയ സീനില്ലാതെ കഴിച്ചില്ലാവും, അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. മറ്റതിൽ കെമിസ്ട്രിയിലും ഇവർ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ, ഓർഗാനിക് മാത്രമേ സീനുള്ളായിരുന്നു. ഫിസിക്സിലും കുറച്ച് ന്യൂമറിക്കൽസും. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ എക്സാം നല്ല എക്സാം ആയിരുന്നു. നല്ല മാർക്ക് സ്കോർ ചെയ്യും അല്ലേ? ഓക്കെ, താങ്ക് യു ആദില. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. MK സാറ് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ലൈവിൽ എല്ലാവരും പങ്കെടുക്കുക. വളരെ ചിലപ്പോൾ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് തെറ്റായെന്ന് വരാം, ശരിയായെന്ന് വരാം. അപ്പോൾ തെറ്റാകുന്നതോടുകൂടി മൂഡ് ഔട്ട് ആവാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നാതെ ശരിയും വരും തെറ്റും വരും. ചില ക്വസ്റ്റ്യൻസ് തെറ്റായി എന്ന് വരും, ക്വസ്റ്റ്യൻസ് ശരിയായി എന്ന് വരും. അപ്പോൾ ഈ കീയും അതേപോലെ തന്നെ ആ ഡിസ്കഷനൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് MK സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. ഓക്കെ. Hello dear students, my dear friends and others who are watching this program. This is a live show from Universal Institute Kottakkal, and the purpose of the show is to give you solutions and keys for Neet 23. And for physics we have totally 50 questions, and my duty is to answer all these 50 questions. But remember, we have actually totally 5 physics faculties here waiting. So we have divided actually the 50 questions into totally 10 categories. So we'll be answering 10 questions each, and each teacher will be getting 10 questions each. Now, if you are ready, my dear friends, I'm going to my first question. And this question is question number 10. And please note that this is the series E1. The question paper code is E1. And I'm answering question number 10. And I hope it is visible for you. This question number 10 is appearing from chapter Ray Optics. I'll read it for you first of all. Light travels a distance x in time t in air and 10x in time t. Medium to another, and we all know that when a light ray is traveling from denser medium to rarer medium, it is likely to undergo total internal reflection, and critical angle is the angle after which this total internal reflection takes place. And it is necessary that light must be traveling from denser to rarer as well. So I'm just giving you a schematic diagram of what is happening here. I'll just assume that here light ray is traveling okay, let me assume that light ray is traveling from denser medium to rarer medium. So we are assuming that this is the way light is passing, and you can assume that this is medium which is denser and this is rarer. And the question says that light is traveling from denser to air. So here this medium is supposed to be air, and if denser medium is having a refractive index of N2 and rarer medium has it N1, we all know that the critical angle of the medium is sine inverse of N1 by N2. So I'm writing the expression here. It is sine inverse of N1 divided by N2. That is the expression for critical angle, where N1 stands for the refractive index of rarer medium and N2 for denser medium. Now to calculate what is N1 and N2,
we have to depend on the basics. See, they had given you actually velocity of light in each medium indirectly. So I'm giving you the velocity v1 here. See, n1 is given by c by v1, we know, because that is c by v is the basic equation for refractive index. And here v1 is given to be in terms of time taken by light to travel a certain distance. They say that the light ray travels a distance of t1. The light ray is traveling a distance of t1. My friends, please wait. I think there is a technical problem. Hello. Hello, my friends. I hope I'm audible to you. Yeah, let me repeat what I said. In order to find what is velocity v1, we'll consider. No, sure. Okay, please wait, my dear friends. Okay. Yeah, sorry, my dear friends, we had an audio problem. Let me repeat what I said. Is it okay? All right. I can start, eh? Okay. Yeah, here critical angle is given as sine inverse of n1 by n2. So let me repeat slightly what I said. n1 is given by c by v1, where v1 is the velocity of light in rarer medium, and n2 can be written as c divided by v2, where v2 is the velocity of light in denser medium. Now to again, excuse me, my friends, let me clear the technical problems. Please wait, don't go away, we'll be soon back. Are open line. One repeat here. Check it. Hello. Okay. Then the question repeat. Oh, okay. No, repeat. Sorry. Wait. Acceleration. Hello. Restart ചെയ്യുന്നില്ലേ? നേരത്തെ പോയിട്ടുണ്ടല്ലേ? Okay. Neo, എനിക്ക് തരാണ്ടല്ലോ ഇവിടെ. Hello friends, sorry for the interruption. Let me resume what I said. This is question number 10, and reminding you once again that this is series E1 in your paper, and question number 10 will be discussed first. And question number 10, as you see, is from chapter Ray Optics in second year syllabus. And here is the question. Let me read it for you if it is not clear on screen. Question number 10. Light travels a distance of x in time t1 in air
and 10x in time t2 in a dense medium. What is the critical angle for this medium? This is the question. And we know this question is actually from ray optics from section total internal reflection. And you know that when light is passing from denser medium to rarer medium, light is likely to undergo total internal reflection. And here light is passing from denser to rarer, that's clearly said. And I show what's happening here in this particular question. You can assume that this is the way light is passing from denser to rarer. For your convenience, I am considering this as denser and this as a rarer medium. And what are the refractive indices that is not given here? But instead they give you some relationship between velocities and all. So I'm giving you for the time being N2 as the refractive index here and N1 as a refractive index of rarer medium or air here. Now we all know that critical angle for any medium is C is equal to sine inverse of N1 divided by N2, where N1 stands for rarer medium and N2 stands for denser medium. Now what are the refractive indices? It is not directly given. N1 can be related to velocity of light in that medium, but so in that way we know that N of any medium is C by V. So in this case N1 can be written as C by V1, where V1 is velocity of light in that medium. Now what is velocity of light in that medium? It is indirectly given because they say that light travels a distance of x distance in a time t1. So velocity v1 can be written in terms of distance then. So v1 can be written as x divided by t1 because t1 is the velocity of light in that medium. In a similar way, the refractive index of denser medium can be written as again c by v, and that c and v, you know, c is okay, c velocity of light in vacuum, but v is velocity of light in that medium, which is v2. Now what is v2? That is also not straight away given here. That is also given in terms of distance and time. So in that way, this v2 can be written as 10x divided by t2 because the question says that light travels a distance of 10x in time t2. So indirectly n2 is also given. Now it's up to calculating the critical angle using that expression. So in that way, C is equal to sine inverse of n1 by n2. n1 is C by x by t1. This t1 goes to numerator, so I can say C t1 divided by x divided by n2. And that is the refractive index of denser medium, which is C divided by, again, 10x, and it is t2. Simplifying this, of course, C is cancelled, x is gone. So finally, C is equal to sine inverse of 10 t1 divided by t2 has to be the answer. That is the critical angle of this given medium. So sine inverse of 10 t1 by t2 in my series is appearing as option number 4. Sine inverse of 10 t1 by t2. So we go with option number 4. So for question number 10, my dear friends, the key is 4. The option is 4, and remember it is series E1. Now let me go to the next question. This is question number 1. Totally I have 10 questions in my custody, and after this 10 questions my colleagues will come and join you. And here is the next question, and I'll read it for you. This is question number 14 in the same series. Let me first read it for you. The angular acceleration of a body moving along the circumference of a circle is in what direction is the question. So it's basically a conceptual question. You don't have to calculate anything at all. It is simply about circular motion. And they say that the particle is revolving in a circle. It is moving in a perfect circle, but it is accelerating. They say that it is having an angular acceleration. So this is likely to get difficult because it is about angular acceleration. So there are certain conventions for angular terms like angular displacement, angular velocity, angular accelerations and all. So here they say that there is a particle that is revolving in a circle. You know that angular acceleration, angular velocity, angular displacement, etc. are all along the axis of circle. So if this is a circle, you know, this is a center, and any line passing through the center perpendicular to the plane of the circle is actually the axis. So if it is angular displacement, it is along axis because it is right hand thumb rule that we apply to determine the direction. So if this is the way the particle is rotating, its angular displacement is inwards. If you calculate omega of this particle, that is also inwards if it is moving this way. Now depending upon what is happening to velocity,
whether it is increasing or decreasing, angular acceleration can be either inwards or outwards. Now, what exactly is the clear direction? That is unknown to us for the time being, because the question doesn't say in what is happening to the angular velocity. If angular velocity is keeping on increasing, I can say it is inwards. If angular velocity is decreasing, it can be outwards also. So anyway, in either way, I will say that the angular acceleration is along the axis. So there is only one option that justifies it. Along the axis, you can say it is along the axis of rotation. So the option is 4. My friends, it was question number 14. I repeat, the option is 4, along the axis of rotation. All the angular terms, you know, they are all almost along the axis of rotation. So here also, we expect the term to be along axis of rotation. Let's see what is the next question. This is question number 25 for you in the same series. And this question number 25 is appearing from chapter Wave Optics in your second year syllabus. And this is based on your Young's double slit experiment. And it is about angular separation between the bands. So I'm reading it first of all for you. It's an assertion reason question. So one has to be very, very clear on its concepts. For Young's double slit experiment, 2 statements are given below. Statement 1. If screen is moved away from the plane of the slits, the angular separation of fringes remain constant. Number 2, it is statement number 2. If monochromatic source is replaced by another source of larger wavelength, then the angular separation of fringes decreases. That is what is statement number 2. Now let us see what this whole question is about. It is about YDSE, or Young's double slit experiment. You know that when we have a Young's double slit experiment, we will be having certainly a double slit, and there will be a screen, there will be a number of bright and dark bands almost like this. Now this question is about the angular fringe width. Angular fringe width is basically the angular separation between 2 adjacent fringes. If you have this as a 0th band, the very next neighboring band is going to be the first bright band, and I would say this angle is actually angular fringe width. Now this angular fringe width can be easily calculated from linear fringe width. If I assume that this distance is beta, the linear bandwidth, and the screen distance is capital D, just because of angle is not very large, I can say theta is equal to beta divided by D, because angle is equal to arc by radius. So in that way, theta is beta by D. Now what is beta we all know? You know very well that beta is lambda D divided by D, that divided by capital D. And in the process you have capital D cancelled also. So this is gone. What remains here is theta is equal to lambda divided by small d. So this is the expression for angular fringe width in YDSE. Now let us address the question. They ask you what happens when you move the screen away in this case. When screen is moved away, of course capital D increases, but note that nothing will happen to angular fringe width, because it is depending only on wavelength of light used and the slit separation. Small d, I hope you remember, is nothing but slit separation. So the movement of screen towards or away doesn't affect angular fringe width. So they say that if screen is moved away from plane of slits, angular separation of fringes remains constant. We have to fully agree with that. So in that way, statement number 1 is a correct statement. Statement 1 is correct. Now I go to second statement. Statement number 2. If the monochromatic source is replaced by another source with a larger wavelength, they say that the angular separation or angular fringe width decreases. And this appears to be totally incorrect, because this theta is lambda divided by d, and theta is proportional to lambda. So certainly when lambda is increased, you must see an increase in theta also. So the right answer is that if we increase wavelength, the angular fringe width also must increase. But in contrary, the statement 2 says that if you increase lambda, theta decreases. That is totally wrong. So statement 2 is wrong. In that way, this is incorrect. So statement 1 is correct and statement 2 is incorrect. That is actually the statement. So what is the option? Statement 1 is right and statement 2 is false. You will have to go with option 2, because, I'm correcting that. It is not statement number 2, because statement number 1 is correct and 2 is wrong. So in that way, statement 1 is true, but statement 2 is false. Yes, it is going to be option number 3. I repeat, it is option number 3. Okay, because statement number 1 is true and the
Second statement is false. In that way, you have to opt 3. That's the correct statement. Yes. Moving on to the next question. And this question is appearing from magnetism and matter. Again, a chapter from your second year syllabus. This is about net magnetic flux passing through a closed surface. And my dear friends, this is question number 34. Again appearing in question paper code E1. This is from magnetism and matter. And you must have learned that there is something called Gauss's theorem in that chapter. You must have read it. In that chapter, it is said that the total magnetic flux, passing through any closed surface is always 0. I'm sure you know what Gauss's theorem in magnetism is. Closed integral of B dot ds, where B is a magnetic field and ds is the elementary surface area. If you take a total surface, if it is a closed surface, this will always end up with 0 because it is a magnetic field. I'll just give you an example if you're not okay with that. If this is a magnetic dipole, for example, if you consider magnetic lines of force like this, in this case, you take any surface anywhere you want, you will see that the total number of flux lines entering the surface will be equal to total flux leaving the surface. Therefore, the total magnetic flux in such cases will be always equal to 0, irrespective of the shape and size of that surface. That is it. So, 0 is the answer. We'll have to go with option number 1. I repeat, it is question number 34 and your option is 1 because the total magnetic flux passing through any closed surface is 0. Okay, let me move on to the next question, which is coming here as question number 30, which is that, 36. And this question is from again ray optics. And ray optics again is appearing in a second year syllabus. It is about the effective focal length of a combination. I repeat the question number, it is 36. I read it for you. Two thin lenses of same focal length f, but one is convex and the other is concave. When they are placed in contact with each other, the equivalent focal length of the combination will be. This is actually an easy question. Once you know how to deal with combination of lenses, it won't cause any trouble at all. But still, I'm ready to explain that. Most of you must have got the answer also. It is said that there are two lenses. One is convex and the other is concave. So possibly this is the way they might have combined this. Now they clearly say that the focal length of first lens is f, while the other is also f, but remember that's a concave lens. So you have to say that the focal length of second lens is minus f because it is concave. Now they ask you what is the total focal length of the combination. And we know that effective focal length in such cases given by 1 by f is equal to 1 by f1 plus 1 by f2. That's how we deal with the effective focal length. And here, this 1 by f1 is actually 1 by plus f because it is convex. And the second lens is concave, so it is 1 by minus f. This is actually a 1 by f. 1 by plus f minus f goes to 0. So this is going to be 0. But remember, 1 by f is only 0. They ask you what is effective focal length. If 1 by f is 0, certainly this capital F must be equal to infinity because it is effective focal length they are asking. So in that way, focal length must be equal to infinity. So which is infinity? Yeah, the option is 4. So in my paper, it is option number 4. Okay, moving on to the next question. I have totally 10 questions for you in my case. Yes, it is question number 41. Again, a second question from ray optics from second year syllabus. This could be slightly a difficult question. Maybe a few of you must have committed mistakes because it's a combination of basically 3 lenses. The question is question number 41. I'll read it first. In the figure shown here, what is the equivalent focal length of the combination of lenses, assuming that all layers are thin? So here, a convex lens is shown. In fact, in the middle of this arrangement, you can see a convex lens and there are 2 other lenses. So when you split it, it looks like a combination of 3 lenses. So let me just show a simpler diagram to understand it. Maybe the first lens looks like this. It is a plano-concave lens. The second lens is kept very adjacent to it and that is given to be an equiconvex lens. If you separate that, you'll understand this. Now, the third lens is again appearing as a plano-concave lens. So there are 3 lenses in total. Now, if focal lengths of the lenses, let me put it this way, f1 is the focal length of the first one, f2 that of the second one, and third one has f3, then the effective focal length is totally given by 1 by f is equal to
1 by f1 plus 1 by f2, 1 by f3 and all. So that's the equation for the effective focal length of a combination that you know. But the difficulty is not that. The difficulty will be in calculating the focal length of individual lenses. So let me come to that. First of all, plano-concave lens. One thing is very clear, if it is plano-concave lens with one plane, one surface plane, other surface curved, you know, certainly f is given by r divided by n minus 1, that is the focal length. If it is concave, you must put a negative sign also. It is better to make it by heart. This is the focal length of plano-concave lens. Now putting values here, it is said that the radius of curvature appearing here, wherever is a curved surface, it is given to be r1 or r2, both are equal to 20 centimeter. So in that way, this is going to be minus of 20 divided by 1.6 minus 1. That's a calculation. This is the focal length of the first lens, I mean plano-concave lens. This is going to be minus of 20 divided by some 0.6 then. Certainly that is negative because it is plano-concave. And that is anyway f1. Now, f1 and f3 both are same, so I am not recalculating it because you know the focal length of any lens is irrespective of its orientation. So whether it is turned this way or that way, it makes no difference at all. So second lens is also having the same focal length, so I will be saying it is also equal to, okay, I am saying that is also equal to that 20 by 0.6, which is also equal to minus of 20 by 0.6. Now we have a third lens or second lens in my case, that is an equiconvex lens. And we know that equiconvex lens has a focal length of r by 2 into n minus 1. It is better to make it by heart. Now this is equal to, r is here again 20 divided by n minus 1, 2 into n minus 1, so 2 into. It is given that 1.5 is the refractive index of this medium because the inner medium is 1.5. So that 1.5 minus 1, that is going to be the focal length of that. So 20 divided by 2 into 1.5 is giving you some 20 centimeter, or I'll say it is 20 by 1 centimeter. So these are the focal lengths. Now we come to effective focal length. Yes, 1 by f is equal to 1 by f1 plus 1 by f2 and 1 by f3. 1 by f1 is going to be 0.6 divided by 20, which is minus, plus. The second value is also, let me say the other value is also minus of 0.6 divided by 20. That's the next 1 by f. And the third 1 by f is going to be some 1 divided by 20 because it is 20 by 1 here. So adding all these, 0.6 and 0.6 gives you 1.2, which is minus 1.2 plus 1 is going to be minus 0.2. So I get it as minus of 0.2 divided by 20. And that is the reciprocal of the effective focal length, remember. Now if you want to calculate capital F, of course it is the reciprocal of this. So capital F is going to be 20 divided by 0.2, that is minus. 20 by 0.2 is going to be 100. So the answer has to be minus of 100 centimeter. That was quite a lengthy question. So minus 100 centimeter, which is that? It is option number 3 in my paper. That was question number 41. Okay, my friends, I go to the next question, which is from moving charges and magnetism. This is question number 45. Again from your second year syllabus. It's about the force acting on a current carrying wire placed in magnetic field. And here a wire carrying a current of I along the positive x-axis has a length L. It is kept in a magnetic field that is given in vector form. 2I plus 3J minus 4K is the magnetic field existing here. You have to find the magnitude of magnetic force acting on the wire. As the inputs are given in vector form, it is better to follow the vector rules here. And you all know that the force acting on any current carrying wire in vector form, if it is straight wire, it is given to be F is equal to I into L cross B. That is actually the magnitude of force, the force acting on a current carrying conductor. And this is only giving an answer in vector form. So finally, to find the magnitude, you have to take the modulus of the answer. Anyway, this is the way to proceed. Now they say that I is the current passing. Now length here, they say that length vector is actually having a magnitude of capital L because L is the length of the vector, length of the conductor. Now that length is actually placed along the positive x-axis. As it is positive x-axis, the unit vector must be I also. So the vector L here is Li. So L cross B becomes Li cross. Now B, magnetic field is straight away given here.
It is going to be 2i plus 3j, and what is that? Minus of 4k. This is it. So this is the answer. Now it's all depending on the cross product. The answer is going to be finally I into L into sum, or I'll make it simple. It is going to be, I'll take the cross product first of all. It is L I J. Let me do that for you. I J K. Let me depend on the determinant method if you're okay with that. I J K, and L is first. So L 0 and 0, and the next one is going to be 2 3. 2 3 and minus of 4. So that is means they ask you what is the magnitude of force. Let me completely solve it. This is going to be equal to I into, I is there, that into L cross is going to be some 4L, that much J plus some 3LK also. This is the answer in vector form, but they ask you what is the magnitude of magnetic force acting on it. So you have to take the magnitude of this whole thing, and when you take the magnitude, certainly IL will be there. Now it's about 4 and 3. When 4j and 3k are added, the magnitude of that part is, we know, 4 squared plus 3 squared square root. That is going to be 5. So the magnitude of this part is going to be 5. So IL into 5. So totally it is 5IL. It looks like, yes, it is 3. So the option is 3 for question number 45. Yeah, moving on to the next question. Let me see what that is. Yeah, this is about calculating the maximum acceleration of a moving car so that a body lying on the floor of the car remains stationary. The coefficient of friction between the body and the floor is given to be 0.15. This question is from mechanics, and in particular a question from laws of motion. And what is the question? See, it is about a moving platform on which a body is kept. Looks like there is a platform that is moving. Maybe this is the platform. It is moving forward. With what acceleration we don't know, so let's say it's an unknown acceleration, and the A is to be determined in fact, so A is unknown for me. And there is a body kept on this surface which is supposed to be rough surface, so we have to expect friction. Now remember, this whole system is accelerating forward, so it's a non-inertial frame. So the best way to calculate the acceleration or whatever is unknown here is to consider a force called pseudo force also here, because it is an accelerating frame, so there will be non-inertial forces acting on it. So the best way is that, as m is a mass of the body, I'll assume that m is a mass, but m is not given here, which won't be required also. If m is a mass, we all know that a pseudo force will act in the opposite direction of acceleration. So ma is acting backwards, ma will try to slide it backwards, while the frictional force, which is going to be static in value, will be trying to prevent the sliding of the body also. Now, in order to prevent the sliding, this ma should not be larger than fs. The maximum value for ma is equal to fs to prevent sliding. So the condition is given by then ma is equal to fs. I mean, fs is nothing but the limiting value of friction. That is how I write it. Okay. Now this fs is equal to mu into r. So the equation is rewritten as ma is equal to mu into r, where r is a normal reaction, and we know normal reaction in this case, I mean this reaction, that is equal to mg, the weight of the body. So here this is equal to mu into mg, that is m into a. In the process I can cancel this m, so that acceleration a is equal to some mu into g is the result I get. I think I can safely put the values now. The mu is given to be what? 0.15 here. So this is equal to 0.15, that into g is given to be 10. So 10 into 0.15, that must give you 1.5 meter per second squared. That must be the acceleration. This is the maximum acceleration so that the body doesn't slide backwards. So answer is 1.5 meter per second squared, and which is that?
Yeah, it is option 3. The maximum acceleration is 1.5 meter per second squared. So my dear friends, for question number 47, it is option 3. All right, moving on to the next question here. Again, slightly a difficult one. Maybe many must have committed mistake here. Anyway, it is from moving charges and the magnetic effects again. It's about the magnetic field produced by a current carrying arrangement. And look at the figure. It has actually 2 straight conductors. You may call it 2 semi-infinitely long conductors, and a semicircular wire is also there. Altogether, there is a current passing which is given to be I here. The question is to find what is the magnetic field at point B. And I'll read it for you if you can't see that. A very long conducting wire is bent in the form of a semicircular shape. From A to B as shown in the figure, the magnetic field at point B due to steady current, the configuration is given by watt. So, you have to be very careful when solving this. First of all, it's about how many fields are there. See, at this point, this particular point, you know, there are supposed to be 3 fields because there are totally 3 conductors here. This is conductor 1, conductor 2 and conductor 3. So there are 2 straight parts and a semicircular part. I'll begin with the first part. There is a straight conductor which is supposed to be semi-infinitely long conductor. And semi-infinitely long conductor, when it is carrying current, at this point, you know, there is a magnetic field B that is given by certain expression. You must have made it by heart also. Actually, that is given by mu0 by 4 pi, that into, if it is semi-infinitely long, it is mu0 by 4 pi into I by r. That's field due to one part. So this straight part is making that field, mu0 by 4 pi I by r. And that field, according to your right-hand thumb rule, that is going to be inverse, because this is the way current is passing. If you apply your rule, you'll get the magnetic field as inverse. So B1 is actually inverse, that is one field inverse. Now similarly, there is a second conductor here that also will produce an equal amount of field here. I'm saying that is B, let me call it B2 for the time being. That's a field due to straight part, the second straight part. That also will produce the same amount of field. It is mu0 by 4 pi into again I divided by r. And look at the direction of current. This current is actually flowing backwards. So again, according to your right hand thumb rule, that field also must be inverse. So the second field is also inverse at the same side. I mean the field due to this straight part. See, if you actually thought that these 2 magnetic fields would cancel, then you went wrong. These 2 magnetic fields are going to add up. So there are 2 fields in same direction. I say that that's also inverse. Now I come to the third field. That is going to be the field produced by the semicircular wire. The semicircular wire produces another field. Let me call it B3. And I hope you remember the expression. It is mu0 by 4 pi into, if I write it in terms of mu0 by 4 pi, it is going to be pi into I divided by r, where r is the radius. Now that field, you know, must be pointed outwards because it is anti-clockwise current. So it must be pointed outwards. This is the way we expect the field then. So that B3 is outwards. So there are 3 fields, B1 and B2 inwards and the B3 outwards. Now we carefully take the summation. Here B1 plus B2 is inwards and the B3 is outwards. So totally it is going to be B3 minus B1 plus B2 because these 2 are in same direction. And when you compare the values, you know, certainly this is going to be larger. Finally, you are likely to understand this. Anyway, total magnetic field B is going to be B3 minus this B1 plus B2. This is the final answer. And B3 is there, and B1 plus B2, when you add here, it is going to end up like this. B3 means, okay, mu0 divided by 4 pi. That into I by r can be taken as common factor from all these. Then I have a pi there. So pi minus, there is 1 plus 1 here then remaining. So that's going to appear as 2 then. So this is finally our answer, pi minus 2. And this answer is certainly going to be outwards because this is larger. So as it is larger, certainly the answer is going to be outwards. Final answer is that. But if you want to simplify it further for the sake of options, I think I can take this pi into the bracket. That is how the option is presented. So mu0 by 4 into I by r, that into, you have this pi taken into the bracket, 1 minus, yes, it is going to be 1 minus 2 divided by pi. That's the way I can simplify this. Anyway, whatever is the answer, that answer is going to be outwards because in this figure, the larger field is produced by the semicircular wire. So this value, this value pointed outwards is your right answer. So mu0 I by
4 into r. This r is smaller, I have taken, they took it capital R. Anyway, that's going to be 1 minus 2 by I pointed away from the page. So it is pointed outwards. Yes, I would like to go with this. It is option number 3. That's the right answer. And this was question number 50. Now, my dear friends, I have one more question which is going to be controversial this year, because that question has an option but that doesn't appear in your list of options. That's the problem, and I want to return to that question, and I'll just come to that question. It is question number 2. My friends, this question number 2 is from rotational motion. And here it's about radius of gyration of two bodies. I'll read it first of all for you. The ratio of radius of gyration of a solid sphere of mass capital M and radius r about its own axis to the radius of gyration of a hollow sphere of the same mass and radius about the axis is. Let us calculate it anyway. Here it is said that there are two bodies, solid sphere and hollow sphere. And you know the equations for, what you call solid sphere, radius of gyration of solid sphere. That's given to be some k is equal to root of 2 by 5 times r, where r is the radius. This is for solid sphere. Let me call it k1, because the first body they mention is also solid sphere. So that must be the value. Now coming to the next body, which is going to be hollow sphere, and this also is given in terms of radius. I would say it is root of 2 by 3 times r. These are equations we make by heart actually. These are equations one must memorize. So these are the values of k1 and k2. Now they ask you what's the ratio of radius of gyration, radii of gyration. So you take the ratio k1 by k2, you'll see that it is root of. There is a root here which is missing in your option. Okay, that's why I said it is going to be controversial. Anyway, k1 by k2 is equal to, it is 2 by 5 divided by some 2 divided by 3. Yeah, simplifying this, I must get actually this as a root of 3 divided by 5. This is the answer. Or if you want to make it simple, you can say it is root of 3 is to root of 5. That is the answer actually. Root 3 is to root 5. But that option doesn't appear in a list. So most often this question will be deleted. That is why I said that this question will be a little controversial this year. So my dear friends, my friends and my colleagues are waiting for the remaining part of discussion. I have actually some 4 friends waiting here to discuss the remaining 40 questions. I have only discussed 10 questions for you. And thank you for watching, my dear friends. Please give us 1 or 2 minutes until my colleagues join. Please don't go away. We'll be soon back.
Thank you, MK sir. Okay, thank you, MK sir. So, remaining questions are, first question, potential energy of a long spring when stretched by 2 centimeter is U. If the spring is stretched by 8 centimeter, potential energy stored in it will be. Okay, if a spring is stretched n times, the potential energy increases n square times. So, U dash equal to n square U. So, 2 centimeter becomes 8 centimeter. Okay, 2 centimeter becomes 8 centimeter. That means n is equal to 4. So 4 square U, that is equal to 16 U. So the answer is 4. Next question. Very easy question. Next question. If the galvanometer G does not show any deflection in the circuit shown, the value of R is given by. Okay, so in this question, a current is passing through the circuit, that is I. Okay, and no current in this circuit. So the potential difference of the supply is entirely applied to this resistor. So I is also passing through this resistor. So we get 2 volt equal to IR. IR equal to 2. So I equal to R by 2. This equation is second, we have a loop. This loop is current equation. I equal to algebraic sum of EMF divided by algebraic sum of voltage drops. So 10 divided by 400 plus R. The second equation. Comparing 1 and 2. Okay, R by 2. R by 2 is equal to 10 by 400 plus R. Okay, IR equal to 2 volt. So I equal to R by 2. Another equation of I is 10 by 400 plus R. So that's a small mistake. 10 divided by 400 plus R. Then IR equal to 2 volt. So I equal to 2 by R. Okay, so comparing 2 by R and 10 by 400 plus R, 2, 10 cut down 5, then 5R equal to 400 plus R, then 4R equal to 400, so R equal to 100 ohm. So this is the answer. Question number 7, option is 100 ohm, 3. Next question. Resistance of a carbon resistor determined from the color code is 22,000 plus or minus 5%. The color of the third band must be. Okay. Then the resistance value is 22000 plus or minus 5%. That means 22 into 10 raised to 3 plus or minus 5%. 2 is red, again 2 red, 3, 10 raised to 3, 10 raised to 3 orange. So 5 is gold. നമ്മുടെ ആൻസർ എന്ത് കിട്ടി? നമുക്ക് ഓറഞ്ച് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഓറഞ്ച് ബിബി റോയൊക്കെ എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Carnot engine has efficiency of 50% when its source is at a temperature 327 degrees Celsius. Temperature of the sink is. എല്ലാവർക്കും അറിയാം എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 1 minus T2 by T1. So efficiency is 50% means 1 by 2. 1 by 2 equal to 1 minus, what is T2? T2 ആണ് കാണേണ്ടത്. T2 divided by 327 plus 273. That is 1 by 2 equal to 1 minus T2 by 600. So T2 by 600 equal to 1 by 2. കട്ടായി പോകുമ്പോൾ 300. So T2 equal to 300 Kelvin or 227 degrees Celsius.
അപ്പോൾ 300 minus 273 equal to 27 degrees Celsius. വളരെ ഈസി ആയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിരിക്കുക കേട്ടോ. ഫിസിക്സ് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് എല്ലാം കാണപ്പെടുന്നത്. എ മെറ്റൽ വയർ ഹാസ് മാസ് 0.4 plus or minus 0.002 gram, radius 0.3 plus or minus 0.001 millimeter, length 5 plus or minus 0.02 centimeter. Maximum possible percentage error in the measurement of density will nearly be. Okay, what is the equation of density? Density equation is mass by volume. So it is a wire, so mass divided by pi r square into L. So delta D by D into 100 equal to, pi is a constant, delta M by M plus 2 into delta L by L, 2 into delta R by R plus delta L by L into 100. Okay, എത്ര കിട്ടും? 0.002. ഇതല്ലേ നമ്മൾ കാണേണ്ടത്. 0.002 divided by 0.4 plus 0.001 divided by 0.3 plus 0.02 divided by 5 into 1000. 100. എത്ര കിട്ടും? 0.2 by 0.4 plus 0.1 by 0.1, there's a 2 into 0.1, that is 0.2 by 0.3 plus 3 plus 2 by 5. Okay, so 0.2 by 0.4, 1 by 2 plus 2 by 3 plus 2 by 5. So that is into 100. So this is equal to 0.5 plus 0.67 plus 0.4 into 100. എത്ര കിട്ടും? ഒരു into 100 അല്ലേ? ഓൾറെഡി 100 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, 100 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1.57%. റൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.6%. Next question. So answer is 3. Next question. Temperature of a gas is minus 50 degrees Celsius. To what temperature the gas should be heated so that RMS speed is increased by 3 times? ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഇൻക്രീസ്ഡ് ബൈ 3 times എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് ബൈ 3 times ആണ്. അപ്പോൾ എത്ര ടൈംസ് ആയിട്ടുണ്ടാവും? മൊത്തം 4 times ആയിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ VRMS ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ടി നിങ്ങൾക്ക് അറിയാം. സോ ഇൻ ദ നെക്സ്റ്റ് കേസ് എന്തായിരിക്കും? VRMS എത്ര ടൈംസ് ആയിട്ട് മാറി? 3 times ആയിട്ട് മാറി. 3 VRMS ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ടി ഡാഷ്. സോ നമ്മൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 by 1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 equal to root t dash by t. So t dash by t equal to 9. So 4 times എന്നല്ലേ ഞാൻ പറഞ്ഞത്? 3 times അല്ല, 4 times. So the answer is what? 4 times. 4 times. So 4 ന്റെ സ്ക്വയർ എത്രയാണ്? 16. So t dash equal to 16 into t. 16 into t means 16 into, what is the value of t? T equal to minus 50 plus 273. So 223 into 16. Okay, 223 into 16. Okay, Three five six eight. നമ്മളിതിപ്പോൾ 3568 എത്ര കിട്ടിയത്? കെൽവിനാണ് കിട്ടിയത്. സെൽഷ്യസിലേക്ക് മാറ്റണ്ടേ? -273. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ദ ആൻസർ ഈസ് 3295 ഡിഗ്രി സെൽഷ്യസ്. 3295 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The error in the measurement which arise due to the unpredictable fluctuations in the temperature and voltage supply is, simple ആയിട്ട് പറയാം, random error. Matter and direction of current in the following circuit.
Okay, current value ആദ്യം കാണാം. I equal to 10 ഉണ്ട്, 10 ഓപ്പോസിറ്റ് ആയിട്ട് 5 വരുന്നുണ്ട്. സോ ബിഗ്ഗർ സപ്ലൈ ഏതാണ്? 10 ആണ്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ആയിരിക്കും. സോ നമ്മുടെ I equal to എത്ര കിട്ടും? 10 minus 5 divided by total resistance 2 plus 1 plus 7, that is 5 by 10 equal to 0.5 ampere. The direction is from A to B, so the option is 2. 0.5 ampere from A to B through E. Next question. 10 resistors, each of resistance R are connected in series to a battery of EMF E and negligible internal resistance. Then the batteries are connected in parallel to the same battery. The current is increased n times. The value of n is. Okay. അപ്പോൾ ആദ്യം കണ്ടുകഴിയുന്നതാണ് I equal to ടോട്ടൽ EMF ഈ നമുക്ക് എടുക്കാം ഡിവൈഡ് ബൈ എത്രയായിരിക്കും 10R. ഇതൊരു ഫസ്റ്റ് കേസ് ആക്കി എടുക്കാം കേട്ടോ. സെക്കൻഡ് കേസിൽ എന്ത് ചെയ്തു? These are contained parallel to same battery, current is increased by n times. So next case Ni equal to E divided by resistance parallel ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ R by എന്ത് വരും? 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് Ni equal to എന്ത് വരും? 10E by R എന്ന് വരും. നമുക്ക് എന്താണ് കാണേണ്ടത്? എൻ്റെ വാല്യൂല്ലേ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? E by 10R. പുട്ട് 1 into എത്ര കിട്ടും? N into E by 10R equal to 10E by R. E ക്യാൻസലായി, R ക്യാൻസലായി. എൻ്റെ വാല്യൂ എത്ര കിട്ടി? 100 എന്ന് കിട്ടി. സോ എൻ്റെ വാല്യൂ 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Resistance of platinum wire at 0 degrees Celsius is 2 ohm and 6.8 at 80 degrees Celsius. Temperature coefficient of resistance of the wire is. So the equation of alpha is delta R by R delta T. Direct ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ആർ മീൻസ് 2 ohm 6.8 ohm ആയിട്ട് മാറി. 6.8 minus 2 divided by initial resistance is 2. Delta T is 80 minus 0. So the answer is 4.8 divided by 160. That is 4.8 divided by 1.6 into 10 raised to 2. So 3 into 10 raised to minus 2. Okay, option is 3. So my question is over. Thank you. Good evening, dear students. Next we can go next question.
A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. A full wave rectifier circuit consists of two PN junction diodes, a center tapped transformer, capacitor and load resistance. Which of these compound remove the AC ripple? Next we can go. Next question. Amplitude is 48 volt per meter. Then the amplitude of the oscillating magnetic EM wave C is equal to E by B. Here we want to calculate the magnetic field B. B is equal to simply E by C, that is equal to 48 divided by 3 into 10 raised to 8. By solving, finally we get 1.6 into 10 raised to minus 7. Okay, so cancelling 16 into 10 raised to minus 8, therefore 1.6 into, okay. Then therefore our answer is 1.6 into 10 raised to minus 7. Then next question. This question from the dual nature. Work function of CCM CS
potassium K and sodium Na are 2.14 eV, 2.3 EV, 2.30 EV, 2.7 EV, 75 respectively. If incident electromagnetic radiation has an incident energy of 2.2 eV, which of these photosensitive surfaces may emit photoelectrons? From this question, it is clear that incident energy is equal to 2.20 eV. For emission, for photosensitive photoemission, incident energy greater than or equal to H5. This is a condition. So here, for cesium, it is value is 2.14. For potassium, it's 2.3. Then another one for sodium, it is 2.75. From it is clear that incident energy is greater than cesium. Therefore, it emits the photoelectrons from the cesium, that is 2.14 eV. Therefore, answer is CS only. The 2.2 here 2.30, which is greater than the incident radiation. So our answer is cesium only. Then next question. Ratio of frequency of fundamental harmonics produced by an open pipe to that of closed pipe having same length. Here, this is a direct question. Fundamental frequency produced by an open pipe. Open pipe fundamental frequency new open to the fundamental frequency of the closed pipe new closed. For open pipe, it's V by 2L, same length. Here for closed pipe, it is V by 4L. Therefore, LL cancel. By solving finally, we get 2:1. So our answer is 2:1. Then next question. XT graph of a particle performing simple harmonic motion is shown in the figure. Acceleration of particle at t is equal to 2 seconds. From figure, it is very clear that at t is here 0 position, here 2. At t is equal to 2 seconds, the position is at extreme position. At extreme position, what is the acceleration? Acceleration is equal to minus omega square y. That is here y is equal to amplitude, that is equal to 1. From the figure, it is clear that amplitude is equal to 1. Therefore, acceleration A is equal to minus of, what is omega? Omega here, the time period. For one cycle, time period is t is equal to 8 seconds. Therefore, 2 pi by 8 whole square into y. Y is the amplitude. Here amplitude is 1 meter. Therefore, by solving pi by 4 square, that is equal to pi square by 16. So our answer is minus pi square by 16. So acceleration, here we have a negative. Therefore, our answer is option 4, minus pi square by 16 meter per second square. Then next question. For the following logic circuit, the truth table is, it's a question from the logic gates. Which is the truth table from this? Here we have 3 gates. First is the NOT, again NOT, and a NAND. Here A, then here it is A bar, here it is B bar. A bar and B bar is passes through the NAND. A bar and B bar, here a NAND, therefore whole bar. Therefore, A double bar by De Morgan's theorem, A double bar or B double bar, here by solving we get A double bar is equal to A, therefore A or B. Therefore, truth table of the OR gate here, this is the truth table of OR gate 0, 0, 0, 0, 1, 1. Here, if any one of the input is high, output is high, therefore our answer is option 2. Okay, thank you all.
Hello friends, next we have to discuss question number 8. It's a question from the chapter alternating current and from the topic transformer. So the question is, a 12 volt 60 watt lamp is connected to the secondary of a step down transformer. That is, the secondary voltage is given. Secondary voltage എത്രയാ തന്നിട്ടുള്ളത് 12 volt. And the power in the secondary will be 60 watt. Connected to a secondary of a step down transformer whose primary is connected to AC mains of 220 volt. So the primary voltage, the input volt is 220 volt, assuming the transformer to be ideal. So this is an ideal transformer, so its efficiency will be 100%. So the power in the primary and power in the secondary will be the same. What is the current in the primary? So this is a very simple question. Current in the primary. പ്രൈമറിയിലെ കറണ്ടാണ് ചോദിച്ചത്. പ്രൈമറിയിലെ പവർ എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ് ടൈംസ് പ്രൈമറി കറണ്ട്. സോ കറണ്ട് ഇൻ ദ പ്രൈമറി I1 is equal to P1 divided by V1. This is simply P1. This is P1 and P2 are same. So this is 60 watt divided by 220. So this is 6 divided by 22. So the answer will be less than 1. So either 1 or 4. So either you can answer 6 by 22 nu parna 3 divided by 11. So the answer is 0.27 ampere. First option is the right answer. Next question number 13. The magnetic energy stored in an inductor of inductance is 4 microhenry. The electromagnetic induction എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റൻ ആണ്. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. സോ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ പറഞ്ഞിട്ടുള്ളത്, എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ അത് തന്നിട്ടുണ്ട് 4 മൈക്രോ ഹെൻറി, ദാറ്റ് ഈസ് 4 × 10⁻⁻⁶. സോറി എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ അല്ല തന്നിട്ടുള്ളത്, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് തന്നിട്ടുള്ളത് L is equal to 4 × 10⁻⁻⁶ Henry, carrying a current of 2 ampere. Current in the circuit is, current in the coil is 2 ampere. So the energy കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, അത് half Li² ആണ്. This is half into L 4 × 10⁻⁶ × 2 square. 2 square. So 4 divided by 2, this is 2 into 4, 8. So the answer is 8 × 10⁻⁻⁶, that is 8 microjoule. Fourth option is the right answer. Clear? Next we are moving on to the question number 16. This question is from gravitation. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡും കൂടെ കമ്പൈൻ ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റനാണ്. നമ്മുടെ മെറ്റീരിയൽ ഈ വർഷം നമ്മൾ ഉപയോഗിച്ച നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മെറ്റീരിയൽ സെയിം ക്വസ്റ്റൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സെയിം ക്വസ്റ്റൻ. സോ 2 bodies of mass m and 9m. m and 9m. This is another mass. And these two masses are separated by a distance r. So separation between the masses is r. The gravitational potential on the line joining the bodies where the gravitational field equals 0 എന്ന് വെച്ചാൽ നൾ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്നാണ് ചോദിച്ചത്. നൾ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. നൾ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാമെങ്കിൽ ഇത് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഇൻ കേസ് നമുക്ക് നൾ പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻറ്റൻസിറ്റി ഈക്വൽ ആകുന്ന പോയിന്റ് കണ്ടുപിടിച്ചിട്ട്, അതാണ് നൾ പോയിന്റ്, അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എനിവേ ഇതാണ് നൾ പോയിന്റ് എന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ഡിസ്റ്റൻസ് ടു ദ നൾ പോയിന്റ് ഫ്രം ദ മാസ് m is x. നമുക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തുള്ള മാസിലുള്ള ഡിസ്റ്റൻസ് r - x ആയിരിക്കും. സോ നൾ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല x is equal to distance between the masses r divided by 1 plus √. ഏത് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണോ അത് താഴെ എഴുതുക, അപ്പുറത്തെ മാസ് മുകളിൽ എഴുതുക. സോ ദിസ് ഇസ് 9m/m, 3 + 1 4. സോ ഡിസ്റ്റൻസ് ടു ദ നൾ പോയിന്റ് ഈസ് r/4 ഫ്രം ദ മാസ് സ്മോൾ m.
അങ്ങനെയാണെങ്കിൽ അപ്പുറത്തു നിന്നുള്ള മാസം ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടാകും, ആറിന്ന് r/4 കുറച്ചാൽ ഇത് r/4 ഡിസ്റ്റൻസാണ്, ഇവിടുന്ന് 3r/4 ഡിസ്റ്റൻസ് ഉണ്ടാകും. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇനി എളുപ്പമാണ്. ഈ എം മാസ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാകും, ഈ 9 മാസ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാകും. പൊട്ടൻഷ്യൽ ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്. സോ വി ക്യാൻ ജസ്റ്റ് ആഡ് ദ പൊട്ടൻഷ്യൽസ്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2, ദാറ്റ് ഈസ് ഈ മാസ് കാരണമുള്ള പൊട്ടൻഷ്യൽ മൈനസ് GM ഡിവൈഡഡ് ബൈ എം മാസ് എന്നുള്ള ഡിസ്റ്റൻസ് r/4 r ഡിവൈഡഡ് ബൈ 4 പ്ലസ് മൈനസ് G 9m ഡിവൈഡഡ് ബൈ 3r/4 3 9 3 times. So this is minus 4gm by r plus 4 into 3 12 minus 12gm divided by r. So the answer is minus 16 gm divided by r. Option third one. Third option is the right answer. Okay, well, next we are moving on to the question number 20. And this question is from the chapter ന്യൂക്ലിയൈ. ഒരു ക്വസ്റ്റ്യനാണ് ന്യൂക്ലിയൈ എന്ന് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ. ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 20 minutes. ഹാഫ് ലൈഫ് തന്നുകൊണ്ട് 20 minutes ആണ്. ഇൻ ഹൗ മച്ച് ടൈം ദ ആക്ടിവിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡ്രോപ്സ് ടു 1/16 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ വാല്യൂവിൻ്റെ 1/16 ആവാൻ എത്ര സമയമെടുക്കും? 1/16 ആവുക എന്ന് വെച്ചാൽ 4 ഹാഫ് ലൈഫ് കഴിയണം. ഒരു ഹാഫ് ലൈഫിൽ 1/2 ആകും, 2 ഹാഫ് ലൈഫിൽ 1/4 ആകും, അപ്പോൾ 4 ഹാഫ് ലൈഫ് കഴിയണം. സോ ദ ടൈം ടേക്കൺ ഈസ് ടു ബി 4 ഹാഫ് ലൈഫ്സ്, ദാറ്റ് ഈസ് 4 into 20 which is equal to 80 minutes. Very easy question. 80 minutes. ഒരു ഈസി ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. Next question number 24. An AC source is connected to a capacitor of capacitance C. Due to decrease in operating frequency. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്ഷൻസ് നോക്കണം, എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് കണ്ടുപിടിക്കണമല്ലോ. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് എന്ത് സംഭവിക്കും, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ത് സംഭവം, ഈ സംഭവങ്ങളുള്ളത്. അപ്പോൾ എന്തായാലും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണാം. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കുന്ന വേണ്ട അതിൻ്റെ ഫോർമുല അറിഞ്ഞാൽ പോരെ, 1/ωc. അതിൽ നമ്മളോട് പറയുന്നുണ്ട് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, ഡിക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. സോ ആസ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഡിക്രീസസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസസ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഡിക്രീസസ്, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അതും തെറ്റാ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനുള്ള ഒപ്പോസിഷനാണ്. ഒപ്പോസിഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, കുറയും. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡിക്രീസസ്. തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം the shortest wavelength in the Balmer series is lambda. The shortest wavelength in the bracket series is. ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ കെമിസ്ട്രിയിലും ഇതേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഫിസിക്സിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം പറയുന്നത് എന്താണ്, ബാമർ സീരീസിൽ വേവ് ലെങ്ത് ലാംഡയാണ്. ഏത് വേവ് ലെങ്ത്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഈ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തിന് ട്രാൻസിഷൻ ഫ്രം ഇൻഫിനിറ്റി ടു ബാമർ സീരീസ് ആയതുകൊണ്ട് സെക്കൻഡ് ഓർബിറ്റ് ആണ്, സെക്കൻഡ് എനർജി സ്റ്റേറ്റ്. അവിടെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1 ഫൈനൽ ഓർബിറ്റ് സെക്കൻഡ്, 1/2² മൈനസ് 1/∞. ദിസ് ഇസ് 1/λ ഈസ് ഈക്വൽ ടു r/4. സോ ലാംഡ ഈസ് 4 ഡിവൈഡഡ് ബൈ r. അവിടെ നിൽക്കട്ടെ. പിന്നെ പറഞ്ഞത് എന്താ, ചോദിച്ചത് എന്താ, ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ദ ബ്രാക്കറ്റ് സീരീസ്. ബ്രാക്കറ്റ് സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്താ. ബ്രാക്കറ്റ് സീരീസിന് ട്രാൻസിഷന് ഫോർത്ത് ഓർബിറ്റിലോട്ടാണ്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വേണം എന്നുള്ളത് കൊണ്ട് ദ ട്രാൻസിഷൻ ഹാസ് ടു ബി ഫ്രം ദി ഇൻഫിനിറ്റി ഓർബിറ്റ് അറ്റ് ഇൻഫിനിറ്റി ടു ദ ഫോർത്ത് ഓർബിറ്റ്. സോ 1/λ' എന്ന് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു r ഇൻറ്റു 1/4² മൈനസ് 1/∞. So lambda dash is equal to 16 divided by r. So by comparing these equations, we will get the answer as lambda dash. The wavelength in the shortest wavelength in the bracket series will be 4 times of lambda. Answer option 2. So next question, number 29. This question is also again from alternating current. Alternating current എന്ന് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഇൻ എ സീരീസ് Celsius circuit, the inductance L is 10 millihenry, the capacitance is 1 microfarad and resistance R is 100 ohm. The frequency at which resonance occurs is resonance frequency ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റേഡിയൻ പെർ സെക്കൻഡ് എന്ന് ഓപ്ഷനിൽ കാണുന്നുണ്ട്, കിലോ ഹെർട്സ് എന്ന് കാണുന്നുണ്ട്. സോ ഒമേഗ വേണോ ആംഗുലർ ഫ്രീക്വൻസി വേണോ ഫ്രീക്വൻസി വേണോ എന്നതാണ് ഇവിടെ ഒരു പ്രശ്നം. ആദ്യം ഒമേഗ കണ്ടുപിടിക്കാം. അത് ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. സോ ഒമേഗ ഈസ് 1/√LC ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ അണ്ടർ റൂട്ട്. എത്ര ഇൻഡക്റ്റൻസ് തന്നത് 10 മില്ലി ഹെൻറി. 10 × 10⁻³ 10⁻². ഇൻറ്റു കപ്പാസിറ്റൻസ് എത്ര 1 മൈക്രോഫാരഡ് 10⁻⁻6. So this is 10⁻⁻8, 10⁻⁻4, 10⁻⁴. Omega is equal to 10⁻⁴ ആണ്. അതെന്തായാലും ഓപ്ഷനിലില്ല. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ പോവാം. ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒമേഗ ഡിവൈഡ് ബൈ 2π 10⁻⁴ ഡിവൈഡഡ് ബൈ 2π ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ, നോക്കിക്കോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, 10 × 10⁻³ 10/2 എന്താ 5. സോ 5/π എന്ന് പറഞ്ഞാൽ 3.14 × 10⁻³ ദിസ് ഇസ് 1.59 × 10⁻³ that is 1.59 kilohertz. Fourth option is the right answer. ന്യൂമറിക്കലി ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. ഇതും അഗെയിൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. The net impedance of circuit as shown in figure will be. ഇംപെഡൻസ് കണ്ടുപിടിക്കണം. ഇംപെഡൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇംപെഡൻസിൻ്റെ ഫോർമുല അറിയാലോ. ഇംപെഡൻസിൻ്റെ ഫോർമുല എന്താ, √R² + XC - XL or XL - XC എന്തായാലും കുഴപ്പമില്ല, ഹോൾ സ്ക്വയർഡ്. റെഡി. അപ്പോൾ അതിൽ നമുക്ക് XC വേണം. XC is equal to 1/ωc. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഫ്രീക്വൻസി 50 ഇൻറ്റു എത്രയാ C, കപ്പാസിറ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത് 10⁻³ ഡിവൈഡഡ് ബൈ π 10⁻³ π മൈക്രോ ഉണ്ട്, ശ്രദ്ധിക്കണം, മൈക്രോ ഉണ്ടെങ്കിൽ 10⁻⁻6 എന്ന് എഴുതുക. സോ π ക്യാൻസൽ. 50 × 200 100 × 10⁻³ 10⁻5 10⁻⁻6 10⁻⁻1 മേലോട്ട് വരുന്നു 10⁻1 10. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 10 ohm ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ട എന്താ, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ഈസ് ഈക്വൽ ടു ഒമേഗ L ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി 50 ഇൻറ്റു ഇൻഡക്റ്റൻസ് എത്ര തന്നത് 50 ഡിവൈഡഡ് ബൈ π ഇൻറ്റു 10⁻⁻³ π 50 × 200 100 × 50 500 ഇൻറ്റു 10⁻100 × 50 5000 ഇൻറ്റു 10⁻⁻3. This is 5 ohm. This is 5 ohm. So the impedance Z is equal to √R². എത്ര റെസിസ്റ്റൻസ് 100 ആവൂലേ, സ്ക്വയർ ചെയ്യുമ്പോൾ 10 ohm ആണ്, സ്ക്വയർ ചെയ്തു 100 പ്ലസ് XC - XL 10 ഉം 5 തമ്മിലുള്ള ഡിഫറൻസ് എത്ര 5. സോ 5² 25. ദിസ് ഇസ് 125. 125ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5√5 ohm. തേർഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. A satellite is orbiting just above the surface of the earth with a period t. If d is the density of the earth and g is the universal gravitational constant, the quantity 3π/g/d where d is density represents. Okay. Satellite is orbiting close to the surface of earth, so its time period can be written as 2π√R³ divided by gm, where m is the mass of the planet, and it can be written as, നമുക്ക് ആദ്യം സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, t² is equal to 4π² into R³ divided by g into mass of the satellite, mass of the planet എന്ന് പറഞ്ഞാൽ നമുക്ക് വോളിയമിൻ്റെ ഡെൻസിറ്റി എഴുതാം 4/3π റേഡിയസ് ക്യൂബ് ഡെൻസിറ്റി ഡി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. R³ നമുക്ക് ക്യാൻസൽ ചെയ്യാം.
സോ ദിസ് ഇസ് പൈ ക്യാൻസൽ ചെയ്യുന്നു, പൈ ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു, 4 ക്യാൻസൽ ചെയ്യുന്നു. ചോദ്യം 3π/GD എന്താണ്? 3π/GD. സോ ഇവിടെ ക്ലിയർ ആൻസർ ഇതാ, 3 മുകളിലോട്ട് കയറുന്നു, മുകളിലൊരു പൈ ഉണ്ട്, അപ്പോൾ 3π/GD. ദിസ് ഇസ് 3π/GD. സോ ദ ആൻസർ ഈസ് T². സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് നമ്മുടെ ക്രാഷിൻ്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ക്രാഷിൻ്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. Question number 49. Radius of innermost orbit of hydrogen atom is atoms എന്നുള്ള ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ എന്നുള്ള ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ. അതിന് രണ്ടും കൂടെ നമുക്ക് മൊത്തം 3 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. നോക്കാം. The radius of innermost orbit of hydrogen atom is very simple question, 5.3 × 10⁻⁻11 meter. What's the radius of third allowed orbit of hydrogen atom? Simply radius of third orbit എന്ന് പറഞ്ഞാൽ radius of nth orbit എന്താ? A0 n², where A0 is the Bohr radius. So this is A0 times n², third allowed orbit 3², 9 A0, 9 into 0.53 angstrom. ഇതൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും, ബിക്കോസ് നമുക്കറിയാം ബോർ റേഡിയസ് എന്താന്ന്. സോ 9 into 0.53 ചെയ്താൽ ഫോർത്ത് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി മതി. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് MP സാറ് ഡിസ്കസ് ചെയ്ത് തരും. താങ്ക് യു. Hello dear students, welcome to the live discussion. Physics remaining questions we discuss. Question number 1. Let a wire be suspended from the ceiling, rigid support, and stretched by a weight W attached at its free end. The longitudinal stress at any point of cross-section area A of the wire is. എന്ന് വെച്ചാൽ ഒരു വയർ, തിക്കായിട്ടുള്ളൊരു വയർ ഒരു സീലിങ്ങിൽ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ട്, അതിൻ്റെ അറ്റത്ത് ഒരു W ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന വയറിലുള്ള സ്ട്രെസ് ആണ് ചോദിക്കുന്നത്. വയറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. ഈ കാണുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഏരിയ എ ആണ് തന്നിട്ടുള്ളത്. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് W divided by cross sectional area A. Stress is equal to W by A. The right answer is option 2. Now ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ സാധ്യതയുണ്ട്. അതായത് എനി പോയിന്റ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ ഈ വയറിന് ഒരു മാസ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ കാണുന്ന ആൻസർ ആയിരിക്കില്ല വരെ, നോൺ യൂണിഫോം ആയിരിക്കും. ബട്ട് അങ്ങനെയുള്ള ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഓപ്ഷൻസ് വളരെ വളരെ സിമ്പിൾ ആയതുകൊണ്ടും കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലോഡ് W, ക്രോസ് സെക്ഷണൽ ഏരിയ A, സോ ഫോഴ്സ് W by area A, stress is equal to W by A. Right answer is option 2. Moving on to the next one. Question number 3. Electrostatic potential and capacitance കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The equivalent capacitance of the system shown in the following circuit. വളരെ സിമ്പിൾ ആണ്. 3 and 3 parallel. So the effective is 6 microfarad and 3 അതിന് സീരീസ്. So effective C1 C2 C effective is equal to C1 C2 divided by C1 plus C2. 6ഉം 3ഉം സാധാരണ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. 6 into 3 divided by 6 plus 3. എല്ലാം മൈക്രോഫാരഡിലായതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 6 into 3 18 divided by 6 plus 3
9. So 18 by 9, 2 microfarad is the right answer. Option 1. Moving on. Number 4. A football player is moving southward and suddenly turns eastward with the same speed to avoid an opponent. The force that acts on the player while turning is. Motion in a plane is question. Force കൂടെ വരുമ്പോൾ ലോസ് ഓഫ് മോഷൻ ആയിട്ട് സ്ലൈറ്റ്ലി കണക്ഷൻ ഒക്കെ വരും, ബട്ട് മെയിൻലി അത് വെക്ടറിന്റെ ഡയറക്ഷനുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. ഫുട്ബോൾ പ്ലെയർ ഈസ് മൂവിങ് സൗത്ത്, അയാളുടെ ഇനീഷ്യലി ഉള്ള വെലോസിറ്റി ടുവേർഡ്സ് സൗത്ത് ആണ്. ഓക്കെ, നൗ സഡൻലി ടേൺസ് ഈസ്റ്റ് വേർഡ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. സോ ഈസ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വെലോസിറ്റിയിലുള്ള ചേഞ്ച്, അയാൾ ഇങ്ങോട്ട് ടേൺ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ആക്സിലറേഷൻ ആ ഡയറക്ഷനിലായിരിക്കും. ഇനി അത് വെക്ടർ ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി v2, ഇനീഷ്യൽ വെലോസിറ്റി v1, ആക്സിലറേഷൻ എന്ന് പറയുന്നത് v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ ടൈം ആണ്. നൗ നമ്മളടുത്ത് ചോദിക്കുന്ന ഡയറക്ഷൻ മാത്രമാണ്, വാല്യൂ അല്ല. നൗ വാട്ട് ഈസ് v2 മൈനസ് v1? ഇത് v2 മൈനസ് v1 എന്ന് പറയുന്നത് ഇതാണ് മൈനസ് v1. നൗ ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ വരിക, അതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് കറക്റ്റ് നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും മിഡിലായതുകൊണ്ട് ദ ഫോഴ്സ് ഈസ് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്. ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ ദ പ്ലെയർ വൈൽ ടേണിംഗ് ഈസ് along east, wrong, along northward, along northeast. That's the right answer. Question number 4, the right answer is option 3. Moving on. Number 5, electrostatics എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗോസസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇഫ് closed integral, closed surface integral E dot ds is equal to 0 എന്ന് വെച്ചാൽ സിംപ്ലി ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 0, ദെൻ ദ നമ്പർ ഓഫ്, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളാണ് തന്നുള്ളത്. നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ്, ഫ്ലക്സ് 0 എന്നാണ് പറഞ്ഞുള്ളത്. നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് എൻറ്ററിങ് ദ സർഫസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് ലീവിങ് ഇറ്റ്. ഇൻവേർഡ് ഫ്ലക്സ് നെഗറ്റീവും ഔട്ട്വേർഡ് ഫ്ലക്സ് പോസിറ്റീവും ആണ്. സോ അത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് ടോട്ടൽ ഫ്ലക്സ് 0 വരിക. ഈ ദിസ് സീംസ് ദ റൈറ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഈസ് കോൺസ്റ്റന്റ്. ഇലക്ട്രിക് ഫീൽഡ് ടോട്ടൽ ഫ്ലക്സ് 0 ആണെന്ന് വിചാരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആവണമെന്നില്ല. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണെങ്കിൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് 0 ആവാം, ഫീൽഡ് 0 ആവണമെന്നില്ല, അല്ലെങ്കിൽ ഫീൽഡ് കോൺസ്റ്റന്റ് ആവണമെന്നും ഇല്ല. ഓൾ ദ ചാർജ് മസ്റ്റ് നെസസറിലി ബി ഇൻസൈഡ് ദ സർഫസ്. അകത്തും പുറത്തും ചാർജസ് ഉണ്ടാവാം. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് മാത്രമേ 0 ആവുള്ളൂ. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സർഫസ് ഈസ് നെസസറിലി യൂണിഫോം. അങ്ങനെയും പറയാൻ പറ്റില്ല. അകത്ത് ചാർജ് ഇരിപ്പുണ്ടെങ്കിൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരാം. ഓൺലി കണ്ടീഷൻ ടോട്ടൽ ഫ്ലക്സ് 0 എന്ന് പറഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കുള്ള ഫീൽഡ് ലൈൻസ് ഈക്വൽ ആയിരിക്കണം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 itself. Moving on. Question number 17. A vehicle travels half the distance with the speed v and the remaining distance with the speed 2v. Its average speed is. Motion in a straight line average speed എന്നുള്ള ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ദ ഡിസ്റ്റൻസ് റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഹാഫ് ഡിസ്റ്റൻസസ് ആണ്. സ്പീഡുകൾ തന്നിട്ടുണ്ട്. ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല പകുതി ഡിസ്റ്റൻസസ് ആണെങ്കിൽ ഇറ്റ്സ് 2v1 v2 ഡിവൈഡഡ് ബൈ v1 plus v2. Now this is 2. v1 എന്ന് പറയുന്നത് vയും v2 എന്ന് പറയുന്നത് 2v ആണ്, divided by v1 v plus 2v. So this is 2 into 2 4 v square divided by 3v, അഥവാ 4v by 3. The right answer is option 3. Moving on to the next one. Question number 18. Numerical ആയിട്ടുള്ള പ്രോബ്ലം ആണ്. The amount of energy required to form a soap bubble of radius 2 cm from a soap solution is nearly, surface tension of soap solution is 0.03 Newton per meter. So surface energy ആണ് energy required. So surface energy ആണ് ചോദിച്ചിരിക്കുന്നത്. Surface energy is equal to surface tension into surface area. Now surface tension into surface area, this is a soap bubble. So spherical ആണ് നമുക്ക് obviously assume ചെയ്യാം 4 pi r square. ഇത് പോരാ, there must be a it has to be multiplied by 2. കാരണം ബബിളിന് ഒരു ഇന്നർ സർഫസും ഒരു ഔട്ടർ സർഫസും ഉണ്ടാവും, രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉണ്ടാവും. സോ ദ സർഫസ് ടെൻഷൻ ഈസ് 0.03 ഇൻറ്റു 4 പൈ. നൗ ആൻസറിൽ പൈ ഇല്ല, ദാറ്റ് മീൻസ് പൈയുടെ വാല്യൂ നമ്മൾ അഡീഷണൽ ആയി അല്ലെങ്കിൽ പൈയുടെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. റേഡിയസ് 2 cm, 2 ഇൻറ്റു 10⁻⁻² സ്ക്വയർ ഇൻറ്റു 2. സോ 0.03നെ നമുക്ക് 3 ഇൻറ്റു 10⁻² എന്നാക്കാം. 4 pi approximately 12.5. നമ്പേഴ്സ് നോക്കിയേ, 5, 50, 33. സോ ഒന്നെങ്കിൽ 3, 5 എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലാണ് വരിക. അപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. 12.5, 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 2. സോ ദിസ് ഈസ് 12.5 ഇൻറ്റു 4 ഈസ് 50. 50 ഇൻറ്റു 2 ഈസ് 100. ഓക്കെ, നൗ 100
10 raised to minus 2 gets cancelled. So this is equal to 3 into 10 raised to minus 4. Obviously, the answer is in joule, energy. So the correct answer is approximately 3 into 10 raised to minus 4. So this is 3.01 into 10 raised to minus 4 joule. Moving on to the next one. Question number 30. The Venturi meter works on വളരെ simple straightforward question ആണ്. Venturi meter എന്ന് പറയുന്നത് mechanical properties of fluids applications of Bernoulli's principle ഉള്ളതാണ്. So Huygens principle wave optics ലാണ്. Bernoulli's principle is right answer. Principle of parallel axis perpendicular axis rotational motion ആയി ബന്ധപ്പെടുത്തിയുള്ളതാണ്. Simple Bernoulli's principle. Moving on. Question number 32. Again ഒരു numerical question ആണ്. An electric dipole is placed at an angle of 30 degree with an electric field of intensity 2 into 10 raised to 5 Newton per coulomb. It experiences a torque equal to 4 Newton meter. Calculate the magnitude of charge on the dipole if the dipole length is 2 centimeter. Electric dipole external field place ചെയ്യുമ്പോൾ it experiences a torque. Tau is equal to vector equation. Tau is equal to P cross E, where P is the dipole moment. നമുക്കിവിടെ ടോർക്കിന്റെ വാല്യൂ ആണ്, വെക്ടർ ഒന്നും ആയിട്ടല്ല തന്നുള്ളത്. സോ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് 2a³ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സൈൻ തീറ്റ. ആംഗിളും തന്നിട്ടുണ്ട് അതുകൊണ്ട്. നൗ ടോർക്ക് 4, ഡൈപോളിന്റെ ലെങ്ത് a അല്ല 2a ആണ്, അത് തന്നെയാണ് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് 2 into 10 raised to minus 2. ചാർജ് q അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് ദ ഡൈപോൾ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗിവൺ 2 into 10 raised to 5. Sin 30 degree, it's 1/2. So cancel ചെയ്യാം. 2 gets cancelled. 2, 4 gets cancelled. This is 2. So left side നമുക്ക് 2 ഉണ്ട്. 10 raised to minus 2, 10 raised to 5, it's 10 raised to 3 into q. That means q is equal to 2 into 10 raised to minus 3 or 2 millicoulomb. Charge in the unit coulomb. The right answer is option 4, 2 millicoulomb. Moving on. Question number 35. A bullet is fired from a gun at the speed of 280 meter per second in the direction 30 degree above the horizontal. The maximum height attained by the bullet is motion in a plane projectile motion maximum height the question ആണ്. The formula is h is equal to u square sin square theta divided by 2g. Now initial velocity 280 into square ഉള്ളതുകൊണ്ട് 280 sin 30 degree 1/2 അതിന്റെ സ്ക്വയർ 1/4. ഓക്കെ, ഞാനതിനെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/2 into 1/2 എന്ന് എഴുതുന്നു. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഗ്രാവിറ്റി. അവിടെ 9.8 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ അത്ര അടുത്തടുത്തുള്ള ആൻസർ ഒന്നുമല്ല, യു ക്യാൻ അപ്രോക്സിമേറ്റ്, ബട്ട് നമുക്ക് നോക്കാം. സോ ഈ കാണുന്ന 280 9.8ൻ്റെ ഡബിൾ 19.6 ആണ്. 196 എന്ന് പറയുന്നത് 14ൻ്റെ സ്ക്വയർ ആണ്. സോ 280 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് 140. ഈ കാണുന്ന 2 280 കട്ട് ചെയ്ത 140. Now 14 സ്ക്വയർ 196. 0 into 0, I mean 0 into 0 അല്ല, 2 0 വരും. ഡിവൈഡഡ് ബൈ 2 into 9.8 is 19.6. Now 196 19.6 കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് 20. സോ 20 into 100. Wait, sorry. It is 19.6. 196 divided ചെയ്ത് കഴിഞ്ഞാൽ it's 10. This is equal to 1000 meter. The right answer is option 3. 1000 meter. അതാണ് maximum height. Moving on to the next one. അടുത്ത electrostatic potential and capacitance എന്നുള്ള question. An electric dipole is placed as shown in the figure. Electric dipole ആണ്, minus q plus q. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ സെന്റർ എന്നുള്ളത്. സെന്ററിന് പോയിന്റ് പിയിലേക്കുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ 10 raised to 2 വോൾട്ട് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ദ ഡൈപോൾ ഈസ് പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 1/4 എപ്സിലോൺ 0 k എന്നൊക്കെ തന്നിട്ടുണ്ട്. നൗ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രോബ്ലം ഉള്ളത്, പ്രോബ്ലം മീൻസ് ഒരു പോസിബിലിറ്റി ഉള്ളത്, പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളത് 1/4 എപ്സിലോൺ 0 p cos theta by r square. ആ ഫോമിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഡൈപോളിന്റെ ലെങ്ത് ടോട്ടൽ 6 സെന്റിമീറ്ററും അതേസമയം ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ മാത്രമാണ്. ആ ഫോമിൽ ഉപയോഗിക്കണമെങ്കിൽ ലാർജ് ഡിസ്റ്റൻസിലുള്ള പോയിന്റ് അയക്കണം. സോ അതൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. 2 ചാർജ്, ആ കാരണം കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി ഈസ് ഈക്വൽ ടു k മൈനസ് q ഡിവൈഡഡ് ബൈ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 3 സെന്ററിന് 5 കൂടെ 8 സെന്റിമീറ്റർ 10 raised to minus 2 പ്ലസ് നെക്സ്റ്റ് ചാർജിൻ്റെത് k
plus 2 divided by ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് 3 ഇത് കഴിഞ്ഞ് ബാക്കി 2 സെൻറ്റിമീറ്റർ 2 into 10 raised to minus 2. Now ഇതിൽ ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആൻസർസ് ആർ ഓൾ ഇൻ ടേംസ് ഓഫ് Q ആൻഡ് K. സോ K Q പുറത്ത് വെച്ചിട്ട് 10 raised to minus 2 മുകളിൽ വരുമ്പോൾ 10 raised to 2 minus 1/8 plus 1/2. So this is equal to 10 raised to 2 ന്റെ ടേംസിലാണ് അല്ലെങ്കിൽ 10 raised to 2 വോൾട്ടിലാണ് നമുക്ക് ഇവിടെ ആൻസർ വേണ്ടത്. KQ 1/2 minus 1/8 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് minus 2 അല്ലെങ്കിൽ ഈ കാണുന്നതിനെ ഒരു 4 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ this becomes 8. So minus 1 plus 4 is 3 divided by 8 into 10 raised to 2 volt. So ഇതാണ് ആൻസർ 3/8 KQ. 3/8 KQ. The right answer is option 1. Moving on to the next one. One dimensional motion ഉള്ള question ആണ്. Bullet from a gun is fired on a rectangular wooden block with the velocity u. When bullet travels 24 centimeter through the block along its length horizontally, velocity of the bullet becomes u/3. Then it further penetrates into the block in the same direction before coming to rest exactly at the other end of the block. The total length of the block is. Now രണ്ട് രീതിയിൽ ഇത് വർക്കൗട്ട് ചെയ്യാം. ഒന്ന് വൺ ഡയമെൻഷണൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാം. ഒരു വുഡൻ ബ്ലോക്കിലേക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് പോയി കുറച്ച് ദൂരം എത്രയാ 24 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ the velocity becomes u/3 and the velocity of the bullet becomes u/3. Then it further penetrates into the block in the same direction before coming to rest exactly at the other end. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആകും. ഓക്കെ, the total length of the block. ഇതാണ് ക്വസ്റ്റ്യൻ. Now ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഇത് എന്തുകൊണ്ട് സ്പീഡ് കുറയുന്നു? ബിക്കോസ് ഓഫ് റിട്ടാർഡേഷൻ. സോ റിട്ടാർഡേഷൻ ഉണ്ടാകും, യൂണിഫോം റിട്ടാർഡേഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന രണ്ട് കണ്ടീഷൻസ് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ലെറ്റ്സ് എ പൊസിഷൻ ബി ആൻഡ് സി, എ ടു ബി മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ u/3 ഹോൾ സ്ക്വയർ, ഇനി വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, ഈസ് ഈക്വൽ ടു u സ്ക്വയർ മൈനസ് 2a ഇൻറ്റു 24. ആൻസർ ഈസ് ഇൻ ദ സെൻറ്റിമീറ്റർ. Now എ മുതൽ സി വരെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ടു സി ഫൈനൽ വെലോസിറ്റി 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2a. ദാറ്റ്സ് വാട്ട് വി വാണ്ട്. ഈ കാണുന്ന ടോട്ടൽ എസ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ ഫസ്റ്റ് ഇക്വേഷന് 2a സെപ്പറേറ്റ് ചെയ്ത് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ 2a into 24 centimeter is equal to u square, u/3 whole square റൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ it's u square by 9 which is 8/9 u square. So what is 2a? 2a is equal to 8/9 u square divided by 24 centimeter. Substitute that in this second equation. U square is equal to 2as. That means s is equal to u square divided by 2a. Now what is 2a? 2a is equal to 8/9 u square by 24. So this is u square divided by 8/9 u square divided by 24 centimeter. U square gets cancelled. So this is equal to 9/8 into 24, which is 8 and 24 cancel ചെയ്ത് കഴിഞ്ഞാൽ it's 3 into 9, 27 centimeter. Okay. So moving on to the last question. Question number 43. മൊത്തം ഫിസിക്സിലെ ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വൺസ് അഗെയിൻ വൺ ഡയമെൻഷൻ ആണ്. സോ വൺ ഡയമെൻഷനും 2 ഡയമെൻഷനും കൂടെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. എ ഹൊറിസോണ്ടൽ ബ്രിഡ്ജ് is built across a river. A student standing on the bridge throws a small ball vertically upwards with a velocity 4 meters per second. The ball strikes the water surface after 4 seconds. The height of the bridge above water surface is. Now G10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. So let's say ഇതാണ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴെ വെള്ളത്തിലെ സർഫസിലേക്ക് ഒരു ബോള് throws a small ball vertically up. മുകളിലേക്കാണ് എറിഞ്ഞത് with a speed of 4 meters per second. Now obviously it goes up and comes down. Now നമുക്ക് വേണ്ടത് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് ആണ്. Now t equal to 0 ഇത് എറിഞ്ഞതെങ്കിൽ t equal to 4 സെക്കൻഡിലാണ് ഇത് ഇവിടെ റീച്ച് ചെയ്യുന്നത്. Now ഇവിടെ മുകളിലേക്കുള്ള ടൈം ഓഫ് അസെൻറ്റ്, ഇവിടെ എത്താനുള്ള എടുക്കുന്ന ടൈം, ദാറ്റ്സ് u/g. u is 4 by g 10, so that means this is 0.4 second. That means total 4 second 0.4 second ആണ് ടൈം ഓഫ് അസെൻറ്റ് എങ്കിൽ ടൈം ഓഫ് ഡിസെൻറ്റ് has to be 3.6 second.
Now 3.6 secondly ഇത് ഫ്രീ ഫാൾ ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഹൈറ്റ്? ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ആണ്. നമുക്ക് ടൈം ഓഫ് ഡിസെൻറ്റ് ഉള്ളതുകൊണ്ട് ഹാഫ് GT സ്ക്വയർ ഉപയോഗിക്കാം. ദിസ് ഈസ് half into 10 into t square, which is 3.6 square. Now this is half 10, 3.6 into square 12.96 വരും. Now അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 129.6 sorry 10 times divided by 2. Now this is equal to around 65 എന്ന് എഴുതാം. എക്സാക്ട്ലി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് 64.8 meter. Now that is actually 64.8 meter is actually from the distance അല്ലെങ്കിൽ height from the top. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് height of the bridge above water ആണ്. നമുക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് മുകളിലേക്ക് എറിഞ്ഞ ഈ ഹൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, which is actually u square by g. Sorry, u square by 2g. So h is equal to h അല്ല, h is equal to u square by 2g, which is 4 square divided by 2 into 10. 4 square 16 by 20 അഥവാ 8 by 10 0.8 meter. So ഈ ഹൈറ്റ് 0.8 ഇവിടെ നിന്ന് ഇവിടെ വരെ 64.8. So what is the height of the bridge? Height of the bridge is, the answer is 64 meter. So the correct answer is option 3. സോ അതോടെ ഫിസിക്സിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. റിമൈനിങ് അതുപോലെ ബാക്കി സബ്ജക്റ്റ് കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി PV സാറ്, നിങ്ങളുടെ സ്വന്തം PV സാറ് വരും. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ആൻഡ് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐ എം ഡയറക്ട്ലി ഗോയിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലെസൈൻസ് എക്സ്ട്രാക്ട് ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ബോത്ത് നൈട്രജൻ ആൻഡ് സൾഫർ. ലെസൈൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടാകാവുന്ന 9 എലമെൻറ്റ്സിലെ എലമെൻറ്റ്സിൻ്റെ ഡിറ്റക്ഷനിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജനും സൾഫറും ഉണ്ടെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജനും സൾഫറും ഉണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റിൽ ഉണ്ടാവുക NaCNS ആണ്. അതിനെ നമ്മൾ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഒരു ബ്ലഡ് റെഡ് കളർ ഉണ്ടാകുന്നത്. ഇവിടുത്തെ ചോദ്യം എന്താണ്? വിച്ച് ഗിവ്സ് എ ബ്ലഡ് റെഡ് കളർ വിത്ത് Fe3+ ഡ്യൂറിങ്. അപ്പോൾ ആ ഫോർമേഷൻ, ആ കോംപ്ലക്സ് ഉണ്ടാകുന്നത് ഇതിൽ ഏതാണെന്നാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് ഇസ് ദ പ്രഷ്യൻ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ടു ഡിറ്റക്ട് നൈട്രജൻ. ഇനി ദിസ് ഇസ് ദ എക്സ്ട്രാക്റ്റിൽ ഉണ്ടാകുന്ന പാർട്ടാണ് NaSCN. ആൻഡ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സൾഫർ മാത്രമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വയലറ്റ് കളറാണ് ഈ precipitate. So your answer is 4 and that's called ferric thiocyanate or ferric sulfocyanate. So your answer is 4. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ that means your answer is 4. Simple question ആണ്. And you can go to the next question. The number of pi bonds, sigma bonds and lone pair in pyridine. Pyridine, ആദ്യം pyridine എന്താണെന്ന് അറിയണം. ഐ തിങ്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് വാട്ട് ഇസ് pyridine? ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ് pyridine. ആൻഡ് pyridine has a structure like this, അല്ലേ? അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് കൗണ്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഇറ്റ് ഹാസ് ഇങ്ങനെ ഹൈഡ്രജൻ. അപ്പോൾ ഓരോന്നും ഓരോ സിഗ്മയാണ്. 1 2 3 4 5, പിന്നെന്താ 6 7 8 9 10.
അല്ലേ? ആൻഡ് ദാറ്റ് മീൻസ് ഒരെണ്ണം കൂടി 11, ദാ ഇതും കൂടെ. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഇസ് 11. ഇനി ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബൈ ബോണ്ട്, അങ്ങനെ എത്ര ബൈ ബോണ്ട് ഉണ്ട്? 3. ആൻഡ് ഒരു ലോൺ പെയർ നൈട്രജന്റെ നമുക്കറിയാം പിരിഡീനിലെ നൈട്രജൻ ഡീലോക്കലൈസ്ഡ് അല്ല, അത് റിങ്ങിന് പുറത്താണ്. ആൻഡ് സോ യുവർ ആൻസർ ഇസ് 3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ചോദിക്കുന്നത് which among the following molecule on polymerization produces neoprene? നിയോപ്രീൻ എന്ന് പറയുന്നത് എന്താണ്? സിന്തറ്റിക് റബ്ബർ എന്ന് പറയുന്ന ക്ലോറോപിറീൻ്റെ പോളിമറാണ്. അപ്പോൾ ഇത് പോളിമേഴ്സ് എന്ന ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് ചോദിച്ചതാണ്. നമുക്കറിയാം ക്ലോറോപിറീൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ക്ലോറോപിറീൻ? യെസ്, ഇറ്റ് ഇസ് 2-chloro-1,3-butadiene ആണ് ക്ലോറോപിറീൻ. ഇതിൻ്റെ പോളിമറൈസേഷൻ വരുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? അപ്പൊ എന്താ വരിക? The polymer looks like this. So this is the polymer, and the polymer of chloropyrene is called neoprene, and so your answer ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതാണ് ഇതിന്റെ monomer. So the answer for 69 is B. Next, some tranquilizers are listed below. Which one among the following belongs to barbiturates? Barbiturates actually mental disorders ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ്. നോർമലി ദേ ആർ ഹാലൂസിനേറ്റിംഗ്, ഹിപ്നോട്ടിക്സ് ആയിട്ട് മെഡിസിനിൽ ഉപയോഗിക്കുന്നു. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദാറ്റ് വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ബാർബിട്രേറ്റ്സ് ആസിഡ് ഇസ് കോൾഡ് ബാർബിട്രേറ്റ്സ്. അതിൽ വെറോനാൽ, സെക്കോനാൽ, ലൂമിനാൽ, അമിറ്റാൽ ഉണ്ട്. അപ്പോൾ ആ സെഗ്മെന്റിൽ വരുന്നതാണ് വെറോനാൽ. വാലിയം, ആസ് യു നോ, വാലിയം എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഡ്രഗ് ആണ്, പക്ഷെ നോട്ട് ഡിറൈവ് ഫ്രം ബാർബിറ്റ്യൂറിക് ആസിഡ്. ബാർബിറ്റ്യൂറിക് ആസിഡ് ഡിറൈവ് ചെയ്യുന്നത് വെറോനാൽ, സെക്കോനാൽ, ലൂമിനാൽ, അമിറ്റാൽ ആണ്. സോ യുവർ ആൻസർ ഇസ് 4. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, പക്ഷെ ചോദ്യത്തിനുള്ളത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിങ്ങളോട് ചോദിച്ചത് സോഡിയം എത്തനോയിറ്റ്. This is sodium ethanoate, sodium salt of ethanoic acid. When treated with, ഇത് പിരിച്ചു വായിക്കരുത്, sodium hydroxide in presence of calcium oxide എന്താണ്? അത് സോഡ ലൈം ആണ്. സോഡ ലൈം എന്താണ്? It's a decarboxylating agent. Actually, what happens during the process is that decarboxylation occurs in the form of sodium carbonate. One molecule of sodium carbonate is actually removed from the system. So what happens is that you will be getting methane. So your answer is methane. പക്ഷേ കുട്ടികൾ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ വിട്ടുപോയത്? വെയിറ്റ് ഓഫ് 2 moles ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട്. 1 mole അല്ല. അപ്പൊ മീഥേൻ ഉണ്ടായി, നമ്മൾ ചാടിക്കയറി 16 എന്ന് എഴുതി കാണും. എഴുതിയവർക്ക് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. എന്താണ്, എത്ര മോളാണ് ചോദിച്ചത്? അപ്പോൾ ഇതിന്റെ 1 mole 16 grams ആണ്. അപ്പൊ അതിന്റെ 2 moles എത്ര വരും? 32 വരൂലേ? സോ ആക്ച്വലി നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 116 എന്ന് കൊടുത്തത്. ആക്ച്വലി ആൻസർ എന്താണ്? 32. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among the options, which of the following molecule acts as a Lewis acid? എന്താണ് ലൂയിസ് ആസിഡിന്റെ ഡെഫിനിഷൻ? ലൂയിസ് acids are electron deficient species which have a central atom with ഇലക്ട്രോൺ ഡെഫിഷ്യൻസി. എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ആറ്റത്തിന് ബോണ്ടിങ്ങിന് ശേഷവും ഒക്ടറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ അമോണിയ ഇസ് നോട്ട് ദി ആൻസർ ബിക്കോസ് അമോണിയ ഹാസ് എ സെൻട്രൽ ആറ്റം നൈട്രജൻ വിത്ത് എ ലോൺ പെയർ. വെള്ളമല്ല, ഓക്സിജന് 2 ലോൺ പെയർ ഉണ്ട്. OH മൈനസ് ഓൾറെഡി ഹാസ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ BF3 ഇസ് ദി ആൻസർ. എന്താ കാരണം? BF3-ലെ ബോണ്ടിങ് ഇങ്ങനെയല്ലേ, ഓരോ ബോണ്ട് കോസ്റ്റ് യു 2 ഇലക്ട്രോൺസ്. അപ്പൊ 3 ബോണ്ട് 6 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺസിന്റെ വേക്കൻസി ഇല്ലേ, അപ്പൊ അവൻ ഇലക്ട്രോൺ വാങ്ങും. സോ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ ലൂയിസ് ആസിഡ് ഇസ് BF3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഭവം എന്താണ്? ക്ലെമൻസൺസ് റിഡക്ഷൻ ആയിരുന്നു. ക്ലെമൻസൺസ് റിഡക്ഷൻ ആൽഡിഹൈഡ്സ് എന്ന ചാപ്റ്ററിൽ ക്ലെമൻസൺസ് റിഡക്ഷൻ പറയുന്നത് ദിസ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡക്ഷൻ അസോസിയേറ്റഡ് വിത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വേർ ദ കാർബണൈൽ ഗ്രൂപ്പ്സ് ആർ കൺവേർട്ടഡ് ടു ദ കറസ്പോണ്ടിങ് ആൽക്കെയിൻ. അപ്പോൾ ഇവിടെ ഇത് എന്താണ്? ഒരു കീറ്റോണിക് ഗ്രൂപ്പാണ്, ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പും. സിങ്ക് മെർക്കുറി അമാൽഗം ഇത് രണ്ടിനെയും റെഡ്യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആക്കും. സോ ഇതുണ്ടാവില്ല, ഇതുണ്ടാകും, പക്ഷേ ഒരു എക്സ്റ്റൻഷനും കൂടെ വരും. ആ എക്സ്റ്റൻഷൻ ഒന്നാമത്തെ ചോയ്സ് അല്ലേ. സോ ഇറ്റ് ഈസ് ക്ലെമൻസൺസ് റിഡക്ഷൻ ആൻഡ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഇസ് 1.
Next question. So here you know what a cyanohydrin is. ഇയാൾക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നിട്ട് ഹൈഡ്രജൻ സയനൈഡ് മൈനസ് സി ഇഫക്റ്റിലൂടെ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സൈനോഹൈഡ്രൻ. എങ്ങനെ? ഇവിടെ മൈനസ് പ്ലസ്, ഇവിടെ പ്ലസ് മൈനസ്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹീറ്റ് ഇവിടെ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, മോളിക്യൂൾ ഓഫ് വാട്ടർ ഗെറ്റ്സ് റിമൂവ്ഡ്, അപ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. അപ്പോൾ യു ആർ നോട്ട് സെയിങ് ദാറ്റ് ദീസ് ടു ആർ നോട്ട് ദി ആൻസേഴ്സ്. പിന്നെ ഉള്ളത് എന്താണ്? ഇത് രണ്ടിൽ ആരാണ്? ബിക്കോസ് യു നോ ദാറ്റ് സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ക്യാൻ ഹൈഡ്രലൈസ് എ സയനൈഡ് ടു ദ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. സോ യുവർ ആൻസർ വിൽ ബി ദി അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ എന്താണ്? 4. Is that clear? Next. The right option, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതേപോലൊരു ക്വസ്റ്റ്യൻ 2020 ഉണ്ടായിരുന്നു, പക്ഷേ അത് HCl ഡയലൂട്ട് HCl വിത്ത് ഇത്ര നോർമാലിറ്റി എന്നൊക്കെ ആയിരുന്നു. ഇത് അതിനേക്കാൾ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. എന്ത്? കാൽഷ്യം കാർബണേറ്റ് ഓൺ ഡീകമ്പോസിഷൻ will give you calcium oxide plus carbon dioxide. This equation says that 100 grams of calcium carbonate will give you 44 grams of carbon dioxide because both are 1 mole each. So 1 gram will give you 44 by 100. So 20 grams ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 20 grams will give you 44 by 100 into 20. Actually, your answer ഇങ്ങനെ എഴുതി കളയരുത് because your sample is only 20% pure. അപ്പോൾ എന്ത് സംഭവിക്കും? into 20 by 100 ചെയ്യണം. So you get another 5 here. So 44 by 25 is approximately 1.76. Okay? അപ്പോൾ അവിടെ ആ പ്യൂരിറ്റീൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല അത് നോക്കേണ്ടി വരും, കാരണം നമ്മൾക്ക് ഇൻറ്റു 20 വെച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ല. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീൻ്റെ കാര്യം എടുക്കുക. വാട്ട് യു മീൻ ബൈ 20%? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ അതിൻ്റെ 20 പാർട്സ് മാത്രമേ എന്ത് കാണുള്ളൂ? കാൽഷ്യം കാർബണേറ്റ് കാണുള്ളൂ. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ്. ഇക്വിലിബ്രിയം, ആകെ കൂടി ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ്, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. A plus B is in equilibrium with the system C plus D and the equilibrium concentrations are given. അപ്പോൾ വേറെ ടെൻഷൻ ഒന്നും വേണ്ട. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2, 3, 10 and 6. So you know the relationship of delta G with log Kc, which is equal to minus 2.303 into RT into log of Kc. Just substitute the values. Minus 2.303 into R. It's given that it is 2 calorie. Into the temperature is 300 and log of 10. Log of 10 is equal to 1. So your answer is minus 2.303 into 600. So moving on with this, about 230 into 6. 230 into 6 approximately 6, 8 balance 1, 1, 3. So your answer is 1381 and the answer is C. ഇക്വിലിബ്രിയത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദർ ഇസ് നോ കോംപ്ലിക്കേഷൻ ഇൻ ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ്. ഇവിടെ ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. വാട്ട് ഇസ് ദിസ് ആക്ച്വലി? ദിസ് ഇസ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് വിച്ച് ഇസ് എ വെരി മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അത് നമുക്ക് കയറണം, അത്രേ ഉള്ളൂ. അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആൽഡിഹൈഡ്സ് കീറ്റോൺസിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? വെൻ യു ഹാവ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ജസ്റ്റ് റിമെമ്പർ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. ഇവിടെ ആൽഡിഹൈഡ്സ് മാത്രമേ റിയാക്റ്റീവ് ഉള്ളൂ. കീറ്റോൺ റിമെയിൻസ് അൺഅഫക്റ്റഡ്. ഇനി ഇത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ അവൻ ആൽഡിഹൈഡിനെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യുള്ളൂ. കീറ്റോൺ ഇസ് ലെഫ്റ്റ് അൺഅഫക്റ്റഡ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇയാൾ കീറ്റോൺ ആണ്, ഇവൻ വിൽ നോട്ട് ബി അഫക്റ്റഡ് അല്ലേ? എങ്കിൽ ഇയാൾ ആരാണ്? ദിസ് ഇസ് ആൻ ആൽഡിഹൈഡ്. അപ്പോൾ ഇയാൾ മാത്രം ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്സിഡൈസ് ചെയ്താൽ കാർബോക്സിലേറ്റ് അയോൺ. അപ്പോൾ കീറ്റോണിനെ അഫക്റ്റ് ചെയ്യാത്തത് ഇത് രണ്ടും ഉണ്ട്. പക്ഷെ ഇത് എന്ത് പറയുന്നത്? ഓക്സിഡൈസ്ഡ് ആണ്. ഇത് ആൻസർ അല്ല, ബിക്കോസ് ഇറ്റ് ഇസ് റെഡ്യൂസ്. സോ ദി ആൻസർ ഇസ് 3. Is that clear? Very simple a question. I think that's all of which I am going to discuss. ഓവറോൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി കുറച്ച് സൂക്ഷിക്കണമായിരുന്നു, പക്ഷേ NCERT ടെക്സ്റ്റിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഡീപ്പറായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തിയററ്റിക്കലി പോയിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻഓർഗാനിക്. ബാക്കി എൻ്റെ സുഹൃത്തും CR സാർ ആയിരിക്കും ഇതിനെ കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.
Hi all. നമ്മൾ ഓർഗാനിക്കിനെ മറ്റു ക്വസ്റ്റ്യൻ ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. Which of the following reactions will not give primary amine as the product? നമ്മൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയൽ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ അമൈഡ് ബ്രോമിൻ KOH. ഓക്കെ, നിങ്ങൾക്ക് അറിയുണ്ടാവും, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. ഒന്നാമത്തത് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനാണ്, അത് അല്ല. ഓക്കെ, രണ്ടാമത്തത് CH3Cl ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൽ. ഓക്കെ, എന്തുണ്ടാകും, നമുക്ക് പ്രൈമറി അമീൻ കിട്ടും. ഓക്കെ, CH3NC അല്ലേ. ഐസോസൈനൈഡിൻ്റെ റിഡക്ഷനിൽ എന്താ കിട്ടുക, നമുക്ക് സെക്കൻഡറി അമീൻ കിട്ടും അല്ലേ. ഓപ്ഷൻ ഏതാണ് നമുക്ക് വേണ്ട ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ രണ്ടും അമൈഡിൻ്റെ റിഡക്ഷനാണ്. ഓക്കെ, അമൈഡ് ആദ്യത്തെ കേസിൽ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനാണ്, ലാസ്റ്റ് കേസിൽ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിലെ റിഡക്ഷനാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇതിനകത്ത് ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 58, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ദ ഗിവൺ കോമ്പൗണ്ട് ഇത് ഏത് ടൈപ്പാണെന്നാണ് ചോദിക്കണേ അല്ലേ. നമുക്കറിയാം ഈ കോമ്പൗണ്ട് എന്താണ്, ഇത് അലൈലിക് ഹാലൈഡാണ്. ഓക്കെ, അലൈലിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ ദിസ് കാർബൺ ഈസ് sp3 അല്ലേ. sp3 ഈസ് ബോണ്ടഡ് ടു എൻ sp2 കാർബൺ അല്ലേ, അതാണല്ലോ അലൈലിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് ബെൻസൈലിക് ആവണമെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ബെൻസൈലിക് ആവണമെങ്കിൽ ബെൻസൈലിക് ഗ്രൂപ്പ് CH2 ഗ്രൂപ്പാണ് അല്ലേ. ഇങ്ങനെ വന്നാൽ ബെൻസൈലിക് ആവും, ഇതല്ലല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 59. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് അല്ലേ. ഫസ്റ്റ് ബെൻസീൻ ഡൈസോണിയം സോൾട്ട് റിയാക്റ്റഡ് വിത്ത് Cu2Br2 ഇൻ പ്രസൻസ് ഓഫ് HBr അല്ലേ. എന്താ റിയാക്ഷൻ സാൻമേഴ്സ് റിയാക്ഷൻ. നമുക്ക് ആദ്യം ഇവിടെ Br എന്ന് കിട്ടും, പിന്നെ മെഗ്നീഷ്യം ഡ്രൈ ഈതർ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ മെഗ്നീഷ്യം ഈതർ എന്താ കിട്ടുക, നമുക്കിത് ജസ്റ്റ് MgBr എന്ന് കിട്ടും. ഓക്കെ, അരയിൽ മെഗ്നീഷ്യം ബ്രോമൈഡ് റിയാക്ട്സ് വിത്ത് H2O അല്ലേ. H2O is nothing but an active hydrogen compound. It reacts with an active hydrogen അല്ലേ, H2O. എന്ത് കിട്ടും നമുക്ക്, ഇത് റിയാക്ട് ചെയ്തിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടും, സിമ്പിൾ ബെൻസീൻ കിട്ടും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 62. Given below are two statements. First statement, a unit formed by the attachment of base 1' position of sugar is known as nucleoside. ശരിയല്ലേ, അത് റൈബോസോമിലേക്ക് അല്ലേ, റൈബോസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റൈബോസിലേക്ക് ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അല്ലേ, ഇതിനകത്ത് CH2OH ഉണ്ടായിരിക്കും 5th പൊസിഷൻ. ഇതിൽ നൈട്രജൻ ബേസ് ഇവിടെ വരുന്നു. അപ്പോൾ നമ്മളിത് 1' എന്ന് പറയണം, 1', 2', 3', 4', 5'. ഈ 5'ലേക്ക് അല്ലേ ഫോസ്ഫറിക് ആസിഡ് വരണം, P ഡബിൾ ബോണ്ട് O മൈനസ്. ഇതിലെന്തെയും നൈട്രജൻ അല്ലേ ബേസ് വരും. 1' ബേസും അല്ലേ 5' ഫോസ്ഫേറ്റും വരുന്ന കേസാണുള്ളത് അല്ലേ, അതല്ലേ ശരി. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, വെൻ ന്യൂക്ലിയോസൈഡ് ഈസ് ലിങ്ക്ഡ് ടു ഫോസ്ഫറസ് ആസിഡ് അറ്റ് 5' പൊസിഷൻ ഓഫ് ഷുഗർ മോയിറ്റി വി ഗെറ്റ് ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡും എന്താണെന്ന് അറിയാം, ബയോമോളിക്യൂൾസിലെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് ആരത്തിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ ക്വസ്റ്റ്യനകത്ത് മാഗ്നറ്റിക് കോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാവുന്ന കേസാണ്. മാഗ്നറ്റിക് കോൺ നമ്പറിൻ്റെ വാല്യൂ എത്ര എണ്ണം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ ആൻസർ പറയാം, നമ്മൾ 2l+1 എന്നാണ് ആൻസർ പറയാം. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ ഇല്ല, പക്ഷേ L ഈസ് ഈക്വൽ എന്നൊരു ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ L ഈസ് ഈക്വൽ ടു അല്ലേ m-1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, m-1 ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കേണ്ടി വരും, റൈറ്റ്. ഓക്കെ, ഇതിനകത്ത് m എന്ന് പറയുന്നില്ല, പകരം Nm എന്നാണ് മാഗ്നറ്റിക് കോൺ നമ്പർ കാണിച്ചിട്ടുള്ളത്. സോ ആൻസർ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 73 ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്.
റിയാക്ഷൻ HBr, മാർക്കോണിക്കോസ് അഡീഷൻ അല്ലേ. മാർക്കോണിക്കോസ് അഡീഷൻ റിയാക്ഷൻ എന്നൊക്കെ അറിയുന്നതാണ് അല്ലേ. അത് കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാക്കിയുള്ള റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാർബോകാറ്റോൺ എഴുതിയാൽ മതി. ഇതാ കാർബോകാറ്റോൺ എഴുതിയാൽ CH3 CH ഓക്കെ CH3 അല്ലേ. HBrൻ്റെ റിയാക്ഷൻ റൈറ്റ് ഫോളോയിങ് റിയാക്ഷൻ CH3 ഓക്കെ ജസ്റ്റ് അപ്പോൾ OH ജസ്റ്റ് OH ഒന്ന് പോകുന്നു അല്ലേ. അപ്പോൾ റിയാക്ഷൻ ഇത് അഡീഷൻ റിയാക്ഷൻ അല്ല കേട്ടോ. CH3 എന്നാണ്. ഓക്കെ ഇവിടെ പ്ലസ് ചാർജ് വരും. ഓക്കെ ഇത് ജസ്റ്റ് പിന്നെ HBr വെച്ചിട്ട് അപ്പോൾ എന്താകും ഇവിടെ H ഉണ്ട്. ആ H എന്ത് ചെയ്യുന്നു, H ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് CH3 CH ഓക്കെ ഇവിടെ CH3 CH2 CH3 എന്നാകും. ഇവിടെ എന്തുണ്ടാകും, ഇവിടെ CH3 പ്ലസ് ഉണ്ടാകും, അവിടെ OH വരും. ഓക്കെ അപ്പോൾ ആൻസർ എന്ത് വരിക, ഇതിനകത്ത് ആൻസർ Br വരുന്നത് എവിടെ ആയിരിക്കും, ഇതിനകത്തായിരിക്കും. ഈ ഓപ്ഷൻ 1 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ HBr റിയാക്ഷൻ. ഓക്കെ SN1 മെക്കാനിസം. SN1 മെക്കാനിസം ആണ്. മാർക്കോണിക്കോസ് അഡീഷൻ അല്ല, അഡീഷൻ റിയാക്ഷൻ അല്ല. OH പോയിട്ട് Br വരുന്ന റിയാക്ഷനാണ്. ഓക്കെ HXുമായുള്ള ആൽക്കഹോളിൻ്റെ റിയാക്ഷനാണ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 96 ആണ്. സിമ്പിൾ റിയാക്ഷൻ അല്ലേ. CH3 CHOനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക, CH3 CHOനെ റെഡ്യൂസ് ചെയ്താൽ CH3 CH2 OH എന്ന് കിട്ടും അല്ലേ. പിന്നെ ഡീഹൈഡ്രേഷൻ H2SO4 വെച്ചിട്ട് അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 എന്നാകും. ഓക്കെ അതിനുശേഷം HBr റിയാക്ട് ചെയ്യുന്നു. സാധാരണ HBr റിയാക്ട് ചെയ്യുമ്പോൾ Hഉം Brഉം വരും. CH3 CH2 Br എന്നായിരിക്കും. ഓക്കെ പിന്നെ റിയാക്ട് ചെയ്യേണ്ടത് ബ്രോമോ അല്ലേ ബെൻസീനുമായിട്ടാണ്. ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ ഡ്രൈ ഈതർ എന്താ റിയാക്ഷൻ ഉണ്ടാവുക, റിയാക്ഷൻ അല്ലേ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് അല്ലേ. ഇതായിരിക്കും ചിലപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ ഇൻ അസിഡിക് കണ്ടീഷൻ നമ്മൾ സാധാരണ എഴുതുന്ന റിയാക്ഷൻ ഈവൺ മെക്കാനിസം ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ OH ഇവിടുന്ന് പോയിട്ട് എന്തുണ്ടാകും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും. ഓക്കെ അപ്പോൾ ഈ ഓപ്ഷൻ 4 ആണ്. 4ൽ നോക്കൂ നിങ്ങൾ, ഇവിടെ NO2 ഇവിടെ പ്ലസ് ചാർജ് ഉണ്ടാകുന്നു. ഈ ഒരു കാർബോഹൈഡ്രേറ്റിനായിരിക്കും ഇതിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്. ഓക്കെ അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസറായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ ഇതിനകത്ത് ഒരു കൈനറ്റിക് പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് സാധാരണ കൈനറ്റിക് പ്രൊഡക്റ്റ് ആണ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഹീറ്റിനെ കുറിച്ചും പറയാത്തതുകൊണ്ട് ഇതായിരിക്കും ആൻസർ ഉണ്ടാവുക. ഇത് തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മിക്കവാറും ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 3 ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് അങ്ങനെ ചിന്തിക്കാൻ ചാൻസ് ഇല്ല, നോർമൽ കണ്ടീഷനാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 4 തന്നെ ആയിരിക്കും. ഇവിടെ ഒരു ചാൻസ് ഉള്ളത് ഈ കോമ്പൗണ്ട് ഇങ്ങനെ ഇവിടെ NO2 N ഡബിൾ ബോൺ O ഇതാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഇവിടെ പ്ലസ് ചാർജ് വന്ന് ഈ OH പോയി ഇങ്ങനെ ഇവിടുന്ന് ഒരു H ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ബോണ്ട് വരുന്നത് ഇങ്ങനെ ആൽക്കിന് വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ചാൻസ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ 3 ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ റിയാക്ഷനെ കുറിച്ച് വേറെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 4 തന്നെ ഇതിൻ്റെ ആൻസറായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഈതറിൻ്റെ HXുമായുള്ള റിയാക്ഷനാണ്. റിയാക്ഷൻ സിമ്പിൾ അല്ലേ. ഒരുപാട് കേസ് 1 കേസ് 2 കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ 4th കേസായി കൊടുത്തൊരു സംഭവമാണ് ബെൻസൈൽ അല്ലേ. ബെൻസൈൽ ഈതറിനെ കുറിച്ച്. ബെൻസൈൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ബെൻസൈലിക്കാണ്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അത് അരോമാറ്റിക് ആയിട്ടുള്ള അരയിൽ ഈതറുമാണ്. 2 കേസും അല്ലേ. വേണമെങ്കിൽ ഈ ഇവിടെ നോക്കുകയാണെങ്കിൽ അതൊരു 4th കേസും അവിടെ നോക്കിയാൽ നമ്മൾ 3rd കേസായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക, ആൻസർ ഇവിടുന്ന് CH2 അല്ലേ, CH2 I എന്നുണ്ടാകും. പ്ലസ് മറ്റേ ഭാഗത്ത് ഇതിൻ്റെ OH വരും അല്ലേ. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ.
വളരെ സിമ്പിൾ. നമ്മൾ സാധാരണ നമ്മുടെ മെറ്റീരിയലും നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് എങ്കിലും സൂക്ഷിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ഓക്കെ, താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്കിനി ഇനോർഗാനിക് ഫിസിക്കൽ ഏരിയത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫിസിക്കലായാലും ഇനോർഗാനിക് ആയാലും ഏതായാലും നമ്മുടെ യൂണിവേഴ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളൂ അല്ലേ. ഇപ്പോൾ പി സാർ ആയാലും CR ആയാലും ഏത് സാറുമാരെടുത്ത് അതേ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്ത് യൂണിവേഴ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലമാറ്റിക് ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സ് ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നു അല്ലേ. പലരും ഡൗട്ട് അടിക്കാനൊക്കെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൗട്ടും വേണ്ട. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ദ അസേഷൻ റീസൺ ടൈപ്പാണ്. എ റിയാക്ഷൻ ക്യാൻ ഹാവ് 0 ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻസ് 0 ഉണ്ടോ? പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്. പലരും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസിൽ ആക്ടിവേഷൻസ് എന്താണ്? 0 വരും അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. ദ മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി അബ്സർവ് ബൈ ദ റിയാക്ഷൻ മോളിക്യൂൾസ് ഓഫ് ദയർ എനർജി ബിക്കം ഈക്വൽ ടു ത്രഷോൾഡ് വാല്യൂ ദാറ്റ് ഇസ് കാൾഡ് ആക്ടിവേഷൻ എനർജി അല്ലേ. നമ്മുടെ ബുക്ക് പറഞ്ഞ പെർഫെക്റ്റ് ഡെഫിനേഷൻ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എയും കറക്റ്റാണ്, ബിയും കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും അല്ലല്ലോ. ഇത് ആക്ടിവേഷൻ്റെ ഡെഫിനേഷൻ മാത്രമാണ്. അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റും ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. ആൻസർ ഈസ് എന്താണ്? 2 അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോയി നോക്കാം. അടുത്ത സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന NCERT ബുക്കിലുള്ള അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഒരു കോമ്പൗണ്ട് 2 എലമെൻറ്റ്സ് A and B ഉണ്ട്. ദ ബി ഫോം ക്യൂബിക് ക്ലോസ് പാക്കറ്റ് ആണ്. ഓക്കെ, ബി ക്യൂബിക് ക്ലോസ് പാക്കറ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് CCP ആണ് എത്രയാണ്? 4 അല്ലേ. ഒറ്റയടിക്കാൻ നമ്മൾ ഇത് വെക്കുന്ന ടോപ്പിക് തന്നെയാണ്. ദെൻ അടുത്തത് സ്ട്രക്ചർ A ഒക്കുപ്പൈ 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വേർഡ് അല്ലേ. N പാർട്ടിക്കിൾ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വേർഡ് എത്രയാണ്? 2N അല്ലേ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും 1/3 ഓഫ് ടെട്രാഹെഡ്രൽ വേർഡ് എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 2N. 2N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 2 ദാറ്റ് ഇസ് എത്രയാണ്? 8 അല്ലേ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? A 8/3 ദാറ്റ് ഇസ് ഈക്വൽ ടു B 4 അല്ലേ. നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A 8 B എന്തെന്ന് കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് A2 B3. നമ്മളോട് സാധാരണ ഫോർമുല എന്താണെന്നാണ് ചോദിക്കാറ്. ഇവിടെ ഫോർമുല അല്ല, നമ്മൾ എഴുതിയ x+y എത്രയാണ്? ദാ AXഉം BYയും ആണെങ്കിൽ x+y എത്രയാണ്? 2 3 എടാ 2 3 എത്രയാടാ? 5 അല്ലേ. ആൻസർ എന്താണ്? 1. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ സോൾഡ് എന്ന് വന്നു അല്ലേ. അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ KFC വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പിന്നെ ഒരു സ്ഥിരം പാറ്റേൺ പോലെ തന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്കറിയാം ഒരു പ്രോബ്ലമാറ്റിക് ചാപ്റ്ററാണ്, അതിൽ നിന്നും ചില തിയറി ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മോഡൽ തന്നെയാണ്. ഇതിലേതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആറ്റംസ് ഓഫ് ആൾ എലമെൻറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് എ 2 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ. 2 അല്ലടാ 3 അല്ലേ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഡിസ്കവറിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻകറക്റ്റ് ആണെന്ന് പറയാം. ദ മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ, നമുക്ക് ഏത് പാതിരാത്ത് ചോദിച്ചാലും കിട്ടുന്നതാണ് മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻³ ഇതൊക്കെ കൊച്ചുകുട്ടിക്ക് അറിയുന്നതാണ്, കറക്റ്റാണ് അല്ലേ. പിന്നെ ആൾ ഐസോട്ട് ഓഫ് ഗിവൺ എലമെന്റ് ഷോ സെയിം കെമിക്കൽ പ്രോപ്പർട്ടി 100% നമ്മൾ ഇതാക്കുന്നു. പിന്നെ പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് കൾച്ചറലി കോൾഡ് ന്യൂക്ലിയോൺസ് ആണോടാ, അല്ല. ഓക്കെ, ദെൻ അടുത്തത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി റിഗാർഡ്സ് ദ ആറ്റം അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ അല്ലേ. ഡാൾട്ടൺ തിയറി തുടങ്ങിയതുകൊണ്ടാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം BCE. ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? BCE. ദാ ഓപ്ഷൻ നമ്പർ ഏതാണ്? 4 അല്ലേ. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അത് താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റെബിലിറ്റിയാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റെബിലിറ്റി ഓർഡർ? എടാ താലിയം, ഇൻഡിയം, അലുമിനിയം ഇവരുടെയൊക്കെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഇതൊക്കെ എന്താണ് ഗ്രൂപ്പ് 13 ആണ്. നമുക്കറിയാം ദ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. എടാ താഴത്തോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനേർട്ട് പെയർ ഇഫക്റ്റ് കാരണത്താൽ മുകളിൽ നിൽക്കുന്നവർക്ക് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ലോവർ അല്ലേ. താഴെ നിൽക്കുന്നവർക്ക് പൂർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡിയാൻ ഓഫ് ഇലക്ട്രോൺ കാരണം എസ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല. വളരെ സിമ്പിളായിട്ട് അറിയുന്ന കാര്യം തന്നെ. അപ്പോൾ +1 ഈസ് മോർ സ്റ്റേബിൾ ദാൻ എന്താണ്? +3 അല്ലേ. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ താലിയത്തിന് +3 +1 എടത് കറക്റ്റ് ആണോ? താലിയത്തിന് +3 ആണോ സ്റ്റേബിൾ? അല്ല, +1 ആണ് സ്റ്റേബിൾ, കാരണം താലിയം താഴെ കിടക്കുന്ന മെമ്പറാണ് അല്ലേ. അപ്പോൾ 1 തെറ്റാണ്. ഇൻഡിയത്തിന് +3 ആണോ സ്റ്റേബിൾ? അല്ല, +1 ആണ് സ്റ്റേബിൾ. അലുമിനിയത്തിന് +3 ആയിരുന്നു സ്റ്റേബിൾ, ഇവിടെ +1 എന്ന് എഴുതിയിട്ടുണ്ട്, അതും തെറ്റാണ് അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്? 4. ഇവിടെ താലിയം +1, ഇവിടെ താലിയം +3. താലിയത്തിന് +1 ഈസ് മോർ സ്റ്റേബിൾ ദാൻ എന്താണ്? +3. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അടുത്തൊരു ക്വസ്റ്റ്യനും കടന്നു വന്നിട്ടുണ്ട്. സോ നമുക്ക് വളരെ പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി കണക്ട് ചെയ്ത് വരുന്ന ഒരു അവിടുന്ന് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ നമ്മൾ കണ്ടൊരു പാറ്റേൺ എന്താ വെച്ചാൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിന് പോലും തിയററ്റിക്കലി ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങളോട് വീണ്ടും അസേർഷൻ റീസൺ. ഇപ്പം നീറ്റിന് കുറച്ച് കാലങ്ങളായിട്ട് അസേർഷൻ റീസണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം, പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ടൈം ഒരു പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ ∆G = -NF E cell അല്ലെ നമ്മൾ പഠിക്കുന്ന ബേസ് ഇക്വേഷൻ, അത് കറക്റ്റ് തന്നെയാണ്, നോ ഡൗട്ട്. ദ E cell ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി അല്ലേ, വളരെ ഈസി ആയിട്ട് അറിയാം എന്താണ്, രണ്ടും കറക്റ്റ് ആണ്. മറ്റേ എന്താണ് എക്സ്പ്ലനേഷനാണ്. വളരെ സിമ്പിളായിട്ട് അതും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. ടൈം മാത്രം നോക്കിയാൽ മതി, പക്ഷേ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈം എടുത്താലും ആൻസർ കിട്ടും. ദെൻ അടുത്തത് P ബ്ലോക്ക്. സെക്കൻഡ് ഇയർ P ബ്ലോക്കിലെ ഗ്രൂപ്പ് 16 കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്സാസിസ് പറയുമ്പോൾ ഗ്രൂപ്പ് 15 ഫോസ്ഫറസിൻ്റെ ഓക്സാസിസ് പോലെ തന്നെ 16 ഓക്സാസിസ് നമുക്ക് അറിയുന്നുണ്ടാവും. ഇത് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. എന്താണ് കണക്ട്? പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2 സൾഫർ ഉണ്ട്, അതുമാതിരി തന്നെ ഇടയിൽ പെറോക്സോ ബോണ്ടിലെ SOS, പിന്നെ നമ്മൾ കൊടുക്കുന്ന S ഡബിൾ ബോണ്ടോ OH അല്ലേ. ഇതല്ലേടാ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്തായാലും നമ്മൾ ആദ്യം നോക്കേണ്ട SOS ബോണ്ടാ. അത് ഇതിൽ ഏതിലുള്ള നോക്കിയാൽ മതി അല്ലേ. SOS ബോണ്ട് ഏതിലുണ്ട്? 1 3 2. ദെൻ അടുത്തത് സൾഫ്യൂരിക് ആസിഡ്. ഏത് കൊച്ചുകുട്ടികൾക്കറിയാം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ S ഡബിൾ ബോണ്ടോ OH അല്ലേ. 2 OHകളുണ്ട്, 2 S ഡബിൾ ബോണ്ടുകളുണ്ട്. എവിടെയാണ് ഓപ്ഷൻ വരുന്നത്? 2 OH 2 S. നമ്മുടെ ആൻസർ ഏതാണ്? 4 പൈറോ സൾഫ്യൂരിക് ആസിഡ് അല്ലേ, ഒലിയം. പൈറോ സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ ഒലിയം. 2 ഓക്സിജൻ ഉണ്ടെങ്കിൽ ഏതായിരുന്നു SO8 ആണെങ്കിൽ ഒരു ഓക്സിജൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ H2SO7 എന്ന് പറയുന്ന ഒലിയം അല്ലേ. SOS ബോണ്ടുള്ള ഒലിയം നമ്മൾ നോക്കുന്ന സമയത്ത് SOS ബോണ്ട് ചെയ്തിട്ടുണ്ട് 1 ദെൻ സൾഫ്യൂറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H2SO3 S ഡബിൾ ബോണ്ടോ OH അല്ലേ. ഇതേതാണ് ആൻസർ വരുന്നത്? നമ്മൾ നോക്കുന്ന സമയത്ത് 2 SOH ബോണ്ട് ആൻഡ് 2. അപ്പോൾ ആൻസർ വരിക 1 3 അതുമാതിരി തന്നെ B 4 ഓക്കെ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമാതിരി തന്നെ C 1 അതേമാതിരി തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് D ഏതിലോട്ടാണ്? 2 നമ്മൾ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് കിട്ടുന്ന നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓക്സാസിസ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഉഷാറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അതേമാതിരി ഒന്ന് ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും അല്ലേ. നമ്മളിത് പറഞ്ഞ പോലെ തന്നെ മാർക്ക് ചെയ്യുക അല്ലേ. നമ്മൾ നോക്കുന്ന സമയത്ത് 1 ഏതിലോട്ടാണ് ഞാൻ പറഞ്ഞത്? 1 D ഓക്കെ. 1 3 A3 അതേമാതിരി തന്നെ A3 ഇവിടെ ഉണ്ട്. അതുമാതിരി തന്നെ B എന്തായിരുന്നു? B4 അല്ലേ. B4 അതുമാതിരി തന്നെ C എന്താണ്? 1 C1 D എന്താണ്?
എന്താണ് 2 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ദെൻ നെക്സ്റ്റ് അല്ലേ, സൾഫ്യൂറസ് ആസിഡ് 2SOH ബോണ്ട് 2S. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question, what fraction of one adjacent octahedral volts lies in a one unit cell FCC? FCCയുടെ ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മുടെ FCC ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ എത്രയാടാ, ഏത് ക്രിസ്റ്റലായാലും വൺ എഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 4 പേരല്ലേ. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന എത്രയെന്ന് വെച്ചാൽ എത്രയാടാ, 1/4. നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന അല്ലേ, എഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര കോൺട്രിബ്യൂഷൻ, 1/4. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ഥിരം പാറ്റേൺ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടാണ്. ഫിസിക്കൽ കെമിസ്ട്രി പ്രോബ്ലമാറ്റിക് ആയിട്ട് വരേണ്ട ചാപ്റ്ററാണ്, പക്ഷെ തിയറി ആയിട്ട് എന്ത് ചെയ്തു നമ്മൾ കളിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പിമിസി സ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഏതാടാ, സോൾഡിസോൾ. പക്ക NCERT-യിലെ സോൾഡിസോൾ നമ്മുടെ NCERT ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ നോട്ട് ടേക്സ് ദ blast furnace between 900 Kelvin to 1500 Kelvin temperature. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസിനെ കണ്ട് ചെയ്ത് എടാ നീറ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബ്ലാസ്റ്റ് ഫർണസിലെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് നമ്മുടെ NCERT ബുക്കിൽ അല്ലേ, മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു മെറ്റൽസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് ബ്ലാസ്റ്റ് ഫർണസ്. ആ ബ്ലാസ്റ്റ് ഫർണസ് പ്രത്യേകം NCERT ബുക്ക് നിങ്ങൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കടാ, ഇവിടെ ഇങ്ങനെ പ്രത്യേകം ഓരോ ടെമ്പറേച്ചർ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 900 to ഓരോ ടെമ്പറേച്ചറിലും ഏതൊക്കെ റിയാക്ഷൻ നടക്കും നമ്മുടെ NCERT ബുക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കാണുന്നതാണ് ലോ ടെമ്പറേച്ചറിലാണ് CO റെഡ്യൂസിങ് ഏജന്റ്. നമുക്ക് എന്ത് വെച്ചിട്ട് പറയാം, ഇൽഹാം ഡയഗ്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ ബുക്ക് ഒന്ന് നോക്കിയാൽ മതി. ആ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഈ ഒരു ടെമ്പറേച്ചർ റീജിയനിൽ ഈ 3 റിയാക്ഷൻസ് നമുക്ക് വളരെ ഉഷാറായിട്ട് കാണാൻ പറ്റും. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറയുന്നതാ CO റെഡ്യൂസിങ് ഏജന്റ് ആണ് Fe2O3. അത് ലോ ടെമ്പറേച്ചറിലാണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ NCERT ബുക്കിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും. ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വളരെ അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 100 നമ്മുടെ മെറ്റലർജി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, number 55. The conductivity of centimolar solution of KCl 25 degrees Celsius നമുക്ക് conductivity തന്നിട്ടുണ്ട്. Then resistance cell containing solution of 25 degrees Celsius നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് സെൽ കോൺസ്റ്റന്റ്. ഓക്കെ, കാപ്പസ് ഈക്വൽ ടു 1/R into L/A അല്ലേ. നമുക്ക് ബേസിക് ഇക്വേഷൻ നിന്ന് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ സെൽ കോൺസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്, R into എന്താണ് കപ്പ. ആറിൻ്റെ വാല്യൂ എത്ര, 60 into K എത്രയാണ്, 0.012. ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആൻസർ ആവുന്നു. എത്രയുടെ 6 into 0.2 എന്ന് പറഞ്ഞാൽ 1.2 അല്ലേ, 1.26 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മതി. നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ നമ്പർ 55-ൻ്റെയും ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്സ്മെൻ. ഇത് നമുക്കറിയാം നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ. അതായത് ദ ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് വാട്ടർ ബോഡീസ് ലീഡ്സ് ടു ദ യൂട്രോഫിക്കേഷൻ. അല്ല, നമുക്കറിയാം യൂട്രോഫിക്കേഷൻ നമുക്ക് കാരണം അറിയും. ഫോസ്ഫേറ്റിക് ആൻഡ് ന്യൂട്രിയൻസ് ഒക്കെ വെള്ളത്തിൽ കൂടുന്ന സമയത്ത് ആൽഗെ ഗ്രോത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ യൂട്രോഫിക്കേഷൻ. അപ്പോൾ ഡെഫിഷ്യൻ്റ് അല്ല, പകരം എന്താണ്, ന്യൂട്രിയൻസിൻ്റെ എക്സസ് ആണ് യൂട്രോഫിക്കേഷൻ കാരണമാകുന്നത്. പിന്നെ യൂട്രോഫിക്കേഷൻ ലീഡ്സ് ടു ദ ഡിക്രീസ് ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദി വാട്ടർ ബോഡീസ് എന്താണ്, കറക്റ്റാണ് അല്ലേ. അത് എന്ത് ചെയ്യുന്നു, വാട്ടർ ബോഡിത്തെ ഓക്സിജൻ കുറച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു, പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും 1 എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ആൻഡ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് എന്താണ്, ഫാൾസ്. അല്ല, നേരെ തിരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് 2 ഈസ് എന്താണ്, ട്രൂ അല്ലേ. നമുക്ക് പറയാൻ പറ്റും ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ എത്രയാണ്, 4 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമ്മുടെ P ബ്ലോക്കിനെ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇയർ P ബ്ലോക്കിനെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. വളരെ സിമ്പിളായിട്ട് നമ്മളൊക്കെ നോർമലി ഒരു NCERT ബുക്ക് നോർമലി വായിച്ചാൽ തന്നെ കിട്ടാവുന്ന പോയിന്റാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കോക്ക് എന്താണ്, ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് അല്ലേ. കോക്കിനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലാസ്റ്റ് ഫർണസിൽ പോലും റെഡ്യൂസ് ചെയ്യാം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ, ആ ബ്ലാസ്റ്റ് ഫർണസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അവിടെയൊക്കെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, കോക്കാണ്. പിന്നെ ഡയമണ്ട് അല്ലേ, ബാക്കി 2 sp2 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ കാർബണിൻ്റെ എല്ലാ sp3 ഹൈബ്രിഡൈസേഷൻ ഏതാണ്, ഡയമണ്ട് ആണ് അല്ലേ. ആ മാതിരി തന്നെ ഫുള്ളറിൻ എന്താണ്, ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലേ. ആ മാതിരി ഗ്രാഫൈറ്റ് ആറ്റാസെ എന്താണ്, ഡ്രൈ ലൂബ്രിക്കൻറ്റ് അല്ലേ. നോർമലി നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52. ഇതാ എ ഏതിലോട്ടാണ്, 3ലോട്ട്. അതേമാതിരി തന്നെ B 1ലോട്ട്, C 4ലോട്ട്, D എത്രയിലോട്ടാണ്, 2ലോട്ട്. ആൻസർ ഈസ് എന്നാണ് 3 അല്ലേ. A3 B1 C4 D2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഓർഗാനിക്കിനെ കണ്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഹക്കൽ റൂൾസ് പോസിബിൾ ആയത് അല്ലേ, എത്രണ്ണത്തിൽ ഹക്കൽ റൂളിൽ നോക്കുമ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ഹക്കൽ റൂൾസ് നമ്മൾ നോക്കുന്ന സമയത്ത് പൈ ഇലക്ട്രോൺസ് എത്രയാണ് 2 5 അത് 10 അല്ലേ. 4n+2 പൈ ഇലക്ട്രോൺസ് 10 കിട്ടുന്ന സമയത്ത് നമുക്ക് പറഞ്ഞൂടെ 4n+2 = 10 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹക്കൽ റൂൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഓക്കെയാണ്. അതുമാതിരി തന്നെ ഇവിടെ 6 ഇലക്ട്രോണാണ് വരുന്നത്. 4n+2 = 6 ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ഹോൾ നമ്പർ കിട്ടും, ഹക്കൽ റൂൾ പോസിബിൾ ആണ്. ദെൻ അതേമാതിരി തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് 4n+2 = 2 ഇത് ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ് 1 2 3 ഓക്കെ 4 അല്ലേ, ടോട്ടൽ 4 എന്താണ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ SB സാറ് ഡിസ്കസ് ചെയ്യും അല്ലേ. അപ്പോൾ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യുക, ഇനി എക്സാം റിസൾട്ട് അറിഞ്ഞ് വെയിറ്റ് ചെയ്യുക, നല്ല മാർക്കൊക്കെ കിട്ടുമെന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഗുഡ് ബൈ. Students, we are going to discuss some physical chemistry and inorganic chemistry questions from Neet 2023. Okay. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ബിറ്റ്വീൻ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ദാറ്റ് വിൽ ഇൻക്ലൂഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ അല്ലേ കംസ് ഫ്രം ദ ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ് അല്ലേ, ഈ അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാണ്ടർവാൾ ഫോഴ്സസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അത് ഡയറക്റ്റായി NCERT പറയുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് പെടുക അല്ലേ. ഇപ്പോൾ ഡൈപോൾ ഫോഴ്സസ് അല്ലേ, ഡൈപോൾ ഫോഴ്സസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അല്ലേ, അത് എന്ന് വെച്ചാൽ രണ്ട് പോളാർ സ്പീഷീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് അല്ലേ. ദാറ്റ് കംസ് അണ്ടർ എന്താണ് നമ്മുടെ വാണ്ടർവാൾ ഫോഴ്സസ് അല്ലേ. പിന്നെ ഓപ്ഷൻ ബി ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് അല്ലേ. ഒരു
പോളാർ സ്പീഷീസും മറ്റൊരു പോളാർ സ്പീഷീസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് ഇത്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ് അണ്ടർ വാണ്ടർവാൾ ഫോഴ്സ് അല്ലേ. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ, ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്കറിയാം ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് എന്താണ്, ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഓക്കെയാണ്, റെഡി ആണ്. പിന്നെ ഓപ്ഷൻ ഇ നോക്കുകയാണെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സസ് അല്ലേ, നമുക്കറിയാം രണ്ട് നോൺ പോളാർ സ്പീഷീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് എന്ത്, ഡിസ്പേർഷൻ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ മീൻസ് ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, കോവാലൻ ബോണ്ടിങ് അല്ലേ, അത് ഇതിൽ വരില്ല, മീൻസ് വാണ്ടർവാൾ ഫോഴ്സിൽ എന്ത് ചെയ്യില്ല, വരില്ല അല്ലേ. അപ്പോൾ ഇൻക്ലൂഡ് ആവുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് പറഞ്ഞേ, എ ബി സി ആൻഡ് ഇ അല്ലേ. അപ്പോൾ ഏതേക്കാരം ഓപ്ഷൻ വരിക, ഓപ്ഷൻ 3 ആയിരിക്കും വരിക. റെഡി അല്ലേ? ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ചോദിച്ചു, എന്താണ് ചോദിച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ഹൈഡ്രജൻ അല്ലേ. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്, ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഹെവി മെറ്റൽ ഓക്സൈഡ്സ് ടു മെറ്റൽസ് എന്നാണ് പറയുന്നത് അല്ലേ. ആണ്, നമ്മൾ ഹൈഡ്രജൻ്റെ യൂസസിൽ ഇത് പറയുന്നുണ്ട് അല്ലേ, മെറ്റലർജിയിൽ വരുന്ന യൂസാണ് ഇത്, ഹെവി മെറ്റൽ ഓക്സൈഡ്സിനെ മെറ്റലാക്കി മാറ്റാൻ അല്ലേ ഹൈഡ്രജൻ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. റെഡിയാണോ? ആണ്, അപ്പോൾ അത് കറക്റ്റാണ്. ബി എന്താണ് പറയുന്നത്, ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി റിയാക്ഷൻ മെക്കാനിസം അല്ലേ. എന്താണ് ഹെവി വാട്ടർ, D2O അല്ലേ. ഓക്കെ, നമുക്കറിയാം ഹെവി വാട്ടറിൻ്റെ യൂസസിൽ അത് പറയുന്നുണ്ട് അല്ലേ, മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണ്ടക്ടിങ് ദിസ് എക്സ്ചേഞ്ച് റിയാക്ഷൻസ്. റെഡി ആണ്. ഓക്കെ, നൗ സി അല്ലേ, ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ടു മേക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഫ്രം ഓയിൽസ് അല്ലേ. അത് ഹൈഡ്രജൻ്റെ യൂസസിൽ പറയുന്നുണ്ട് അല്ലേ, എന്താണ് നമ്മുടെ വെജിറ്റബിൾ ഓയിൽസിനെ അല്ലേ എഡിബിൾ ഫാറ്റ്സ് ആക്കി മാറ്റാൻ അല്ലേ, മീൻസ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ കാറ്റലിസ്റ്റ് ആരാണ്, നിക്കലാണ്. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്, ദ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൾപ്പി ഈസ് ദ ലോവസ്റ്റ് ആസ് കമ്പയർഡ് ടു എ സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ് ഓഫ് എനി എലമെന്റ് അല്ലേ. ഈ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ വളരെ എന്താണ്, സ്ട്രോങ്ങർ ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസോസിയേഷൻ വളരെ കുറവാണ് എന്നൊക്കെ NCERT സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലേ, അതിൻ്റെ റിയാക്ടിവിറ്റി കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞത്, ഇവിടെ ലോവസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അതെന്താണ്, തെറ്റാണ്. എന്താണ്, ഹയസ്റ്റ് ആണ് അല്ലേ, ആണ്. ഓക്കെ, ആണ്. ഈ എന്താണ് പറയുന്നത്, ഹൈഡ്രജൻ റെഡ്യൂസസ് ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ദാറ്റ് ആർ മോർ ആക്റ്റീവ് ദാൻ അയൺ അല്ലേ, ആണ്. മീൻസ് ഹൈഡ്രജൻ കുഴപ്പമില്ലാത്ത ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേ, ആണ്. പക്ഷേ അതിന് മീൻസ് അയണിനേക്കാളും ആക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനെ അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റൽ ഓക്സൈഡ്സിനെ എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ, മീൻസ് മെറ്റലാക്കി മാറ്റാൻ പറ്റുള്ളൂ. റെഡി ആണോ? ആണ്. അപ്പോൾ ഈ ഒരു ഇ എന്ന് പറയുന്ന കോമ്പിനേഷനും എന്താണ് അല്ലേ, മീൻസ് റോങ് ആണ്. ഓക്കെ, അപ്പോൾ നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയായിരിക്കും, കോമ്പിനേഷൻ ഡി ആൻഡ് ഇ ആണ് വരിക അല്ലേ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ 3 ആണ് വരിക. റൈറ്റ് ആണ്. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, so this is a question from the chapter chemical kinetics, right? ആണ്. എന്താണ് ക്വസ്റ്റ്യൻ, ഫോർ എ certain reaction the rate is equal to k into concentration of A raised to 2 and concentration of B raised to 1 അല്ലേ. നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. Right? Okay. When the initial concentration of A is tripled, keeping the concentration of B constant, the initial rate would be അല്ലേ, ആണ്. നമുക്കറിയാം എന്താണ് അല്ലേ, റേറ്റ് എന്ന് വെച്ചാൽ അല്ലേ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും അല്ലേ. പക്ഷേ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യൂല, ചേഞ്ച് ചെയ്യില്ല. റൈറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് അവർ ഇനീഷ്യൽ റേറ്റ് RI ആണെന്ന് എടുത്തോ അല്ലേ, അപ്പോൾ അതെന്താണ് K ഇൻറ്റു അല്ലേ കോൺസെൻട്രേഷൻ ഓഫ് A റേസ്ഡ് ടു 2 കോൺസെൻട്രേഷൻ ഓഫ് B. റൈറ്റ് ആണ്. ഇനി എന്താണ് ചെയ്തത്, വാട്ട് ഈസ് അവർ ഫൈനൽ റൈറ്റ്, RF അല്ലേ. ഇക്വിലിബ്രിയം മീൻസ്
ഇവിടെ എന്താണ് ഇവിടെയുള്ള നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യൂല, മാറൂല അല്ലേ. നമ്മൾ ഈ എന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാണ്, ട്രിപ്പിൾ ചെയ്യാണെന്ന് വെച്ചാൽ എന്താണ് 3a ആക്കാണ് അല്ലേ. ആണ് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, മീൻസ് റേസ്ഡ് ടു 2 ഉണ്ട് അല്ലേ. ആണ് പിന്നെ ബീൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത് അല്ലേ, RF is equal to അല്ലേ എന്താ വരിക, ഈ 3² എന്താണ് 9 ആണ് അല്ലേ, 9. ബാക്കി പിന്നെ എന്താ ഉണ്ടാവുക, K, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് A റേസ്ഡ് ടു 2, കോൺസെൻട്രേഷൻ ഓഫ് B അതേപോലെ തന്നെ, റൈറ്റ് ആണ്. സോ RF is equal to അല്ലേ 9 അല്ലേ. ബാക്കിയുള്ള ഇതെന്താണ് സംഭവം, ഇതെന്താണ് RI ആണ്. റെഡി ആണോ? ആണ്. സോ വാട്ട് ഹാപ്പൻസ് ടു റൈറ്റ് ഈസ് ദാറ്റ് അല്ലേ, RF is equal to 9 RI എന്ന് പറഞ്ഞാൽ അല്ലേ റേറ്റ് എത്ര ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, 9 ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. സോ യു ക്യാൻ ഗോ ഫോർ ദ ഓപ്ഷൻ 3 ദാറ്റ് ഈസ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് എന്താ 9 ആണ്, റൈറ്റ്. ഓക്കെ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, so this is a question from the chapter chemical thermodynamics, right? Which among the following options is the correct relation between the change in enthalpy and change in internal energy, right? അല്ലേ ചേഞ്ച് ഇൻ എൻതാൾപ്പി എന്ന് പറയുമ്പോൾ ΔH അല്ലേ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ΔU, ഇത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള റിലേഷൻ ആണ് നമുക്ക് ചോദിക്കുന്നത് അല്ലേ. ബേസിക്കലി നമുക്കറിയാം അല്ലേ എൻതാൾപ്പി H is equal to U plus എന്താണ് PV, റൈറ്റ് ആണ്. സോ ΔH is equal to എന്താണ് ΔU plus P ΔV എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. ആണ് അറ്റ് എന്താണ് കോൺസ്റ്റന്റ് പ്രഷർ, റൈറ്റ്. ഓക്കെ. ഇനി മീൻസ് ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ നമുക്കറിയാം എന്താണ് അല്ലേ, നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ് PV is equal to എന്താണ് nRT, PV is equal to nRT. ഓക്കെ. അങ്ങനെയാണെങ്കിൽ P ΔV എന്താണാവുക, P ΔV is equal to അല്ലേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ ടെമ്പറേച്ചർ എന്ത് കാര്യം കോൺസ്റ്റന്റ് കാര്യം, പിന്നെ R എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ പിന്നെ ഏതാണ് ചേഞ്ച് ചെയ്യുക, ഈ N ആണ് ചേഞ്ച് ചെയ്യുക അല്ലേ. അപ്പോൾ ΔNG അല്ലേ RT എന്നാണ് വരിക, റൈറ്റ് ആണ്. സോ അല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ΔH is equal to ΔU plus എന്താണ് ΔNG RT, റൈറ്റ്. ദിസ് ഈസ് ദ റിലേഷൻ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന റിലേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ 2 ആണ് എന്ത് ചെയ്യുക വരിക. ഓക്കെ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one is an example of heterogeneous catalysis അല്ലേ. എന്താണ് heterogeneous catalysis എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ്സ് മീൻസ് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലേ എന്ത് പഠിക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് കറ്റാലിസിസ് പഠിക്കുന്നുണ്ട്. ഹോമോജീനസ് കറ്റാലിസിസ് ഉണ്ട്, ഹെട്രോജീനസ് കറ്റാലിസിസ് ഉണ്ട് അല്ലേ. When the phase of the reactants and the catalyst are different, we call it as എന്താണ് heterogeneous catalysis അല്ലേ. അതിന്റെ എക്സാമ്പിൾസ് NCERT പറയുന്നുണ്ട് അല്ലേ. ആണ് ഇവിടെ എന്താണ് നമുക്ക് ഓരോ ഓപ്ഷൻസ് എന്ത് ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കുക അല്ലേ. ഓപ്ഷൻ 1 എന്താ പറയുന്നത്, ഓക്സിഡേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻടു സൾഫർ ട്രയോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അല്ലേ. ആണ് മീൻസ് ഇത് എന്ന് പറയുന്നത് മീൻസ് സൾഫർ ഡയോക്സൈഡ് SO2 എന്താണ് ഗ്യാസ് ആണ് അല്ലേ. ആണ് സൾഫർ ട്രയോക്സൈഡ് SO3 ഓക്കെ ഇൻ പ്രസൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ് അല്ലേ. ആണ് NO ഗ്യാസ്, റൈറ്റ്. ആണ് നോക്ക് റിയാക്റ്റൻറ്റും ഗ്യാസ് എന്താണ് നമ്മുടെ കാറ്റലിസ്റ്റും എന്താണ് ഗ്യാഷ്യസ് ഫേസ് അല്ലേ. സെയിം ഫേസ് ആകുമ്പോൾ എന്താണ് ഇത് ഹോമോജീനസ് ആണ്. ഇതെന്താണ് ഹോമോജീനസ് റൈറ്റ്, ഹോമോജീനസ് കാറ്റാലിസിസ്. സെക്കൻഡ് ഓപ്ഷൻ നോക്ക്, ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ കാറ്റലൈസ്ഡ് ബൈ H+ അയോൺസ് അല്ലേ. ഇതും നമ്മുടെ NCERT എക്സാമ്പിൾ ഉണ്ട്. എന്താണ് നമ്മുടെ ഷുഗർ അല്ലേ കെയിൻ ഷുഗർ C12H22O11 അല്ലേ in presence of the catalyst H2SO4 getting converted into glucose and fructose അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഷുഗർ കെയിൻ ഷുഗർ എന്താണ് സൊല്യൂഷൻ ആണ് അല്ലേ. ഇവിടെ കാറ്റലിസ്റ്റ് ആരാണ് അല്ലേ H2SO4, അതും എന്താണ് മീൻസ് സൊല്യൂഷൻ ഫേസിലാണ്. അപ്പോൾ അതും എന്താണ് ഹോമോജീനസ് കറ്റാലിസിസ് ആണ്, ഹോമോജീനസ് കറ്റാലിസിസ്, റൈറ്റ്. ആണ് ഓപ്ഷൻ 3 നോക്കി, ഡികമ്പോസിഷൻ ഓഫ് ഓസോൺ ഇൻ പ്രസൻസ് ഓഫ്
നൈട്രജൻ മോണോക്സൈഡ് അല്ലേ. ഓസോൺ ആരാണ്? O3 ഗ്യാസ് ആണ് അല്ലേ. ഇൻ പ്രസൻസ് ഓഫ് നൈട്രജൻ മോണോക്സൈഡ് അല്ലേ, NO എന്താണ്? ഗ്യാസ് ആണ് അല്ല. റിയാക്ടൻറ്റും ഗ്യാസ്, കാറ്റലിസ്റ്റും ഗ്യാസ്. അപ്പോൾ എന്താണ്? ഹോമോജീനസ് കാറ്റലിസിസ്. ഹോമോ റൈറ്റ് ആണ്. ഇനി ഓപ്ഷൻ 4 നോക്കി. കോമ്പിനേഷൻ ബിറ്റ്വീൻ ഡൈ നൈട്രജൻ ആൻഡ് ഡൈ ഹൈഡ്രജൻ ടു ഫോം അമോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് അയൺ. നമുക്ക് വളരെ കോമൺ ആയിട്ട് പോപ്പുലർ ആയിട്ട് അറിയുന്ന ഇക്വേഷൻ ആണ്. മീൻസ് ഹാബേഴ്സ് പ്രോസസ് അല്ലേ. N2 അല്ലേ പ്ലസ് 3H2 gives എന്താണ്? 2NH3 റൈറ്റ് ആണ് അല്ലേ. ഇവിടെ നിന്ന് വെച്ചാൽ ഇവിടെ റിയാക്റ്റൻസ് എന്താണ്? ഗ്യാഷ്യസ് ഫേസിലാണ് അല്ലേ. ഈ അയൺ എന്താണ്? മീൻസ് സോളിഡ് ഫേസ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? മീൻസ് ഹെട്രോജീനസ് കറ്റാലിസിസ് ആണ്. ഹെട്രോ റൈറ്റ് ആണ്. അപ്പോൾ ഏതാണ് ഹെട്രോജീനസ് കറ്റാലിസിസ്? ഇത് ഏതാണ്? ഇതിൽ ഓപ്ഷൻ 4 ആണ്. റെഡി ആണോ? ആണ്. ഓക്കെ. പിന്നെ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബോയിൽസ് ലോ അല്ലേ. നമുക്കറിയാം എപ്പോഴും ഇങ്ങനത്തെ ഗ്രാഫിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലേ, ബോയിൽസ് ലോ എന്താണ്? പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ആണ്. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അല്ലേ ആണ്. നമ്മുടെ NCERT തന്നെ ഉള്ള ഗ്രാഫാണ് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം അല്ലേ. പക്ഷേ നമുക്കറിയാം എന്താണ്? PV is equal to nRT അല്ലേ ആണ്. ഓക്കെ. അപ്പോൾ ഈ കേസിൽ അല്ലേ ഈ ഓപ്ഷൻ 1ത്തെ ഗ്രാഫ് ശരിക്കും എങ്ങനെയാണ് വരേണ്ടത് അല്ലേ? ഇവിടെ T1 ആണ് ഗ്രേറ്റർ അല്ലേ. T1 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T3 ഇങ്ങനെയാണ് വരേണ്ടത് അല്ലേ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഓർഡർ ആണ് വന്നിട്ട്, അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു അല്ലേ. ഇനി ഓപ്ഷൻ 2 നോക്ക് അല്ലേ. പ്രഷർ ഇസ് ഈക്വൽ ടു അല്ലേ nRT by 1/V എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അല്ലേ? ഇവിടെ പ്രഷറും 1/വോളിയം എന്താണ്? ഡയറക്ട്ലി എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ. അവിടെ എന്താണ്? സ്ലോപ്പ് എന്താണ്? വാട്ട് ഈസ് സ്ലോപ്പ് ഹിയർ? nRT അല്ലേ. എന്ന് വെച്ചാൽ സ്ലോപ്പ് nRT അല്ലേ. സ്ലോപ്പ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ അല്ലേ. അതായത് സ്ലോപ്പ് കൂടുമ്പോൾ ഏത് കൂടും? ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും അല്ലേ. അപ്പോൾ T3 ആണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞാൽ T2 T1 അല്ലേ. ദിസ് ഈസ് ദ റൈറ്റ് റിലേഷൻ റൈറ്റ് ആണ്. റെഡി ആണോ? ആണ്. പക്ഷേ മീൻസ് ഓപ്ഷൻ 3 നോക്ക്. പ്രഷർ വേഴ്സസ് 1/വോളിയം ഗ്രാഫ് ഇങ്ങനെ എന്ത് ചെയ്യൂല? വരൂല. അപ്പോൾ ഇത് എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഓക്കെ. ഓപ്ഷൻ 4 എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബോയ്സ് ലോ ആണ് അല്ലെ. പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ആണ്. പക്ഷേ ഇതെന്താണ്? പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ്. ഇത് ഗേ-ലുസാക്സ് ലോ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് യുവർ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 2 റൈറ്റ്. ഓക്കെ. Okay, so by this we are coming end to this my section alle. Next faculty will come, right? Okay. Hello my dear students. Okay. സോ ഞാൻ കെമിസ്ട്രിയിലെ ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇനി മെയിനായിട്ട് ഉണ്ടാവുക ഇനോർഗാനിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഫിസിക്കൽ കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ
ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, അസേഷനും റീസണും. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ എസ് ബ്ലോക്കിലെ ഡയറക്റ്റ് NCERT സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. സോ നമ്മൾ ഡയറക്റ്റ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ. സോ ഇറ്റ് ഈസ് അമോണിയവുമായിട്ടുള്ള റിയാക്ഷൻ. സോ മെറ്റാലിക് സോഡിയം ഡിസോൾവ്സ് ഇൻ ലിക്വിഡ് അമോണിയ ഗിവിംഗ് എ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ വിച്ച് ഈസ് പാരാമാഗ്നറ്റിക്. വളരെ കറക്റ്റാണ്. സോ റീസണിലോട്ട് പോവുകയാണെങ്കിൽ ദ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമൈഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഡീപ് ബ്ലൂ സൊല്യൂഷൻ ഫോർമേഷൻ ഓഫ് അമൈഡ് കൊണ്ടാണോ? അല്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്? അമോണിയേറ്റഡ് ഇലക്ട്രോൺ കൊണ്ടാണ്. അമൈഡ് ഫോർമേഷൻ കൊണ്ട് കളർലെസ് ആവുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അസേഷൻ കറക്റ്റ് ആണ്, റീസൺ എന്താണ്? സോ റീസൺ ഇൻകറക്റ്റ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെൻറ്റ്, അടുത്തതും അസേഷൻ ആൻഡ് റീസൺ തന്നെയാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അസേഷൻ തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ കുറേ കൂടി ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും സോ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് ഹീലിയം ഈസ് യൂസ്ഡ് ടു ഡൈല്യൂട്ട് ഓക്സിജൻ ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്. കറക്റ്റ് അല്ലേ? ബിക്കോസ് നമ്മൾ ഡൈവിംഗ് അപ്പാരറ്റസിൽ നമ്മൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീലിയം ആണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അസേഷൻ കറക്റ്റ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് അസേഷൻ കറക്റ്റ് ആണ്. ബട്ട് റീസൺ ഹീലിയം ആസ് ഹൈ സോളിബിലിറ്റി ഇൻ O2 എന്നാണ്. അല്ല, ഹീലിയത്തിൻ്റെ സോളിബിലിറ്റി എന്താണ്? കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും പറയാം എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് എന്താണ്? ഫാൾസ് ആണ്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. So among the total number of species not having 8 electrons, so not having 8 electrons എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ കെമിക്കൽ സോ നോക്കണം നമ്മളെ കോർഡിനേഷൻ സോ ബോണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം കെമിക്കൽ ബോണ്ടിങ്. സോ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്കറിയാം NH3ൻ്റെ കേസിൽ നൈട്രജൻ ഹാവ് 5 ഒക്ടറ്റ് ഇലക്ട്രോൺസ്. സോ 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ള നൈട്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് ചെയ്യുമ്പോൾ സോ ഇവിടെ എന്താണ്? ഇവൻ 8 ആണ്. സോ AlCl3ൻ്റെ കേസിൽ നമുക്കറിയാം Al അലൂമിനിയത്തിൻ്റെ വാലൻസിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഈ 3 ഇലക്ട്രോൺ 3 ക്ലോറിനിട്ട് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 6 ഇലക്ട്രോണേ വരുള്ളൂ. സോ ഇവൻ എന്തല്ല? 8 ഇലക്ട്രോൺ അല്ല. ഇനി BeCl2ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സോ ബെറീലിയം, സോ ക്ലോറിൻ, ദെൻ ക്ലോറിൻ, ഇവൻ്റെ കേസിലും എത്ര ഇലക്ട്രോണേ വരുന്നുള്ളൂ? 4 ഇലക്ട്രോണേ വരുന്നുള്ളൂ. അപ്പോൾ ഇവനും അല്ല. ദെൻ CCl4ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സോ ഹിയർ ഇറ്റ് ഇസ് കാർബണിൻ്റെ വാലൻസ് 4 ആണ്. സോ 4 ക്ലോറിനെറ്റ് ബോണ്ട് ചെയ്തു. സോ ഇറ്റ് ബിക്കംസ് 8 ആണ്. അപ്പോൾ ഇവനും 8 ആണ്. പക്ഷേ PCl5 നമുക്കറിയാം എക്സ്പാൻഡഡ് ഒക്ടറ്റിന് എക്സാമ്പിൾ ആണ്. PCl5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഫോസ്ഫറസിന് 5 ഇലക്ട്രോൺ ഉണ്ട്, അവിടെ 5 ക്ലോറിനും വരുന്നുണ്ട്. ഇറ്റ് ബിക്കംസ് 10. അപ്പോൾ ഇവനും നമ്മളുടെ 8ൽ വരില്ല. സോ എന്താ ചോദിച്ചിട്ടുള്ളത്? നോട്ട് ഹാവിങ് 8 ഇലക്ട്രോൺസ് ആണ്. സോ ദ ആൻസർ ബിക്കംസ് 1. ദാറ്റ് മീൻസ് 3 മോളിക്യൂൾസ് AlCl3, BeCl2, PCl5 അവരുടെ കേസിൽ 8 ഇലക്ട്രോൺസ് അല്ല ഉള്ളത്. സോ ദ ആൻസർ ബിക്കംസ് 3. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോണ്ടിങ്ങിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ദ correct order of energy of molecular orbitals of N2 molecule. എടാ N2 ലൈക്ക് സ്പീഷീസ് നമുക്കറിയാം. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 14 എന്ത് വരുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പോൾ അപ് ടു 14 വരെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവിടെ വരെ എല്ലാവരും ഈക്വൽ ആണ്. ദെൻ നമ്മൾ π2px ഈക്വൽ ടു π2py അവരുടെ രണ്ടാളിത്, അതേപോലെ തന്നെ π*2px ഈക്വൽ ടു π*2py ഇവരുടെ രണ്ടാളുടെ ഇടയിൽ എന്ത് വരണം? σ2pz വരണം. നമ്മൾ ക്ലാസ്സിലേക്ക് എത്രയോ തവണ പറഞ്ഞതാണ്, നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 14 വരെ വരുമ്പോൾ σ2pz എവിടെ വരും? ഇവർ രണ്ടാൾക്കാരെയും ഇടയിൽ വരും. സോ ഹിയർ ദ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ് എന്താണ്? നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനെന്ന് പറഞ്ഞിട്ടില്ല. ആ നൈട്രജൻ ലൈക്ക് മോളിക്യൂൾസിൻ്റെ എന്താ ചോദിച്ചത്? ഈ പറയുന്ന അവരുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഓർഡർ നിങ്ങളോട് എന്ത് ചെയ്തിട്ടുള്ളൂ? ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സോ ഇതെല്ലാം ഡയറക്റ്റ് തന്നെയാണ്. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ എല്ലാമാണ് ചോദിച്ചത്. ഇതുവരെ നമ്മൾ ന്യൂമറിക്കലിലോട്ടൊന്നും പോയിട്ടില്ല. സോ ദ എലമെന്റ് എക്സ്പെക്റ്റഡ് ടു ഫോം ലാർജസ്റ്റ് അയോൺ ടു അച്ചീവ് ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വി നോ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലേ. സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണ്, പക്ഷേ എന്താണ് അവിടെ സ്വാഭാവികമായിട്ടും അവരുടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും, അറ്റോമിക് നമ്പറിൽ വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ ഇവർ എത്തുന്നു എന്നാണ്. സോ ഇവിടെ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ് 10 ആണ്. സോ അവിടേക്ക് എത്താൻ ഓക്സിജൻ 2 മൈനസ് ആവണം. സോ നൈട്രജൻ 3 മൈനസ് ആവണം. ഫ്ലൂറിൻ
എഫ് മൈനസ് ആവണം, എൻ എ പ്ലസ് ആവണം. ഓക്കെ, സോ വീണ്ടും നമ്മളൊരു കോൺസെപ്റ്റ് കൂടെ അപ്ലൈ ചെയ്യാണ്. സോ ലാർജസ്റ്റ് അയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആരുടെ സൈസാണ് കൂടുതലെന്ന് ചോദിച്ചത് അല്ലേ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ കേസിൽ നെഗറ്റീവ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ സൈസ് എന്ത് ചെയ്യും? കൂടും. പോസിറ്റീവ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ സൈസ് എന്ത് ചെയ്യും? കുറയും. സോ N3 മൈനസ്, ദാറ്റ് മീൻസ് ഹിയർ 3, ഓപ്ഷൻ 3 is the right answer. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. So the stability of Cu2 plus is more than Cu plus salt in aqueous solution due to എടാ ഡി ആൻഡ് എഫ് ഇന്ന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ പഠിച്ചിട്ടുണ്ട്. Cu2 plus is more stable than Cu plus. It is due to high enthalpy of hydration. So option 3 is the right answer. Okay, so നമ്മൾ ഇതൊക്കെ ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലും NCERT-യിലൊക്കെ ഉള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? സോ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പോൾ ഈ ഒരു സെഷനിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഇതും ഡയറക്റ്റ് NCERT സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു പാരഗ്രാഫ് അതേപോലെ എടുത്ത് രണ്ട് നമ്മുടെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സോ ഡെയിലി റിക്വയർമെന്റ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി, NCERT-യിൽ പറയുന്നത് 200 milligram to 300 milligram എന്നാണ്. ഇവർ ബുദ്ധിപൂർവ്വം അതെന്താക്കി ഗ്രാമിലോട്ട് മാറ്റി. സോ ഹിയർ ഇറ്റ് ഈസ്, നമുക്കറിയാം 200 milligram ഈക്വൽ ടു എന്താണ്? 0.2 gram ആണ്. 300 milligram ഈക്വൽ ടു 0.3 gram ആണ്. സോ ഈ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. ഓൾ എൻസൈംസ് ദാറ്റ് യൂട്ടിലൈസ് ATP ഇൻ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ റിക്വയർ കാൽഷ്യം. കാൽഷ്യം ആണോ? അല്ല, ഇവിടെ ആരാ വരുന്നത്? ഇറ്റ് ഇസ് മഗ്നീഷ്യം. ദ ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ആൻ ഇനേർട്ട് ആൻഡ് അൺചേഞ്ചിങ് സബ്സ്റ്റൻസ് ആണോ? അല്ല, നമ്മുടെ ഹ്യൂമൻ ബോണിന്റെ കോമ്പോസിഷൻ എന്ത് ചെയ്യാം? മാറാം. അവിടുത്തെ ഈ പറയുന്ന നമ്മൾ പറയുന്ന ആൽക്കലി മെറ്റൽസിന്റെ തന്നെ കോമ്പോസിഷനിൽ എന്ത് ചെയ്യാം? വേരിയേഷൻ വരാം. സോ ഇതുമല്ല. സോ ഹിയർ ഇറ്റ് ഈസ് മഗ്നീഷ്യം പ്ലേസ് റോൾ ഇൻ ന്യൂറോ മസ്കുലർ ഫംഗ്ഷൻ ആൻഡ് ഇന്റർ ന്യൂറോണൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് മഗ്നീഷ്യം. അതാരാണ്? നമ്മുടെ സോഡിയം ആണ്. സോ ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ബിക്കോസ് നമ്മൾ ആരും വല്ലാണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോയ നമുക്ക് വളരെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കറിയാം. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ കംസ് ഫ്രം കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എടാ ഹോമോലെപ്റ്റിക് കോമ്പൗണ്ട് എന്ന് ചോദിച്ചത്. എന്താ ഹോമോലെപ്റ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല. എടാ സിമ്പിൾ ആണ് കോൺസെപ്റ്റ്. ഹോമോലെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിഗാൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ഒരേ ടൈപ്പ് ഓഫ് ലിഗാൻസ് വരുന്നുള്ളതാണ്. സോ പൊട്ടാഷ്യം ട്രൈ ഓക്സലൈറ്റോ അലൂമിനേറ്റ്, അവിടെ ആരും മാത്രമേ ഉള്ളൂ? ഓക്സലൈറ്റ് ലിഗാൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഈ ഓപ്ഷനിലോ സോ ഡൈഅമീൻ ഉണ്ട്, ക്ലോറിഡോ ഉണ്ട്, നൈട്രിറ്റോ ഉണ്ട്, ഒന്നിൽ കൂടുതൽ ലിഗാൻഡ് വന്നു. ഓഫ് കോഴ്സ് ഓപ്ഷൻ 1 തന്നെയാണ് ആൻസർ. ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പെൻറ്റാ അമീൻ കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലിഗാൻഡ് വന്നു. ട്രൈ അമീൻ ട്രൈ അക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നിൽ കൂടുതൽ ലിഗാൻഡ് വന്നു. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേഷൻ എന്നൊക്കെ ചോദിക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ബാലൻസ് ബോണ്ട് തിയറി എന്നൊന്നും ഡയറക്റ്റ് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് എന്ന് ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്? സോ ഓൾ ദ ട്രാൻസിഷൻ മെറ്റൽസ് എക്സെപ്റ്റ് സ്കാൻഡിയം ഫോം MO oxide which are ionic. Yes, of course we know that. ഇവിടെ ഒരു എക്സെപ്റ്റ് സ്കാൻഡിയം പറഞ്ഞത് നമുക്കറിയാം. സോ സ്കാൻഡിയത്തിന്റെ കേസിൽ സ്കാൻഡിയത്തിന്റെ കേസിൽ നമ്മൾ സ്കാൻഡിയം 3+ അയോൺസ് ആണ് ഫോം ചെയ്യുക. അതുകൊണ്ട് സ്കാൻഡിയം ഒരിക്കലും MO ഫോം ചെയ്യില്ല. സോ കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. മാത്രമല്ല ഈ MO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ഓക്സൈഡ്സ് ആണ്, അവരെല്ലാം അയോണിക്കും ആണ്. സോ ഇനി അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഇൻകറക്റ്റ് അല്ല. ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കറസ്പോണ്ടിങ് ടു ദ ഗ്രൂപ്പ് നമ്പർ ഇൻ ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ് ഈസ് അറ്റൈൻഡ് ഇൻ scandium Sc2O3 to Mn2O7. Of course we know that Sc2O3 scandium +3 oxidation സ്റ്റേറ്റിലാണ്. Mn2O7 മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ സ്കാൻഡിയം ടു മാംഗനീസ് നമുക്കറിയാം +3 then +4, അതായത് മാംഗനീസ് അപ് ടു മാംഗനീസ് എത്തുമ്പോൾ അത് +7 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പറിന്റെ ഓർഡർ കറക്റ്റ് തന്നെയാണ്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം V2O3. എടാ V2O3 മുതൽ V2O4 V2O5 പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബേസിക് ക്യാരക്ടർ അല്ല കൂടുക. എന്താണ് കൂടുക? അസിഡിക് ക്യാരക്ടർ ആണ് എന്ത് ചെയ്യുക? കൂടുക. ദാറ്റ് മീൻസ് ഇവൻ എന്താണ്? ഇൻകറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ V2O4 dissolved in acid to give
VO4 3 മൈനസ് എന്നാണ്. സോ വി നോ ദാറ്റ് V2O4 ആസിഡിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ V2O4 ഒരു ബേസ് ആണ്. ബേസിക് കോമ്പൗണ്ട്സ് ആസിഡിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. സോ ഹിയർ ഇറ്റ് ഈസ് VO2 പ്ലസ് ആണ്. അതായത് ഓക്സോ കാറ്റയോൺസ് ആണ് കിട്ടുക, അല്ലാതെ എന്തല്ല ഓക്സോ ആനയോൺസ് അല്ല. ഇതിന് പകരം V2O5 വനേഡിയം പെൻഡോക്സൈഡ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ആൻസർ വന്നേനെ. സോ ഹിയർ ഇറ്റ് ഈസ് ഒരു ചെറിയ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി CRO ഈസ് ബേസിക് ബട്ട് CR2O3 ഈസ് ആംഫോട്ടറിക്. കറക്റ്റ് അല്ലേ? യെസ്. ഇവിടെ നിങ്ങൾ സിംപ്ലി ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ മതി. +2 ബേസിക് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് ഇതെന്താണ് +3 ആണ്, ഇവൻ എന്താണ് ആംഫോട്ടറിക് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ്? സോ ഇൻകറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സിയും ഡിയും ആണ് ഇവിടുത്തെ എന്ത് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇവിടെ ഇതൊന്നും എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓപ്ഷൻ ഡി മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കോംപ്ലക്സ് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? എടാ നമ്മൾ സ്റ്റെബിലിറ്റി, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്ന കോമ്പൗണ്ടിലെ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. സോ ഹിയർ ഇറ്റ് ഇസ് കീലൈറ്റിംഗ് ലിഗാൻസ് ആണ്. ആരാടാ? കീലൈറ്റിംഗ് ലിഗാൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ കീലൈറ്റിംഗ് ലിഗാൻസ് ലൈക്ക് എത്തിലീൻ, ഡയമീൻ, അതേപോലെ തന്നെ ഓക്സലൈറ്റ്, EDTA പോലെയുള്ള ലിഗാൻഡ്. ഇവിടെ വേറെ എവിടെയെങ്കിലും കീലൈറ്റ് ലിഗാൻസ് വരുന്നുണ്ടോ? സോ ഓപ്ഷൻ 3 മാത്രമാണ് കീലൈറ്റ് ലിഗാൻഡ് വരുന്നുണ്ട്. ഇവിടെ ആര് വരുന്നുണ്ട്? എത്തിലീൻ, ഡയമീൻ. വേറെ ഒരു ഓപ്ഷനിലും വരുന്നില്ല. സോ ഓഫ് കോഴ്സ് ദിസ് ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അതും നമ്മൾക്ക് ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിൽ ഇതേ ക്വസ്റ്റ്യൻ എന്തുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, ഇതേ ഓപ്ഷൻ വെച്ചിട്ട്. സോ ഇറ്റ് ഈസ് അവിടെ ഒരു വ്യത്യാസം വന്നു, എത്തിലീൻ ഡയമീന് പകരം ഓക്സലൈറ്റ് വന്നു എന്നാണ്. നമ്മൾ ഡയറക്റ്റ് ഇത് ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ റിഡോക്സിൽ നിന്നും ഒരു നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയറക്റ്റ് NCERT-യിലെ ബാലൻസിങ് തന്നെയാണ് ചോദിച്ചത്. റിഡോക്സിൽ നമ്മൾ ആദ്യമായിട്ട് NCERT-യിൽ ബാലൻസ് ചെയ്യാൻ തരുന്ന നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമുക്കിതൊരു മൊത്തം ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിയർ ഇറ്റ് ഈസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CR2O7-ൻ്റെയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO3-ൻ്റെയും കോയിഫിഷ്യൻ്റ് ആണ്. സോ ഈ എയും ബിയും ഓഫ് കോഴ്സ് ഇവിടെ എല്ലാ ഓപ്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ കംപ്ലീറ്റ്ലി ബാലൻസ് ചെയ്യാൻ നിൽക്കേണ്ടതില്ല. സോ ഹിയർ ഇറ്റ് ഈസ് ഒന്നുമില്ല, CR2, സോ നോക്കടാ, CR2O7 2 മൈനസ് പ്ലസ് SO3 2 മൈനസ് ഗീവ്സ് എന്തൊക്കെയാടാ? ബാക്കിയുള്ളവരൊക്കെ ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള അയോൺസ് ഒക്കെ നമ്മളെ ബാലൻസിങ്ങിൽ വന്നോളും. CR3 പ്ലസ് പ്ലസ് SO4 2 മൈനസ്. ഓക്കെ. സോ ഒന്നുമില്ല, നമുക്കിത് പല മെത്തേഡിലും ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എടുക്കുകയാണ്. സോ ഹിയർ CR2O7 2 മൈനസിൽ ക്രോമിയം +6-ലാണ്. ഇവൻ എവിടേക്കാണ് പോകുന്നത്? +3-ലോട്ട് പോകുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഡിഫറൻസ് എത്രയാടാ? 3 ആണ്. പക്ഷേ ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഞാനിവിടെ 3 × 2 എന്നിട്ടു. സോ സൾഫർ ഇവിടെ +4-ലാണ്. ഇറ്റ് ബിക്കംസ് എവിടേക്കാണ് പോകുന്നത്? +6-ലോട്ട് പോവാണ്. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? സോ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും ഞാൻ ഒരു കോയിഫിഷ്യന്റിലോട്ട് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. സോ ഇറ്റ് ഈസ് ഇതിനെ ഞാൻ 3 × ഓൾറെഡി 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ബിക്കം 6. സോ ഇവിടെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യടാ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇറ്റ് ബിക്കംസ് ഓൾസോ 6. അങ്ങനെയാണെങ്കിൽ സോ ഹിയർ നമുക്കറിയാം CR2O7 2 മൈനസ്, ഇവിടെ ഓൾറെഡി 2 ക്രോമിയം ഉണ്ട്, ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. സോ ഇവിടെ 2 CR3 പ്ലസ്, ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 3 SO3 2 മൈനസ് ആൻഡ് ഹിയർ ഓൾസോ 3 SO4 2 മൈനസ്. അങ്ങനെയാണെങ്കിൽ ക്രോമിയത്തിന്റെ SO4 2 മൈനസിന്റെ കോയിഫിഷ്യന്റ് ചോദിച്ചത് 1:, എന്താടാ? 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. അങ്ങനത്തെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ നമ്മളിത് മൊത്തം ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ സമയം കളയേണ്ടതില്ലായിരുന്നു. ഓക്കെ. സോ എനിവേ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ ചെയ്യാത്തില്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഹിയർ ഇറ്റ് ഈസ്, നിങ്ങളെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. സോ പ്രതീക്ഷിക്കുന്നു. സോ അടുത്തത്
Hi everyone, dear students, hope you are happy. Good evening and welcome to the discussion of biology. എന്തായാലും മക്കളെ, നമ്മൾ പറഞ്ഞ പോലെ ബയോളജി നമ്മളങ്ങനെ കുഴപ്പത്തിലൊന്നും ആക്കിയിട്ടില്ല. പക്ക NCERT നോക്കി നിങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവും. എങ്കിൽ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം അനാലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ +1 പോർഷനിൽ ലിവിങ് വേൾഡിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരാത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ +2 പോർഷൻ നോക്കുമ്പോൾ മൈക്രോബിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല. ബാക്കി നമ്മൾ ക്ലാസ്സിൽ സ്ഥിരം പറയുന്ന പോലെ തന്നെ ജെനറ്റിക്സ് 10% ക്വസ്റ്റ്യൻ. നമുക്ക് നീറ്റിൻ്റെ ചരിത്രം നോക്കില്ല, 2011 മുതൽ 2023 വരെ ഹിസ്റ്ററി ബ്രേക്ക് ചെയ്തിട്ടില്ല. പ്രിൻസിപ്പിളും മോളിക്കുലാറും കറക്റ്റായിട്ട് 10%. ഇപ്രാവശ്യം നമുക്ക് നോക്കാം, പ്രിൻസിപ്പിളിൽ നിന്ന് 4 ചോദ്യങ്ങൾ, മോളിക്കുലാർ ബേസ്ഡ് 8 ചോദ്യങ്ങൾ, പിന്നെ എവല്യൂഷൻ 1. ആ യൂണിറ്റ് മാത്രം നമുക്ക് 8, 4, 12, 13. ബയോമോളിക്കുലർ 4, അനിമൽ കണ്ടന്റ് 4, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 3, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 3. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം E1 ആണ് നമ്മുടെ സീരീസ്. അപ്പോൾ E1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു, 105. ദ ഫിനോമിന ഓഫ് പ്ലിയോട്രോപ്പിസം റെഫേഴ്സ് ടു. പ്ലിയോട്രോപ്പിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ NCERT ബുക്കിൻ്റെ പേജ് നമ്പർ 78 നമുക്ക് നോക്കിയാൽ അറിയാം. 78ൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്ലിയോട്രോപ്പിസം എന്താണ്. 1 gene product may produce more than 1 effect. 1 gene control more than 1 character. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ the phenomena of pleiotropism refers to presence of several alleles. അല്ല, presence of 2 alleles. അല്ല, a single gene affecting multiple phenotypic effect. നമ്മളതിന് ഫിനോൾ കീറ്റോനൂറി എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. പീ പ്ലാന്റിലെ സീഡിൻ്റെ ഗ്രെയിൻ സൈസും അതുപോലെ തന്നെ ഷേപ്പും കൺട്രോൾ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 105 അതിൻ്റെ ആൻസർ ഈസ് 3. ഓക്കെ, സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 107. 107 നോക്കുമ്പോൾ among the evil quartet which one is considered as the most important cause driving extinction of species. നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി എന്ന്. ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദ്യം വന്നിരിക്കുന്നത് നമുക്ക് ഈ അനാലിസിസ് നോക്കുമ്പോൾ അറിയാം. ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അത് ഇവിൾ ക്വാർട്ടറ്റ് അറിയാം, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്, കോ എക്സ്റ്റിങ്ഷൻ. അതിൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് considered most important cause driving force extinction is habitat loss and fragmentation. So 107, E series 1, answer 1. Clear? And next question like നമ്മൾ മൂവ് ചെയ്യുമ്പോൾ 113, 113ാമത്തെ ചോദ്യം വായിക്കാൻ നമുക്ക്. 113ാമത്തെ ചോദ്യം, unequivocal proof that DNA is the genetic material was first proposed by. നമുക്കറിയാം ജെനറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം 1865 മെന്റൽ ഫാക്ടർ എന്ന് പറഞ്ഞു. 1869 അതേ വർഷം തന്നെ ഫ്രെഡറിക് മീഷർ ന്യൂക്ലിൻ ഐഡന്റിഫൈ ചെയ്തു. പക്ഷേ മെന്റൽ പറഞ്ഞ ഫാക്ടർ, ഫ്രെഡറിക് മീഷർ പറഞ്ഞ ന്യൂക്ലിൻ, രണ്ടും DNA ആണ് എന്ന് അൺഇക്വിവോക്കലി പ്രൂവ് ചെയ്യാൻ 1952 വരെ എടുത്തു. ആ ഒരു പ്രൂഫ് നൽകിയിരിക്കുന്നത് ആൽഫ്രഡ് ഹാഷി ആൻഡ് മാർത്ത ചേസ്. എല്ലാ മക്കൾക്കും അറിയുമായിരിക്കും. സോ 113, the answer is 2. Unequivocal proof of DNA in genetic material first proposed by Alfred Hershey and Martha Chase. And next questionലേക്ക് നമ്മൾ പോകുമ്പോൾ 116, 116 ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് ബയോമോളിക്യൂൾ ആണ്. സെല്ലുലോസ് ഡസ് നോട്ട് ഫ്രോം ബ്ലൂ കളർ വിത്ത് അയോഡിൻ ബിക്കോസ്. ബയോമോളിക്യൂൾ പ്രത്യേകം പറയുന്നുണ്ട്, പോളിസാക്കൈഡ്സ് പറയുന്നുണ്ട്, സ്റ്റാർച്ചിന്റെ സെക്കൻഡറി സ്ട്രക്ചർ ഹെലിക്സ് ആണ്. ദാറ്റ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് സ്റ്റാർച്ച് ഈസ് ഹെലിക്സ്. ഇറ്റ് ക്യാൻ ഹോൾഡ് അയോഡിൻ ആറ്റം. And starch iodine is bluish in color. That's why for starch test we use iodine solution. But cellulose in the test in iodine use ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? സെല്ലുലോസിന് അങ്ങനെ ഒരു കോംപ്ലക്സ് ഹെലിക്സ് സ്ട്രക്ചർ ഇല്ല. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ സെല്ലുലോസ് ഡസ് നോട്ട് ഫോം ബ്ലൂ കളർ വിത്ത് അയോഡിൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ഡൈസാക്കറൈഡ്. അല്ല, സെല്ലുലോസ് പോളിസാക്കറൈഡ് ആണ്. ഇറ്റ് ഈസ് ഹെലിക്കൽ മോളിക്യൂൾ. അല്ല, സെക്കൻഡറി സ്ട്രക്ചർ ഇല്ല. ഇതാ പറയുന്നു, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ കോംപ്ലക്സ് ഹെലിസസ് ആൻഡ് ഹാൻസ് കനോട്ട് ഹോൾഡ് അയോഡിൻ മോളിക്യൂൾ. അതുകൊണ്ട് സെല്ലുലോസിന്റെ ടെസ്റ്റിന് എന്ത് പറ്റില്ല? അയോഡിൻ പറ്റില്ല. സോ 116, തേർഡ് ആൻസർ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 120, വീണ്ടും മോളിക്കുലാർ ബേസിസിലെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. എക്സ്പ്രസ് സീക്വൻസ് ടാഗ് റെഫേഴ്സ് ടു. ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ 2 മെത്തഡോളജി ഉള്ളത്, എക്സ്പ്രസ് സീക്വൻസ് ടാഗ്സ് ആൻഡ് സീക്വൻസ് അനോട്ടേഷൻ. പേജ് നമ്പർ 119ന്റെ 2ാമത്തെ പാരഗ്രാഫിൽ 2ാമത്തെ വരിയിൽ എക്സ്പ്രസ് സീക്വൻസ് ടാഗ് പറയുന്നു, ഐഡന്റിഫൈ ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. അതാണ് എക്സ്പ്രസ് സീക്വൻസ് ടാഗ്സ്. Sequence annotation എന്ന് പറഞ്ഞാൽ sequencing all set of genome, both coding and non-coding sequences, and later assign different region with different function. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്രസ് സീക്വൻസ് ടാഗ്സ്, അപ്പം ഐഡന്റിഫൈ ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എക്സ്പ്രസ് സീക്വൻസ് ടാഗ്സ് റെഫേഴ്സ് ടു ദ ഫസ്റ്റ് ഓപ്ഷൻ നോക്ക്, ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. സോ ദ ഓപ്ഷൻ 1, ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
125. വീണ്ടും ബയോഡൈവേഴ്സിറ്റി എന്നാണ് ചോദ്യം. ബയോഡൈവേഴ്സിറ്റിയുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ പേജ് നമ്പർ 269 അവിടെ പറയുന്നുണ്ട് ഹിസ്റ്റോറിക് കൺവെൻഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ട് 2 കൺവെൻഷനാണ് നടന്നിരിക്കുന്നത്. ഒന്ന് 1992 എർത്ത് സമ്മിറ്റ്, എവിടെയാ? റിയോ ഡി ജനീറോ, ബ്രസീൽ. നമ്മുടെ ചോദ്യം അതാണ്. ദ ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ദ എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ, ബ്രസീൽ ഇൻ 1992. അതിന് തൊട്ട് വരുന്നുണ്ട് വേൾഡ് സമ്മിറ്റ് 2002 ജോഹാനസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട് ഹിസ്റ്റോറിക് കൺവെൻഷൻ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി 2 ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 129 വീണ്ടും മോളിക്കുലാർ ബേസിസിലെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് RNA പോളിമറേസ് 3 ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്ട്? മക്കൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഉറപ്പിച്ച് പറയുന്ന 2 പേജാ. ഏത്? 111 വരും ഉറപ്പ്. 110, 111 പറയുന്നു RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2, RNA പോളിമറേസ് 3. അപ്പോൾ RNA polymerase 1 ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് rRNA 28S rRNA 5.8S rRNA. RNA polymerase 2 എന്ത് ചെയ്യും? ട്രാൻസ്ക്രൈബ് ദ പ്രിക്കേഴ്സർ ഓഫ് mRNA HNRNA. ഇവിടെ ചോദിച്ചിരിക്കുന്നത് RNA polymerase 3. RNA polymerase എന്ത് ചെയ്യും? ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് tRNA, 5S RNA and snRNA. എല്ലാവർക്കും ഓർമ്മ കാണും. സോ 129 ഓപ്ഷൻ 2 RNA polymerase 3 used for the transcription of tRNA, 5S rRNA and snRNA. Clear ആണെന്ന് വിചാരിക്കുന്നു. And next one, question number 134. Frequency of recombination between gene pairs on same chromosome as a measure of distance between gene to map their position on chromosome was used first time by. ഈ സെന്റൻസ് NCERT അതേപോലെ തന്നെ. നമുക്കറിയാം ലിങ്കേജും റീകോമ്പിനേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ലിങ്കേജും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്നാൽ റീകോമ്പിനേഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആൻഡ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ദ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ എന്ന് മനസ്സിലാക്കി ഫസ്റ്റ് ജീൻ മാപ്പ് പ്രൊപ്പോസ് ചെയ്താര? ആൽഫ്രഡ് സ്റ്റുവർട്ട് വെൻ, TH മോർഗന്റെ സമർത്ഥനായ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുവർട്ട് വെൻ. സോ 134 ആൻസർ 3 ആൽഫ്രഡ് സ്റ്റുവർട്ട് വെൻ, ദ സ്റ്റുഡന്റ് ഓഫ് മോർഗൻ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ക്വസ്റ്റ്യൻ നമ്പർ 138. വീണ്ടും ജെനറ്റിക്സ് എന്ന് പ്രിൻസിപ്പിൾസ് എന്ന ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം? അപ്പൊ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രൈസോമിയാണ്, 2n+1 കണ്ടീഷനാണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു XXY കണ്ടീഷനാണ്. ഓവറോൾ മസ്കുലിൻ ബട്ട് ഷോ സം ഫെമിനൈൻ ക്യാരക്ടർ, ഗൈനക്കോമാസ്റ്റിയ കാണിക്കും, എക്സെപ്ഷണലി ടോൾ ആണ്, സ്റ്റെറൈൽ ആണ്, റുഡിമെന്ററി ടെസ്റ്റിസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ടെസ്റ്റിസ് ആണ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കറിയാം. അപ്പൊ നമുക്ക് 138ലേക്ക് പോകുമ്പം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഡിസോർഡർ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലാങ്ഡൺ ഡോൺ. തെറ്റ്. ലാങ്ഡൺ ഡോൺ ഏതാ? ഡോൺ സിൻഡ്രോം ആണ് നമുക്കറിയാം. ബി, such an individual has overall masculine development, however feminine development. ശരിയാണ്. ബി ഓപ്ഷൻ is correct. And C, the affected individual is short statured. അല്ല, ഡോൺ സിൻഡ്രോമിന് ഷോർട്ട് ആണ്, ടെർണർ ഷോർട്ട് ആണ്, ക്ലിൻഫെൽറ്റർ exceptionally tall ആണ്. So that is wrong. And D, physical, psychomotor, mental development retarded. No, ഡോൺ സിൻഡ്രോമിനാണ് റിട്ടാർഡേഷൻ പറയുന്നത്. ദാറ്റ് ആൾസോ റോങ്. ആൻഡ് ഈ ഓപ്ഷൻ സച്ച് ആൻ ഇൻഡിവിജ്വൽ ആർ സ്റ്റെറൈൽ. ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ ആൻസർ വരുന്നത് ബി ശരിയാണ്, ഇ ശരിയാണ്. അപ്പൊ ബിയും ഇയും ആവുമ്പം ഓപ്ഷൻ 3. സോ 138 ക്ലിൻഫെൽറ്ററിനെ കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 144. Malonate inhibit the growth of pathogenic bacteria by inhibiting the activity of malonate എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബയോമോളിക്കുളിൽ എൻസൈം ഇൻഹിബിറ്റേഴ്സ് പറയുന്നിടത്ത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ പറയുന്നുണ്ട്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഓഫ് എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജിനേസ് ബൈ മാലോനേറ്റ് അല്ലേ? സക്സിനിക് ഡീഹൈഡ്രോജിനേസ് സബ്സ്ട്രേറ്റ് ഏതാ? സക്സിനേറ്റ്. ആ സക്സിനേറ്റിനെ ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണ് മാലോനേറ്റ്. അപ്പൊ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാലോനേറ്റ് ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് പാത്തോജനിക് ബാക്ടീരിയ ബൈ ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റി ഓഫ് സക്സിനിക് ഡീഹൈഡ്രോജിനേസ്. ഇത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് മാലോനേറ്റ് സക്സിനിക് ഡീഹൈഡ്രോജിനേസിന്റെ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 151 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് വരുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ നമുക്ക് നോക്കാം. വാസക്ടോമി, കോയിറ്റസ് ഇൻറപ്റ്റസ് ഉണ്ട്, സെർവിക്കൽ ക്യാപ്സ് ഉണ്ട്, സഹേലി ഉണ്ട്, ഓറൽ മെത്തേഡ്, വേറെ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം വാസക്ടോമി നമുക്കറിയാം, വാസക്ടോമി ഈസ് എ സർജിക്കൽ മെത്തേഡാണ്. 3A = 3. കോയിറ്റസ് ഇൻറപ്റ്റസ് നമുക്കറിയാം, അത് നാച്ചുറൽ മെത്തേഡാണ്. ആൻഡ് സെർവിക്കൽ ക്യാപ്സ് ബാരിയർ മെത്തേഡാണ്. ആൻഡ് സഹേലി നമുക്കറിയാം, ഒരു നോൺ സ്റ്റീറോയിഡൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്, ഓറൽ. അപ്പോൾ A = 3, B = 4, C = 2, D = 1. സോ നമുക്കറിയാം ഓപ്ഷൻ 2 is the answer. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് 151. ആൻഡ് ദ നെക്സ്റ്റ് വൺ 152. സ്റ്റേറ്റ്മെന്റ്സ് ടൈപ്സ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് 1-2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചെറിയ കൺഫ്യൂഷൻ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 152 നമ്മൾ പോകുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് 1, vas deferens receive a duct from seminal vesicle and open to urethra as ejaculatory duct. ഓക്കെ ആണ്. Statement 2, the cavity of cervix is called cervical canal, which along with the vagina forms the birth canal. Correct NCERT line ആണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. Both statement 1 and statement 2 are true. So 152, the answer is option 1. കറക്റ്റ് NCERT ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പെഡിഗ്രി അനാലിസിസ്. പല കുട്ടികളും ക്ലാസ് എടുക്കുമ്പോൾ അനാലിസിസിനെ കുറിച്ച് കൺഫ്യൂഷൻ ഒക്കെ ചോദിച്ചിരുന്നു. ഡോമിനൻ്റ് ആണോ, റെസസീവ് എങ്ങനെയാണോ, കൺഫ്യൂഷൻ വരുന്നുണ്ട്. സെക്സ്റ്റി ലിങ്ക്ഡ്, ഓട്ടോസോമൽ ലിങ്ക്ഡ്. പക്ഷേ വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം വന്നിരിക്കുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ റെപ്രസെന്റ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്? കോൺസാങ്ഗ്വിനസ് മേറ്റിംഗ്. ഈ കോൺസാങ്ഗ്വിനസ് മേറ്റിംഗ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് 2 ആണ്. ഡബിൾ ലൈൻ, മെയിലും ഫീമെയിലും 2 ലൈൻസ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 1 എന്താണ്? റിലേറ്റഡ് മേറ്റിംഗ് ആണ്. 3 എന്താണ് പറയുന്നത്? അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്. 4 അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ കാണിച്ചിരിക്കുന്നത്. സോ അവിടെ റിലേറ്റഡ് ഇൻഡിവിജ്വൽസിന്റെ മേറ്റിംഗ് കാണിക്കുന്ന ഹ്യൂമൻ പെഡിഗ്രി സിമ്പൽ 2. ആൻസർ 2 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 154 ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് 155. ഇത് വന്നിരിക്കുന്നത് STD ക്വസ്റ്റ്യൻ ആണ്. 155 STD എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് common sexually transmitted disease is completely curable when detected early and treated properly? ഈ STDs പറയുമ്പം അവിടെ ക്യൂറബിൾ അല്ലാത്ത കാര്യങ്ങൾ 3 പറഞ്ഞിരിക്കുന്നത്. HIV പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ ജെനിറ്റൽ ഹെർപ്പിസ്. അപ്പോൾ ഈ 3 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നുള്ളത് ഏതാ? നെസീറിയ ഗുണേറിയ കോസ് ചെയ്യുന്ന ഗുണേറിയ. ഏർലി സിംറ്റംസ് കണ്ടു കഴിഞ്ഞ് ഏർലി ഡിറ്റക്ഷൻ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യൂറബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ 155 നമുക്ക് എടുക്കാം. ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ഗൊണേറിയാണ്. അപ്പോൾ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 158. നോക്കൂ, അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 158. നോക്കിക്കോളൂ നമുക്ക് 158. Given below are 2 statements. Statement 1, a protein is imagined as a line. The left end represents first amino acid, C-terminal. ഫസ്റ്റ് വായനയിൽ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രോട്ടീൻ ഒരു ലീനിയർ ചെയിൻ ആയിട്ട് എടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് എൻഡ് നമുക്കറിയാം, ലെഫ്റ്റ് ഹാൻഡ് എൻഡ് വിത്ത് ഫസ്റ്റ് അമിനോ ആസിഡ് ഈസ് N-terminal. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അമിനോ ഗ്രൂപ്പിലാണ്. The peptide bond is formed between carboxyl group of one amino acid and amino group of another amino acid by dehydration. അപ്പോൾ അത് വരുമ്പോൾ പ്രോട്ടീൻ്റെ ഫസ്റ്റ് അമിനോ ആസിഡ് കാണുന്നത് ലെഫ്റ്റ് ഹാൻഡ് എൻഡിൽ N-terminal ആൻഡ് റൈറ്റ് ഹാൻഡ് എൻഡ് C-terminal. അത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമുക്കറിയാം അത് പറയുന്നു ഫസ്റ്റ് അമിനോ ആസിഡ് ലെഫ്റ്റ് ഹാൻഡ് റെപ്രസെന്റ് C-terminal. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, adult human hemoglobin consists of 4 subunit, 2 subunit of alpha, 2 subunit of beta. ട്രൂ ആണ്. നമുക്കറിയാം ഹിമോഗ്ലോബിൻ അതിൻ്റെ ക്വാട്ടർണറി സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. 2 ആൽഫ സബ് യൂണിറ്റും 2 ബീറ്റ സബ് യൂണിറ്റും. ആൽഫ വിത്ത് 141 അമിനോ ആസിഡ്, ബീറ്റ വിത്ത് 146 അമിനോ ആസിഡ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ ട്രൂ വൺ. സോ വി ക്യാൻ പ്രിഫർ ദ ഓപ്ഷൻ 4. Statement 1 is false, but statement 2 is true. Clear അല്ലേ മക്കളെ? അത് ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്കത് റോങ് ആണെന്ന് മനസ്സിലാക്കാം. സോ ദ നെക്സ്റ്റ് വൺ ഈസ് 160. നോക്കാം, വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Given below are 2 statements.
ഇത് നമ്മൾ ബയോമോളിക്കുലർ പഠിക്കുന്ന കുട്ടിക്കും മോളിക്കുലാർ ബേസിസ് പഠിക്കുന്ന കുട്ടിക്കും പെട്ടെന്ന് കിട്ടുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് 1, RNA മ്യൂട്ടേറ്റ് അറ്റ് ഫാസ്റ്റർ റേറ്റ്. എല്ലാവർക്കും അറിയാം, ലോകത്ത് ആദ്യമുണ്ടായ ജെനറ്റിക് മെറ്റീരിയൽ ഏതാ? RNA. പക്ഷെ ഇന്ന് ഡോമിനേറ്റ് ചെയ്യുന്നതോ DNA. വൈ? മോളിക്കുലാർ ബേസിന്റെ ഫസ്റ്റ് പാരഗ്രാഫിനെ പറയുന്നുണ്ട്, ആസ് RNA ഈസ് അൺസ്റ്റേബിൾ, സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി അൺസ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്, ഈസിലി മ്യൂട്ടബിൾ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു, വൈറസസ് ഹാവിംഗ് RNA ജീനോം ആൻഡ് ഷോർട്ടർ ലൈഫ് സ്പാൻ മ്യൂട്ടേറ്റ് ആൻഡ് ഡിവോൾവ് ഫാസ്റ്റർ. ശരിയല്ലേ? RNA ജീനോമുള്ള വൈറസുകൾ, RNA ജീനോമുള്ള വൈറസ് എന്ന് പറയുമ്പോൾ റിട്രോ വൈറസസ്, HIV, TMV, ക്യൂബിഫേജസ്, റിയോ വൈറസസ്, ഇവയിലൊക്കെ വളരെ പെട്ടെന്ന് മ്യൂട്ടേഷൻ നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 2 സ്റ്റേറ്റ്മെന്റും നമുക്ക് ട്രൂ ആയിട്ട് എടുക്കാം. അപ്പൊ ആൻസർ 1, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 162 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Given below are 2 statements, one assertion and reason. അപ്പൊ നമുക്ക് നോക്കാം. Assertion, endometrium is necessary for implantation of blastocyst. ശരിയാണ്. യൂട്രൈൻ വാളിന്റെ ഇന്നർ വാൾ എൻഡോമെട്രിയത്തിലാണ് ഇംപ്ലാന്റേഷൻ ഓർ റേഡിയേഷൻ നടക്കുന്നത്, ബ്ലാസ്റ്റോസിസ് അറ്റാച്ച് ചെയ്യുന്നത്, പ്രഗ്നൻസി ഉണ്ടാകുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണ്. 162 ഓപ്ഷൻ 1 assertion കറക്റ്റ് ആണ്. ആൻഡ് റീസൺ, in the absence of fertilization the corpus luteum degenerate that causes disintegration of endometrium. അറിയാം നമുക്ക്, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും, കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറയും, എൻഡോമെട്രിയം ബ്രേക്ക് ചെയ്യും, മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോൾ ആ റീസണും ട്രൂ ആണ്. പക്ഷേ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? 2, both assertion and reason are true, but reason is not the correct explanation of assertion. Okay, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് 164. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 164 നോക്കാം. ലോ ടെമ്പറേച്ചർ, ഇത് ബയോമോളിക്യൂൾ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂൾ എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ലോ ടെമ്പറേച്ചർ പ്രിസർവ്സ് ദ എൻസൈം ഇൻ എ ടെമ്പററിലി ഇനാക്റ്റീവ് സ്റ്റേറ്റ്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കും അല്ലേ? ടെമ്പറേച്ചർ ആൻഡ് വെലോസിറ്റി എടുക്കുമ്പോൾ നമ്മൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. An enzyme shows its maximum activity at optimum temperature. Above or below the optimum temperature, enzyme activity decreases. എന്ന് വെച്ചാൽ ലോവർ ടെമ്പറേച്ചറിൽ എൻസൈം ഇനാക്റ്റീവ് ആകുമെന്നും ഹയർ ടെമ്പറേച്ചറിൽ എൻസൈം പ്രോട്ടീൻ ആയതുകൊണ്ട് ഡീനാച്ചുർ ചെയ്യുമെന്ന് NCERT ബുക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കും പറയാം, ലോവർ ടെമ്പറേച്ചർ പ്രിസർവ് ദ എൻസൈം ഇൻ ടെമ്പററി ഇനാക്റ്റീവ് സ്റ്റേറ്റ്, whereas higher temperature destroy enzyme activity because proteins are denatured. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. When the inhibitor closely resembles the substrate in its molecular structure and inhibits the activity of the enzyme is known as competitive inhibitor. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ സക്സിനിക് ഡീഹൈഡ്രോജിനേസിനെ മാലോനേറ്റ് ഇൻഹിബിറ്റ് ചെയ്ത് പറഞ്ഞു. കാരണം സക്സിനിക് ഡീഹൈഡ്രോജിനേസ് എൻസൈമിന്റെ സബ്സ്ട്രേറ്റ് സക്സിനേറ്റാ. പക്ഷെ സക്സിനേറ്റ് ബൈൻഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് ആര് കോമ്പീറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്യും? മാലോനേറ്റ്. ബിക്കോസ് മാലോനേറ്റ് ക്ലോസ്ലി റിസംബിൾ ദ സബ്സ്ട്രേറ്റ് എന്ന് ടെക്സ്റ്റ് ബുക്ക് പറയുന്നു. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. സോ ദ ഓപ്ഷൻ ഈസ് 1, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓക്കെ, and next question like we move to the next question, that is 165. It's a question from animal kingdom, you know. yes നമുക്ക് അനിമൽ കിങ്ഡത്തിൽ എടുക്കാം, എക്സ്ക്രീഷനിലൊക്കെ പറയാം, നമുക്ക് നോക്കാം. അപ്പം ഇത് ചോദിച്ചിരിക്കുന്നത് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ആണ്. 164 എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സും ആനിമലും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ 165ലേക്ക് നമുക്ക് പോവാം. ടീനിയ. അപ്പോൾ ടീനിയയുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ നമുക്കറിയാം, പ്ലാറ്റിഹെൽമിന്തസ് ആണ്, ഫ്ലെയിം സെൽസ് പ്രോട്ടോനെഫ്രിഡിയ. ദെൻ പാരമീസിയം വരുമ്പോൾ യൂണിസെല്ലുലാർ കൺട്രാക്റ്റൽ വാക്യൂൾ, അമീബ പാരമീസിയം ഒക്കെ കൺട്രാക്റ്റൽ വാക്യൂൾ ആണ്. ആൻഡ് നെക്സ്റ്റ് പെരിപ്ലാനറ്റ് അമേരിക്കൻ എന്ന് പറയുമ്പോൾ കോക്രോച്ചിനെ കുറിച്ച് പറയുമ്പോൾ മാൽപീജിയൻ ട്യൂബ്യൂള്, യൂറിക്കോസ് ഗ്ലാൻസ്, നെഫ്രോസൈറ്റ്സ്, ഫാറ്റ് ബോഡീസ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ പെരിപ്ലാനറ്റിക്ക് നമുക്ക് എന്തെടുക്കാം? യൂറിക്കോസ് ഗ്ലാൻസിലേക്ക് കൊടുക്കാം. ദെൻ ഫെറട്ടിമ പോസ്റ്റുമ, എർത്തുവമിന് മെറ്റാനെഫ്രിഡിയ ആണ്. അപ്പോൾ നെഫ്രിഡിയ 1. സോ ദ ഓപ്ഷൻ ഈസ് A is 3, B is
2 and C is 4 and D is 1. So the option is 3. Option 3 ആണ് 165. Got it? And the next one 169 again ഒരു statement type question ആണ്. നമുക്ക് question ഒന്ന് അങ്ങോട്ട് enlarge ചെയ്യാം. It's a big one. So the statements you need to read in a proper way. So the statement 1, in prokaryote, the positively charged DNA. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. DNA എന്ന് കേട്ടാൽ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം പോസിറ്റീവ്ലി ചാർജ്ഡ് DNA. പിന്നെ വായിക്കേണ്ട കാര്യമില്ല. But anyhow, for the authenticity, we must read the question. In prokaryote, the positively charged DNA held within some negatively charged protein. Again mistake. നെഗറ്റീവ്ലി ചാർജ് അല്ല, പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആണ് നോൺ ഹിസ്റ്റോൺ പോളിയമൈൻസ് പ്രൊകാരിയോട്ടിൽ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. അപ്പോൾ 169 നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് പോകാം. ഇൻ യൂകാരിയോട്ട് the negatively charged DNA is wrapped around the positively charged histone octamer from nucleosome. വളരെ കറക്റ്റ് ആണ്. നിങ്ങൾക്കറിയാം ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഏകദേശം 200 ബേസ് പെയർ യൂണിറ്റ് DNA വൗണ്ട് ചെയ്തിട്ട് ന്യൂക്ലിയോസോം ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? H1 ഹിസ്റ്റോൺ അതിൻ്റെ. അപ്പോൾ നമ്മൾ നോക്കുമ്പം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അങ്ങനെ വരുമ്പോൾ 169 ആൻസർ നമുക്ക് 4 ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ 164 ഏതെടുക്കണം? സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ് and statement 2 is false. So namukku 169 we can take. Statement 1 is incorrect and statement 2 correct. 4 on statement 1 is incorrect and statement 2 is true. Okay, and we can move to the next question. 170 adu namukku bit on enlarge cheyidu nokkam. Idu ninge കാണുമ്പോൾ തന്നെ അറിയാം. See the question maths ആണ്. നമ്മളെ ന്യൂറൽ കോർഡിനേഷൻ എന്നുള്ള ചോദ്യമാണ്. ന്യൂറൽ കോർഡിനേഷൻ വന്നിരിക്കുന്ന ചോദ്യമാണ്. ഫെവിയ, ഐറിസ്, ബ്ലൈൻഡ് സ്പോട്ട്സ്, ക്ലിയർ. കണ്ണിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർക്കുന്ന കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് മീൻസ് ഫെവിയ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. 170 ഫെവിയ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഫെവിയ ഏതാ വരുന്നത്? പോയിന്റ് ഓഫ് ഫെവിയ സെൻട്രാലിസ് യെല്ലോ സ്പോട്ട്, പോയിന്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് വിഷ്വൽ അക്യൂരിറ്റി ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം യെല്ലോ സ്പോട്ടിന്റെ സെൻട്രൽ ഫോവിയ സെൻട്രാലിസ് മാക്സിമം നമ്പർ ഓഫ് കോൺസെൽസ് ആണ്. അപ്പം A is equal to 3. Then iris, ഫോവിയ നമ്മൾ പറഞ്ഞു. Then ഐറിസിലേക്ക് കിടക്കുമ്പം ഐറിസ് B1 വിസിബിൾ കളേർഡ് പോർഷൻ ഓഫ് ഐ റെഗുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് പീപ്പിൾ അല്ലേ? പീപ്പിൾ ഡയമീറ്റർ ചെയ്യുന്ന ഐറിസ്. Then blind spot നമ്മൾ നോക്കുമ്പം C is equal to point 4 point where optic nerve leaves eyeball, photoreceptors are absent. Blind spot എന്തില്ല? റോഡ്സും ഇല്ല, കോൺസും ഇല്ല, വിഷ്വൽ സെൻസിറ്റിവിറ്റി ഇല്ല. ആൻഡ് ദ സ്ക്ലീറ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം എക്സ്റ്റേണൽ ലെയർ ഓഫ് ഐ formed of dense connective tissue. So the answer A is equal to 3, B is equal to 1, C is equal to 4 and D is equal to 1. So option 1. Clear? അപ്പോൾ നമ്മളിപ്പോൾ 170 question ആണ് ചെയ്തത്. And the next one 171. Select the correct group or set of Australian marsupials exhibiting adaptive radiation. ഇത് പെട്ടെന്നൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കുമായിട്ട് കറക്റ്റ് ഒരു നോളജ് ഉള്ള കുട്ടിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 133 ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിന്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുന്നു. എന്നാൽ 134 ടെക്സ്റ്റ് ബുക്കിന്റെ +2 NCERT പേജ് നമ്പർ 134 2 കോളം വരച്ചിട്ട് ഫസ്റ്റ് കോളത്തിൽ പ്ലാസന്റൽ മാമൽസിന്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ, സെക്കൻഡ് കോളത്തിൽ മാർസൂപ്പിയൽ മാമൽസിന്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ, അവ തമ്മിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് കൺവേർജന്റ് ഇവല്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ ആ കോളത്തിൽ നമുക്ക് മനസ്സിലാക്കാം സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓർ സെറ്റ് ഓഫ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ 1 നമുക്ക് നോക്കാം. ഓപ്ഷൻ 1 നോക്കുമ്പം ടസ്മാനിയൻ വൂൾഫ്, ബോബ് കാറ്റ്, മാർസൂപ്പിയൽ മോൾ. ടസ്മാനിയൻ വൂൾഫ്, മാർസൂപ്പിയൽ മോൾ ഒക്കെ, ബോബ് കാറ്റ് പ്ലാസന്റല. അപ്പോൾ ഒന്നല്ല. 2 നിംപാറ്റ്, സ്പോട്ടഡ് കസ്കസ്, ഫ്ലൈയിങ് ഫെലാഞ്ചർ. ദേ ആൻസർ വന്നല്ലോ. നിംപാറ്റ്, സ്പോട്ടഡ് കസ്കസ്, ഫ്ലൈയിങ് ഫെലാഞ്ചർ. 3 belongs to Australian marsupials. They shows divergent evolution. That means adaptive radiation, process of evolution of different species from a common geographical area, starting from a common point and literally radiate to other areas of habitat. അപ്പോൾ adaptive radiation ബെസ്റ്റ് എക്സാമ്പിൾ ആയ മാർസൂപ്പിയലിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ 2. ഓക്കെ, അപ്പം നമ്മളിപ്പം
ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 171. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The next question is 172. ഈ 172 ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. 172 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയുന്നു which of the following statement are correct regarding female reproductive system. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള അടുത്ത ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. which of the following നോക്കണം, which of the following statements are കറക്റ്റായി ചോദിച്ചിരിക്കുന്നത് റിഗാർഡിംഗ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് 172 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 നമുക്ക് നോക്കാം. ഇൻ നോൺ പ്രൈമേറ്റ് female reproductive cycle. In non-primate mammals, cyclical changes during reproduction are called estrous cycle. Correct ആണ്. നോൺ പ്രൈമേറ്റ് ആയിട്ടുള്ള കവ് ബഫലോയിലൊക്കെ ഈസ്റ്റർ സൈക്കിൾ ആണ്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബി ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ഈസ് കാൾഡ് മെനോപോസ്. തെറ്റ്. മെനാർക്കല്ലേ അത്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ ബി റോങ് ആണ്. ആൻഡ് സി ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ മേ ബി ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. ശരിയാണ്, പ്രഗ്നൻസിയോടനുബന്ധിച്ച് മെൻസ്ട്രൽ സൈക്കിൾ ലാക്ക് ആയിരിക്കും. ആൻഡ് ഡി സൈക്ലിക് മെൻസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. ഉറപ്പാണ്. പ്യൂബർട്ടിയിൽ മെനാർക്കായി ഒരു 45-50 മെനോപോസ് വരുന്നവരെ സൈക്ലിക് ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഡിയും കറക്റ്റ് ആണ്. സോ എ കറക്റ്റ്, സി കറക്റ്റ്, ഡി കറക്റ്റ്. സോ നമുക്ക് ഓപ്ഷൻ 4 സെലക്ട് ചെയ്യാം. എ സി ഡി ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് 172. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് നെക്സ്റ്റ് 175. എഗെയിൻ ഈ 175 വന്നിരിക്കുന്നത് ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അസേഷൻ നോക്കാം. അസേഷൻ amniocentesis for sex determination is one of the strategies of reproductive and child health care program. Amniocentesis for sex determination അത് ബാൻഡ് ആണെന്ന് നമുക്കറിയാം. അമ്നിയോസെന്റസിസ് മിസ്യൂസ് ചെയ്തിട്ട് കൺട്രീസ് ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഫീക്കൽ സെക്സ് ഡിറ്റർമിനേഷന് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഉദ്ദേശം ചില ജനറ്റിക് ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അമ്നിയോസെന്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് വൺ ഓഫ് ദ സ്ട്രാറ്റജീസ് ഫോർ റീപ്രൊഡക്റ്റീവ്. RCHന്റെ ഒരു സ്ട്രാറ്റജിയാണെന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ദാറ്റ്സ് ടേക്കൺ ആസ് റോങ്. ആൻഡ് റീസൺ ban on amniocentesis check increasing menace of female feticide. NCR ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈനാണ്. ബാൻ ഓഫ് അമ്നിയോസെന്റസിസ് ഒരു പരിധി വരെ ഫീമെയിൽ ഫീറ്റിസൈഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ റീസൺ കറക്റ്റാ. അപ്പൊ അസേഷൻ റോങ്, റീസൺ കറക്റ്റ്. വി ക്യാൻ ടേക്ക് ദ ഓപ്ഷൻ 4. എ അസേഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ആൻഡ് ദ നെക്സ്റ്റ് 177 പോകാം. 177 നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാക്കോപ്പറോൺ പേജ് നമ്പർ 117 NCERT +2 ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 117 ലാക്കോപ്പറോൾ സ്ട്രക്ചറൽ ജീൻ പറയുന്നു. സ്ട്രക്ചറൽ ജീൻ Z പ്രൊഡ്യൂസ് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം, Y പ്രൊഡ്യൂസ് പെർമിയേസ്, A പ്രൊഡ്യൂസ് ട്രാൻസ് അസിറ്റിലേസ്. പിന്നെ റെഗുലേറ്ററി ജീൻ ഉണ്ട്, ഇൻഹിബിറ്റർ ആണ് I. റെഗുലേറ്ററി ജീൻ I എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? റിപ്രസർ പ്രോട്ടീൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ 177 കിടക്കുമ്പോൾ ജീൻ എ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ട്രാൻസ് അസിറ്റിലേസ് ആണ് ജീൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Y പ്രൊഡ്യൂസ് പെർമിയേസ് ആണ്. പെർമിയേസ് ആണ് Y പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ജീൻ ഐ റിപ്രസർ പ്രോട്ടീൻ ആണ്. Z ബീറ്റാ ഗാലക്ടോസിഡേസ്. അപ്പം A is equal to 2, B is equal to 3, C is equal to 4, D is equal to 1. So 177 നമുക്ക് ഓപ്ഷൻ 2 ആയിട്ട് എടുക്കാം. ലാക്കോപ്രോൺ അറിയുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 182. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. Broad palm with single palm crease is visible in a person suffering from. NCERT ബുക്കിൽ ബ്രോഡ് പാം എന്നും ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ് എന്നും മിനി ലൂപ്സ് അറ്റ് ഫിംഗർ ടിപ്പ് എന്നും കോൺജനിറ്റൽ ഹാർട്ട് ഡിസോർഡർ എന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഏതിനെ കുറിച്ചാണ്? ഡൗൺ സിൻഡ്രോമിനെ കുറിച്ചാണ്. അപ്പൊ ബ്രോഡ് പാം വിത്ത് പ്രോമിനന്റ് പാം ക്രീസ്, പേഴ്സൺ സഫറിംഗ് ഫ്രം ഡൗൺ സിൻഡ്രോം. ലാങ്ഡൺ ഡോൺ ഡിസ്കവർ ചെയ്തത്, അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ 182 ഡൗൺ സിൻഡ്രോം ഓപ്ഷൻ 1 പോകാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇപ്പം തന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് 2 ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ആയിക്കോളൂ. ഇൻഫെൽറ്റർ ചോദിച്ചു, ഡൗൺ സിൻഡ്രോം വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 183 അനിമൽ കിങ്ഡത്തിൽ നിന്ന് ഒരു ചോദ്യമാണ്.
വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സി നോക്കിക്കേ, radial symmetry not found in adult of phylum. Radial symmetry നമ്മൾ പറയുമ്പോൾ നിഡേറിയ പറയും, ടീനോഫോറ പറയും, പിന്നെ പറയും എക്കിനോഡർമേറ്റ, ലാർവ ഓഫ് എപ്പിനോഡർമേറ്റ ബൈലാറ്ററലും അഡൾട്ട് റേഡിയലും. പക്ഷെ ഇവിടെ നോക്കാം, ടീനോഫോറ നമുക്കറിയാം റേഡിയലാണ്, സീലൻഡ്രേറ്റ് റേഡിയലാണ്, എക്കിനോമേറ്റ. ഇവിടെ വരാത്തത് ഹെമിക്കോർഡേറ്റ. നമുക്കറിയാം ഹെമിക്കോർഡേറ്റ എന്ന് പറയുമ്പോൾ ബൈലാറ്ററൽ സിമെട്രിയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് റേഡിയൽ സിമെട്രി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ അഡൾട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ആൻസർ ഹെമിക്കോർഡേറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. The next question, 187. 187 വായിക്കുക. Select the correct statement with reference to chordata. Chordata കുറിച്ചുള്ള കറക്റ്റ് റെഫറൻസ്. കോർഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ആ 55 പേജിൽ നോക്കുമ്പോൾ കോർഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്കറിയാം. ഡോഴ്സൽ നോട്ടോകോഡ്. അതെങ്ങനെയാ? ഡോഴ്സൽ നോട്ടോകോഡ്, ഡോഴ്സൽ ഹോളോ സിങ്കിൾ നെർവ് കോഡ്, ദെൻ പെയർഡ് ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ്, പോസ്റ്റ് ആനൽ ടെയിൽ, വെൻട്രൽ ഹാർട്ട്. ഇതാണ് കോർഡേറ്റഡ് 5 ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നമുക്ക് 187ലേക്ക് പോകുമ്പം നമുക്ക് മനസ്സിലാക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ പറഞ്ഞിരിക്കുന്നത്. എ, പ്രസൻസ് ഓഫ് മിഡ് ഡോഴ്സൽ സോളിഡ് ആൻഡ് ഡബിൾ. തെറ്റ്. ഡബിൾ നെർവ് കോഡ് നോൺ കോർഡേറ്റയിലാണ്, ഇത് സിംഗിൾ ആണ്, അപ്പൊ തെറ്റി. എ റോങ് ആണ്. ബി എന്താ വരുന്നത്? ബി, പ്രസൻസ് ഓഫ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, കറക്റ്റ് ആണ്. അപ്പൊ ബി, പ്രസൻസ് ഓഫ് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം. സി, പ്രസൻസ് ഓഫ് പെയർഡ് ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്, കറക്റ്റ് ആണ്, കോർഡേറ്റ് ക്യാരക്ടർ ആണ്. ഡി, പ്രസൻസ് ഓഫ് ഡോഴ്സൽ ഹേർട്ട്, തെറ്റ്. നോൺ കോർഡേറ്റിക് ആണ് ഡോഴ്സൽ ഹേർട്ട്. ഈ ട്രിപ്ലോബ്ലാസ്റ്റിക് സ്യൂഡോസീലോമേ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സ്യൂഡോസീലോ എന്ന് പറയുമ്പോൾ മനസ്സിലാകെ വരും ആരാ? ആഷ്കൽമിന്തസ്, നെമാത്താൽമിന്തസ്, നെമറ്റോടെ മാത്രമാണ് സ്യൂഡോസീലോം. അപ്പം എ തെറ്റ്, ഡി തെറ്റ്, ഇ തെറ്റ്. ബിയും സിയും മാത്രമേ ശരിയായിട്ടുള്ളൂ കോർഡേറ്റഡ് ക്യാരക്ടറിൽ. സോ യു ക്യാൻ സെലക്ട് ചോയ്സ് 2. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 188ലേക്ക് നോക്കാം. The parts of human brain that help in regulation of sexual behavior, expression of excitement, pleasure, rage, fear. ന്യൂറൽ കോർഡിനേഷനിലെ ബ്രെയിനിന്റെ സ്ട്രക്ചർ പറയുമ്പം അവിടെ പറയുന്നുണ്ട് ലിംബിക് സിസ്റ്റം, ഹൈപ്പോതലാമസ്, ഓർമ്മയുണ്ടോ? സെക്ഷൽ ഡ്രൈവ്, അതുപോലെ തന്നെ പ്ലഷർ, എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ലിംബിക് സിസ്റ്റം ആൻഡ് ഹൈപ്പോതലാമസ്. ഡീപ് പാർട്ട് അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, ലിംബിക് സിസ്റ്റം ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈപ്പോതലാമസുമാണ് ഈ പറയുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ 188 ഓപ്ഷൻ 1. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 189 വീണ്ടും ആനിമൽ കിങ്ഡത്തിലെ ചോദ്യമാണ്. ദ യുണീക് മെമേലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ. NCERT ടെക്സ്റ്റ് ബുക്കിന്റെ +1 പേജ് നമ്പർ 60, 59, 60. 60ൽ പ്രത്യേകം പറയുന്നത് മാമൽസ് എന്ന് പറയുമ്പോൾ പിന്നെ മാമറി ഗ്ലാൻഡ്, ഹെയറി ബോഡി, ഹെറ്ററോഡോണ്ടൻഡീഷൻ. ഇത് മനസ്സിലുള്ള ഒരു കുട്ടി മാമറി ഗ്ലാൻഡ് ഉള്ളത് തന്നെ മാമലാണ്, പിന്നെ എക്സ്റ്റേണൽ ഇയർ, പിന്നെ മാമലിന് ഹെയർ. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് വായിച്ചു നോക്കാം. ഹെയർ ഓക്കെ, ടിംബാനിക് മെംബ്രെയിൻ. ഹെയർ ഓക്കെ, ടിംബാനിക് മെംബ്രെയിൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നോക്കാം, ഹെയർ പിന്നെ മാമറി ഗ്ലാൻഡ്. വേറൊരു ഓപ്ഷനിലേക്ക് പോകണം മക്കളെ, താഴത്തേക്ക് നോക്കാം. ഹെയർ പിന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് അല്ല, മാമൽസിന്റെ ഡയറക്റ്റ് ഡെവലപ്മെന്റ്. പിന്നെ മോണോകോഡൈലിക്, ഡൈക്കോണ്ടൈലിക്സ് അല്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 2 ആൻസർ, ഹെയർ പിന്നെ മാമറി ഗ്ലാൻഡ്. 189 മാമൽസിന്റെ ക്യാരക്ടറിസ്റ്റിലേക്ക് പോയിരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 194 മോളിക്കുലാർ ബേസിസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 194 നമുക്ക് നോക്കാം. Which of the following, ഇത് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. Which of the following is the sequence corresponding coding strand? നിങ്ങൾക്കറിയാം കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുമ്പം ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നമ്മൾ വരയ്ക്കുമ്പം 3 പ്രൈം 5 പ്രൈം 5 3 ഇത് പ്രൊമോട്ടർ, ഇത് ടെർമിനേറ്റർ, ഇത് സ്ട്രക്ചറൽ ജീൻ. അപ്പൊ നമുക്കറിയാം പ്രൊമോട്ടറുടെ ഭാഗത്ത് കാണുന്ന 3 ഉള്ളത് ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കോപ്പി ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കോഡിംഗ് സ്ട്രാൻഡിന്റെ സീക്വൻസ്, ഈ കോഡിംഗ് സ്ട്രാൻഡിന്റെ അതേ സീക്വൻസ് തന്നെയായിരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ കോപ്പിയായ mRNA-ക്ക്. അല്ലേ മക്കളെ? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കോപ്പി ചെയ്തുണ്ടാകുന്ന mRNA-യുടെ സീക്വൻസ് കോഡിംഗ് സ്ട്രാൻഡിന്റെ അതേ സീക്വൻസ് ആയിരിക്കും, അതേ ഡയറക്ഷൻ ആയിരിക്കും, 5 3 ഒരു വ്യത്യാസം മാത്രം, കോഡിംഗ് സ്ട്രാൻഡിൽ കാണുന്ന
തൈമിന് പകരം എന്തായിരിക്കും? ഐ മീൻ യുറാസിലായിരിക്കും എന്ന് മാത്രം. തൈമിന് പകരം യുറാസിലായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഇസ് കറസ്പോണ്ടിങ് കോഡിംഗ് സ്ട്രാൻഡ് if the sequence on mRNA formed. അപ്പൊ mRNA തന്നിട്ട് കോഡിംഗ് സ്റ്റാൻഡ് ചോദിക്കാൻ പറഞ്ഞാൽ ഇതാ നോക്കൂ. അപ്പൊ AUC, അപ്പൊ എന്ത് ചെയ്താൽ മതി? യുവിന്റെ ഭാഗത്ത് നമ്മൾ ടി അങ്ങോട്ട് ചേർത്താൽ മതി. അപ്പൊ AUC GA, അപ്പൊ പറയുമ്പോൾ ATC GAT CG. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് 194 പറയുമ്പം നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ 3. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിലേക്ക് റെഫർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ZK സാറും ZM സാറും കൂടി ബാക്കി സുവോളജി പേപ്പേഴ്സായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സോ ഗുഡ് ഈവനിങ്. ഇരിക്കുന്ന സമയമാണ്. നമ്മുടെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബയോളജി സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ടെൻഷൻ എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ലാത്തൊരു എക്സാമാണ് കഴിഞ്ഞു പോയത്. വളരെ സിമ്പിളായിട്ട്, അതായത് കൃത്യമായിട്ട് NCERT നന്നായിട്ട് റെഫർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഉള്ള ആ ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഹെൽത്ത് ആൻഡ് ഡിസീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലാസ്റ്റ് സെഷനിലുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം വന്നിട്ടുള്ളത്. അതിലിപ്പോൾ എന്താണ്? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ദ ലിസ്റ്റ് 2. അപ്പോൾ ലിസ്റ്റ് 1നകത്ത് ഹെറോയിൻ, മരിജുവാന, കൊക്കൈൻ, മോർഫിൻ. ലിസ്റ്റ് 2ൽ എഫക്റ്റ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം, സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ, പെയിൻ കില്ലർ, ഇൻ്റർഫേസ് വിത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ഡോപ്പമൈൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഹെറോയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹെറോയിൻ എന്താണ്? സ്ലോ ഡൗൺസ് ബോഡി ഫങ്ഷൻസ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. മരിജുവാന എന്ന് പറയുന്നത് എഫക്റ്റ് ഓൺ കാർഡിയോ വാസ്കുലർ സിസ്റ്റം. കൊക്കൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കൊക്കൈൻ ഇൻ്റർഫിയർസ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഡോപ്പമൈൻ. പിന്നെ മോർഫിൻ എന്ന് പറയുന്നത് പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു ഗ്യാപ്പൊന്നും അതിനകത്ത് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്? A2, B1, C4 ആൻഡ് D3. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 1 ആണ് നമുക്കിതിനകത്ത് വരുന്നത്. അപ്പം അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ശേഷം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. CCK, GIP, ANF, ADH. ലിസ്റ്റ് 2ൽ വരുന്നത് കിഡ്നി, ഹാർട്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആൻഡ് പാൻക്രിയാസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ? ഇപ്പോൾ CCK എന്ന് പറയുമ്പോൾ കോളിസൈറ്റോകിനിൻ എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? പാൻക്രിയാസിനകത്തും ഗോൾ ബ്ലാഡറിനകത്തും വർക്ക് ചെയ്യുന്നു. ആ ഏരിയയിൽ നിന്നുള്ള സെക്രീഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ മോട്ടിലിറ്റി കൺട്രോൾ ചെയ്യുന്നു.
പിന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനകത്ത്. ANF എന്ന് പറയുമ്പോൾ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഹാർട്ടിനകത്ത്. ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡിക്കകത്ത് ചെറിയ ചേഞ്ചസ് സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുത്തുന്ന ഒരു എലമെൻ്റാണ്. ADH ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആക്ട് ചെയ്യുന്നത് കിഡ്നിയിൽ. അപ്പോൾ എങ്ങനെ വരിക? അപ്പോൾ അതിനകത്ത് CCK എന്ന് പറയുമ്പോൾ പാൻക്രിയാസ്, പിന്നെ അതുപോലെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്റർ പെപ്റ്റൈഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ANF ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ഹാർട്ട്, കിഡ്നിയിൽ ADH. അപ്പോൾ എങ്ങനെയാണ്? A4 B3 C2 D1. അപ്പോൾ ഓപ്ഷൻ നമുക്ക് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ 1. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് സംശയത്തിനൊന്നൊരു സാധ്യതയില്ല. ഓക്കെ, അടുത്ത നമുക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്ററിനകത്തേക്ക് വരികയാണ്, സെക്കൻഡ് ഇയറിലെ. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എടുത്തിരിക്കുന്നതിൽ ലിസ്റ്റ് 1നകത്ത് റിംഗ് വോം, ഫൈലേറിയാസിസ്, മലേറിയ, ന്യൂമോണിയ, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ്, ട്രൈക്കോഫൈറ്റൻ, ഉഷറേറിയ ബാങ്കോഫ്റ്റി, പ്ലാസ്മോഡിയം വൈവാക്സ്. അപ്പോൾ ഇതിനകത്ത് റിംഗ് വോം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു എന്താണ് ഫംഗൽ ഇൻഫെക്ഷനാണ് ട്രൈക്കോഫൈറ്റൻ കോസ് ചെയ്യുന്നത്. ഫൈലേറിയാസിസ് ഏതാ വരിക? ഫൈലേറിയാസിസ് ഏതാ വരുന്നത്? ഇതിനകത്ത് ഉഷറേറിയ ബാങ്കോഫ്റ്റി, മലേറിയ പ്ലാസ്മോഡിയം വൈവാക്സ്, ന്യൂമോണിയ എന്ന് പറയുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? A2 B3 C4 ആൻഡ് D1. അപ്പോൾ ഏതാ വരുന്നത് നമുക്ക്? ഓപ്ഷൻ 1. ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ 174ലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ECGയുടെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനാണ്. ചെറിയൊരു ചേഞ്ച് മാത്രമേ ഈ വർഷം വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണ്? ലിസ്റ്റ് 1 ലിസ്റ്റ് 2 അതിൽ A P വേവ്, B Q വേവ്, C QRS കോംപ്ലക്സ്, T വേവ്. സെക്കൻഡ് ലിസ്റ്റിനകത്ത് ബിഗിനിങ് ഓഫ് സിസ്റ്റോൾ, റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്, ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് P വേവ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? P വേവ് എന്താണ്? ഡീപോളറൈസേഷൻ ഓഫ് P വേവ്, ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. Q എന്ന് പറയുമ്പോൾ നമ്മളത് ബിഗിനിങ് ഓഫ് സിസ്റ്റോൾ. പിന്നെ QRS എന്ന് പറയുന്നത് എങ്ങനെയാണ്? PQRS അത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. T വേവ് എന്ന് പറയുന്നത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാ വരുന്നത്? അപ്പോൾ P3, അപ്പോൾ A3 B1 C4 ആൻഡ് D1. ഓപ്ഷൻ A3 B1 C4 ആൻഡ് D2. ഓപ്ഷൻ 1. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 1. നെക്സ്റ്റ് അടുത്തത് ഏതാണ്? ഒരു സ്റ്റേറ്റ്മെന്റ്. ദ ഗിവൻ ബിലോ ആർ ദ സ്റ്റേറ്റ്മെന്റ്. വൺ ഇസ് ലേബിൾഡ് ആസ് അസർഷൻ എ ആൻഡ് ദ അതർ ഇസ് ലേബിൾഡ് ആസ് റീസൺ ആർ. അപ്പോൾ അസർഷൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നെഫ്രോൺസ് ആർ ഓഫ് 2 types, കോർട്ടിക്കൽ ആൻഡ് ജെക്സ്ട്രാമെഡുലറി, ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് പോർഷൻ ഇൻ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. അപ്പോൾ അതിനകത്ത് നെഫ്രോൺസ് ആർ ഓഫ് 2 types, കോർട്ടിക്കൽ ജെക്സ്ട്രാമെഡുലറി, ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് പോർഷൻ ഇൻ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. റീസൺ നോക്കുകയാണെങ്കിൽ ജെക്സ്ട്രാമെഡുലറി നെഫ്രോൺസ് ഹാവ് ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഷോർട്ട് ലൂപ്പ് അല്ല. പിന്നെന്താ പറയുന്നത്? കോർട്ടിക്കൽ നെഫ്രോൺസ് ഹാവ് ലോങ്ങർ ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പോൾ ഇതും ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ചില പ്രശ്നങ്ങളൊന്നുണ്ട്. അത് ശരിയായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏതാ ഒരു ഓപ്ഷൻ? എ ഓപ്ഷൻ ട്രൂ ആണ്, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബി അത് ഫോൾസ് ആണ്. അപ്പോൾ എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് നമുക്ക് 3 ആണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ വിച്ച് ബ്ലഡ് കോർപ്പസ്കിൾസ് ദ HIV അണ്ടർഗോസ് റെപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡ്യൂസ് പ്രോജനി വൈറസ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ HIV വൈറസ് നേരിട്ട് പിന്നെ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് പിന്നെ ഫസ്റ്റ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് T ഹെൽപ്പർ സെൽസിനെയാണ്. അതിനുള്ളിൽ വെച്ചിട്ടാണ് അവരുടെ റെപ്ലിക്ക ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇൻ വിച്ച് ബ്ലഡ് കോർപ്പസ്കിൾസ് ദ HIV അണ്ടർഗോസ് റെപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡ്യൂസ് പ്രോജനി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആൻസർ ആണ് T ഹെൽപ്പർ സെൽസ്, TH സെൽസ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
190. അപ്പോൾ അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൺട്രോളിലല്ലാത്തത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് മെയിൻ്റെനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, അതിനകത്ത് തൈറോയ്ഡ് ഹോർമോൺസിന് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് നമുക്കുണ്ട്. അത് നമുക്ക് ടെക്സ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെഗുലേഷൻ ഓഫ് ബേസ് അറ്റ് മെറ്റബോളിക് റേറ്റ്, അതും നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ലീപ്പ് ആൻഡ് വെയ്ക്ക് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കത് ആ ഒരു തൈറോയ്ഡ് ഹോർമോൺ ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റവും അതും തൈറോയ്ഡ് ഹോർമോൺസ് അല്ലെങ്കിൽ തൈറോയ്ഡ് സെക്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ട് ബോഡിക്ക് അത് വരുന്നില്ല. പിന്നെ സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് RBC ഫോർമേഷൻ, അപ്പോൾ അത് നമുക്ക് ഈ തൈറോയ്ഡ് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് പിന്നെ എന്താണ് A, B, E ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ നമുക്ക് സിയും ഡിയും വരുന്നുള്ളൂ. അപ്പോൾ CD വരുന്നത് ഓപ്ഷൻ 3 എന്ന് പറയുന്നതാണ്. കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 198. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻ എക്സസീവ് ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി സ്വിച്ചസ് ഓഫ് ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നതിൽ ഈ ഓഫ് എന്ന് പറയുന്നത് ശരിയല്ല, അത് സ്വിച്ചസ് ഓൺ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് അല്ല. ADH ഫെസിലിറ്റേറ്റ്സ് വാട്ടർ റിസോർഷൻ ടു പ്രിവെൻറ്റ് ഡയൂറസിസ്, അത് ശരിയാണ്. ANF കോസസ് വാസോഡൈലേഷൻ, ശരിയാണ്. ADH കോസസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, അത് ശരിയാണ്. പിന്നെന്താണ് ADH ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിക്രീസ് ഇൻ GFR, അത് നേരെ തിരിച്ചാണ് വരെ. ADH ഡിക്രീസ് അല്ല ഇൻക്രീസ് ആണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എയും ഇയും നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് B, C, D മാത്രമാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഏതാണ് 198ൻ്റെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 2 B, C, D ഓൺലി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 200 എന്താണത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ബേസോഫിൽ ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് സെൽസ് ഓഫ് ടോട്ടൽ WBC. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ആ ഒരു പിന്നെ സർക്കുലേഷൻ്റെ ആ ചാപ്റ്ററിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാണത്. ബേസോഫിൽ ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് സെൽസ് ഓഫ് ടോട്ടൽ WBC എന്നൊന്നും ശരിയല്ല. പിന്നെ ബേസോഫിൽ സെക്രീസ് ഹിസ്റ്റമിൻ ആൻഡ് സെറട്ടോണിൻ ഹെപ്പാരിൻ, അത് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബേസോഫിൽ ആർ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ബേസോഫിൽ ഹാവ് കിഡ്നി ഷേപ്പ് ന്യൂക്ലിയസ്, അങ്ങനെ വരാൻ സാധ്യതയില്ല, S ഷേപ്പ് ന്യൂക്ലിയസ് ആണ്. ബേസോഫിൽ ആർ അഗ്രാനുലോസൈറ്റ്, ദേ ആർ ഗ്രാനുലോസൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് പറയുമ്പോൾ B and C അത് മാത്രമേ വരുന്നുള്ളൂ. B and C വരുമ്പോൾ ഓപ്ഷൻ 3. അപ്പോൾ എൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമൊക്കെ എഴുതി നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ അടുത്ത സെഷന് വേണ്ടിയിട്ട് ZM സാറിനെ ക്ഷണിക്കുന്നു.
ഹൈ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ വളരെ സന്തോഷത്തോടെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം അറിയാം ബയോളജി സാറുമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും മുമ്പ് ബയോളജി കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു സന്തോഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പക്ക NCERT എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് NCERT പുറത്തുനിന്ന് ഒന്നും സോളജി ഓർ ബോട്ടണി NCERT പുറത്തുനിന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. ഫുൾ NCERT ഉള്ളതിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ലിസ്റ്റ് ഓൺ വിത്ത് ലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇത് നമുക്കറിയാം ലോക്കോമോഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ജോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ജോയിൻറ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, മസ്റ്റ് റീഡിംഗ് ആയിട്ട് നമ്മൾ വായിക്കണം പോർഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജോയിൻറ്റ് നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണുള്ളതെന്ന് അറിയാം. കാർട്ടിലേജിനസ് ജോയിൻ്റ് ഉണ്ട്, ഫൈബ്രസ് ജോയിൻ്റ് ആണ്, അതേപോലെ സൈനോവിയൽ ജോയിൻ്റ് ആണ്. അത് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് അറിയാം കാർട്ടിലേജിനസ് ജോയിൻ്റ്. അറിയാലോ കാർട്ടിലേജിനസ് ജോയിൻറ്റിൽ ഇതിൽ വരുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം കാർട്ടിലേജിന് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വെർട്ടിബ്രൈൻ വെർട്ടിബ്രൽ കോളം ആണ് എന്നുള്ളത് അറിയാം. അപ്പോൾ A എന്ന് വരുന്നത് എന്ന് ചോദിച്ചാൽ A2 വരും. ഓക്കെ, നെക്സ്റ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. എല്ലാവർക്കും അറിയാം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിൻ്റ് ആണ്. അറിയാം ഇവിടെ ഹ്യൂമറസിൻ്റെയും അതേപോലെ പെക്ടറൽ ഗഡിൻ്റെയും ഭാഗത്താണ് വരിക. സോ B4 ഭാഗം വരും. B4 എന്ന് പറയുന്നത് മാച്ച് ചെയ്ത് നമുക്ക് C ഫൈബ്രസ് ജോയിൻ്റ് ആണ് പറഞ്ഞത്. ഫൈബ്രസ് ജോയിൻ്റ് അറിയാം ഇമ്മൂവബിൾ ജോയിൻ്റ് ആണ്. എവിടെയാണ് ബിറ്റ്വീൻ ഫ്ലാറ്റ് ബോൺസ് ഓഫ് സ്കൾ ബോൺസിൻ്റെ ഇടയിലുള്ള ജോയിൻ്റ് ആണ്. സോ C എന്ത് വരും ചോദിച്ചാൽ C1 വരും. സോ D സാഡിൽ ജോയിൻറ്റ് ബിറ്റ്വീൻ എവിടെയാണ് വരിക കാർപ്പൽസ് ആൻഡ് മെറ്റാ കാർപ്പൽസ് ഓഫ് തമ്പ് ആണ് വരിക. ആ ഒരു ഒറ്റ ഓപ്ഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് ഈ സാഡിൽ ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽസ് ആൻഡ് മെറ്റാ കാർപ്പൽസ് ഓഫ് തമ്പ് എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുന്ന സമയത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 ലിഗമെന്റ്സ് ആർ ഡെൻസ് ഇറഗുലർ ടിഷ്യൂ. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ഈസ് ഡെൻസ് റെഗുലർ ടിഷ്യൂ എന്നുള്ളതാണ്. നമുക്കറിയാം ലിഗമെന്റ്സ് ആർ ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ആണോ? അല്ല, ലിഗമെന്റ്സ് ആർ ഡെൻസ് റെഗുലർ ടിഷ്യൂ ആണ്. ഇറഗുലർ ടിഷ്യൂ ടെൻഡൺ ലിഗമെന്റ് ആണ്, റെഗുലർ ടിഷ്യൂ അറിയാം. സോ ലിഗമെന്റ്സ് ആർ ഡെൻസ് ഇറഗുലർ ടിഷ്യൂ. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റെഗുലർ ടിഷ്യൂ എന്നാണ് വരേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഫാൾസ് ആണ്, ഇത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് കാർട്ടിലേജ് ഈസ് എ ഡെൻസ് റെഗുലർ ടിഷ്യൂ. അല്ല, കാർട്ടിലേജ് ഈസ് എന്താണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാർട്ടിലേജ് ബോൺ ബ്ലഡ് ഒക്കെ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. രണ്ടും ഫാൾസ് ആയ ഓപ്ഷനാണ് വരുന്നത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 ആർ എന്താണ് ചോദിച്ചാൽ എന്താണ് ഫാൾസ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ എന്ത് വരും ചോദിച്ചാൽ 2 ഈസ് എ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ. സോ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. NCERT ജസ്റ്റ് ഒക്കെ പക്ക NCERT ആണ് വരുന്നത്. ഓക്കെ, ഇത് ബ്രീത്തിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻ ആണ്. സിമ്പിൾ. നമുക്കറിയാം ഇക്വേഷൻസ് കപ്പാസിറ്റികൾ നമുക്കറിയാം IC, EC, VC, FRC, അതേപോലെ TLC ഇങ്ങനെയുള്ള കപ്പാസിറ്റികൾ നമുക്കറിയാം. IC അത് ജസ്റ്റ് ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റൻ പേപ്പർ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് എന്താണ് ഏതൊക്കെയാണ് കപ്പാസിറ്റികൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ICൻ്റെ ഇക്വേഷൻ നമുക്കറിയാം TV+, അതേപോലെ IRV വരും. അതേപോലെ EC ആണെങ്കിൽ TV+ ERV വരും. VC ആണ് നമുക്ക് ഈ VC ആണ് ചോദിച്ചത്, വൈറ്റൽ കപ്പാസിറ്റി ആണ് ചോദിച്ചത്. ഓക്കെ, FRC നമുക്കറിയാം RV + ERV എന്നുള്ള ഓപ്ഷൻ വരും. TLC ആകുമ്പോൾ എല്ലാ വോളിയം കൂടി ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വൈറ്റൽ കപ്പാസിറ്റിക്ക് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ TV + IRV + ERV ആണ് വരിക. അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഡൈജഷൻ എന്നുള്ള ഭാഗത്താണ് ക്വസ്റ്റ്യൻ. ഡൈജഷന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വൺസ് ദ അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസ് എൻ്റർ ഇൻ ടു ദ സീക്കം ദെയർ ബാക്ക് ഫ്ലോ ഈസ് പ്രിവെന്റഡ് ബൈ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അൺഡൈജസ്റ്റഡ് ആയ അൺഅബ്സോർബ്ഡ് ആയ ഫീക്കൽ മാറ്റർ, അതാണ് ഉദ്ദേശിക്കുന്നത്. NCERT അങ്ങനെയാണ് പറഞ്ഞത്. ഫീക്കൽ മാറ്റർ ആണ് അൺഡൈജസ്റ്റഡ് അൺഅബ്സോർബ്ഡ്. ഫീക്കൽ മാറ്റർ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നത് ഏത് സ്ഫിഞ്ചറാണ് തടയുന്നത് എന്നുള്ളതാണ്. സ്ഫിഞ്ചർ ഓഫ് ഓഡി അല്ല, നമുക്കറിയാം. സ്ഫിഞ്ചർ ഓഫ് ഓഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാങ്ക്രിയാസ് ഡുവോഡിനത്ത്, പാങ്ക്രിയാസിന്റെ ഡക്റ്റ് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ഡുവോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് കാണുന്നതാണ്. അതല്ല ആൻസർ. പിന്നെ ഉള്ളത് ഇലിയോ സീക്കൽ വാൾവാണ്. അറിയാം, ഇലിയത്തിന്റെയും സീക്കത്തിന്റെ ഇടയിലുള്ള വാൾവ്. സോ ആൻസർ ഇലിയോ സീക്കൽ വാൾവ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഡൈജഷൻ. ഓക്കെ, സോറി, യെസ്, വീണ്ടും ഡൈജഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ഏത് ഭാഗത്താണ് ചോദിച്ചാൽ നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ് ചോദിച്ചത്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്.
ഗ്യാസ്ട്രിക് ഗ്ലാൻഡിലെ സെല്ലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഹെപ്പാറ്റിക് സെല്ലും കൂടി എക്സ്ട്രാ ഉണ്ട് എന്നുള്ളതാണ്. പെപ്റ്റിക് സെൽ നമുക്കറിയാം, പെപ്റ്റിക് സെൽ ഓർ ചീഫ് സെൽ നമ്മളെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ്. ഇതിൽ എൻസൈം ഒറ്റ എൻസൈം ഇതിലുള്ളൂ. അപ്പോൾ പിന്നെ നേരെ ഓപ്ഷനിലേക്ക് എത്താം നമുക്ക്. അപ്പോൾ എ എന്താണ് ചോദിച്ചാൽ എന്താണ് 3 ഉള്ള ഓപ്ഷൻ എന്താണ്? A3 വരും എന്നുള്ളതാണ്. ഗൊബ്ലെറ്റ് സെൽ എല്ലാവർക്കും അറിയാം, ഗൊബ്ലെറ്റ് സെൽ പ്രൊഡ്യൂസേഴ്സ് മ്യൂക്കസ് പ്രൊഡ്യൂസ് സെല്ലാണ് ഗൊബ്ലെറ്റ് സെൽ. സോ മ്യൂക്കസ് ഓപ്ഷൻ എന്ത് വരും? ഗൊബ്ലെറ്റ് സെൽ നമുക്ക് എങ്ങോട്ട് മാച്ച് ചെയ്യാം? മ്യൂക്കസിലേക്ക് മാച്ച് ചെയ്യാം. സോ നമുക്ക് എന്ത് വരും വെച്ചാൽ B1 വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്സൻഡിക്കോർ പെറൈറ്റൽ സെൽ. ഓക്സൻഡിക്കോർ പെറൈറ്റൽ സെൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? HCl ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ C എന്ത് ഓപ്ഷൻ വരും ചോദിച്ചാൽ എന്ത് ഓപ്ഷൻ വരും? 4 ആണ് ഓപ്ഷൻ വരിക. ഇപ്പം എല്ലാവർക്കും അറിയാം ഹെപ്പാറ്റിക് സെൽ. ഹെപ്പാറ്റിക് സെൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ലിവറുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു ഓപ്ഷൻ തന്നെ ഉള്ളൂ മാച്ച് ആയിട്ട്. അതാണ് ചോദിച്ചാൽ ആരാണ്? ബൈൽ ജ്യൂസ് ആണ്. സോ D2 വരും എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ഓപ്ഷൻ വരുമ്പോൾ ഏത് ഓപ്ഷൻ വരും? കറക്റ്റ് ഓപ്ഷൻ ഈസ് എന്താണ് ചോദിച്ചാൽ 3 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. അതാണ് മാച്ചായി വന്നുള്ളത്. A3, B1, C4, D2 വരും എന്നുള്ളതാണ്. ഓക്കെ, സോ ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്നുള്ള ചാപ്റ്റർ എന്നാണ്. ഈ ഭാഗത്ത് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ ഓർഗനൈസേഷന് 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോക്രോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ടിഷ്യൂമായി ബന്ധപ്പെട്ടാണ്. മാസ്റ്റ് സെൽ എല്ലാവർക്കും അറിയാം. മാസ്റ്റ് സെൽ ഇസ് വൺ ഓഫ് ദ സെൽ ഓഫ് എരിയോലാർ ടിഷ്യൂ ആണ്. അതുകൂടാതെ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുണ്ട്, മാക്രോഫേജ് സെല്ലുകളൊക്കെ ഉണ്ട്, അറിയാവുന്നതാണ്. മാസ്റ്റ് സെൽ അപ്പോൾ ആർക്ക് മാച്ച് ആവും ചോദിച്ചാൽ എരിയോലാർ കണക്റ്റീവ് ടിഷ്യൂലേക്ക് എന്ത് ചെയ്യും? മാച്ച് ആവും. സോ A2 ആണ് വരിക. ബി ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾ. നമുക്കറിയാം ഫെലോപ്പിയൻ ട്യൂബിൻ്റെയും ബ്രോങ്കിയോൾസിൻ്റെയും ഇന്നർ ലൈനിങ്ങിൽ കവർ ചെയ്ത ടിഷ്യൂവിൻ്റെ പേര് വെച്ചാൽ ഏതാണ്? സീലിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. പ്രസൻസ് ഓഫ് സീലി അറിയാം. സോ ഓപ്ഷൻ B1 വരുന്നുള്ളതാണ്. ബ്ലഡ് എല്ലാവർക്കും അറിയാം. ബ്ലഡിൻ്റെ ഇതെന്ത് ചോദിച്ചാൽ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ചോദിച്ചാൽ എന്ത് വരും? C4 വരും എന്നുള്ളതാണ്. പിന്നെ ഇനി ഡി മാച്ച് ആവുള്ള ഓപ്ഷൻ 3 ഉള്ള എല്ലാവർക്കും അറിയാം. ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൾ എന്താണ് കാണപ്പെടുന്നത്? ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. സോ D3 വരും. സോ കറക്റ്റ് ഓപ്ഷൻ മാച്ചായി വരുന്നത് എന്താണ്? 3 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഗെയിൻ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നേരത്തെ പറഞ്ഞ കോക്രോച്ചിന്റെ ഭാഗത്ത് നിന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വിച്ച് ഓഫ് ദ കോക്രോച്ചിന്റെ സെക്ഷൽ ഡൈമോർഫിസമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാവർക്കും അറിയാം. ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കോക്രോച്ച് റിഗാർഡിംഗ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡൈമോർഫിസവുമായി ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇതിൽ പറയുന്ന ഏത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെങ്കിൽ ഏത് ഫീച്ചറാണ് കോക്രോച്ചിന്റെ സെക്ഷൽ ഡൈമോർഫിസത്തെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഡാർക്ക് ബ്രൗൺ ബോഡി കളർ ആൻഡ് ആനൽ സർക്കി. അത് മെയിലിനും ഫീമെയിലിനും രണ്ടാൾക്കും ഡാർക്ക് ബ്രൗൺ ബോഡി കളറും ആനൽ സർക്കി ഉണ്ട് എന്നുള്ളതാണ്. പ്രസൻസ് ഓഫ് ആനൽ സ്റ്റൈൽ ആർക്ക് മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസൻസ് ഓഫ് ആനൽ സ്റ്റൈൽ ഓൺലി പ്രസന്റ് ഇൻ മെയിൽ കോക്രോച്ച് ആണ്. സോ മെയിലിൽ എന്തുണ്ട് ചോദിച്ചാൽ മെയിൽ കോക്രോച്ചിൽ ആനൽ സ്റ്റൈൽ പ്രസന്റ് ആണ്. എന്നാൽ ഫീമെയിൽ എന്താണ്? ഫീമെയിൽ കോക്രോച്ചിൽ എന്തില്ല? ഫീമെയിൽ കോക്രോച്ചിൽ ആനൽ സ്റ്റൈൽ ആബ്സെന്റ് ആണ്. അപ്പോൾ അതൊരു ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ വരിക. പ്രസൻസ് ഓഫ് സ്ക്ലീറൈറ്റ്സ് വരില്ല, കാരണം 2 കൂട്ടർക്കും മെയിലിനും ഫീമെയിലും സ്ക്ലീറൈറ്റ്സ് ഉണ്ട്. പ്രസൻസ് ഓഫ് ആനൽ സർക്കി അതും പ്രസന്റ് ഇൻ ബോത്ത് സെക്സസ് ആണ്, മെയിലിനും ഫീമെയിലും ഉണ്ട്. അപ്പോൾ മെയിലിൽ ഫീമെയിലും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന പ്രസൻസ് ഓഫ് ആനൽ സ്റ്റൈലാണ്. അത് മെയിലിൽ മാത്രമേ ഉള്ളൂ, ഫീമെയിലിൽ അത് ആബ്സെന്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് എന്താണ്? 2 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇത് വീണ്ടും കോക്രോച്ചിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ കോക്രോച്ച് എക്സ്ക്രീഷൻ ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ. എക്സ്ക്രീഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT പറഞ്ഞിട്ടുണ്ട് എക്സ്ക്രീഷൻ ഹെൽപ്പ് ചെയ്യുന്നത് മാൾപീജിയൻ ട്യൂബ്യൂൾ ആണ് മെയിൻ ഇൻസെക്റ്റിൻ്റെ എല്ലാവർക്കും. അത് കൂടാതെ മാൾപീജിയൻ ട്യൂബ്യൂളിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്? യൂറിക്കോസ് ഗ്ലാൻഡ് വരും, ഫാറ്റ് ബോഡീസ് വരും, അതേപോലെ നെഫ്രോസൈറ്റുകൾ വരും. പക്ക NCERTയുടെ ലൈനാണ്. ഫാലിക് ഗ്ലാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാലിക് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അത് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആണ്. അതേപോലെ കൊളാറ്റീരിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അതും ആക്സസറി ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇപ്പോൾ ഈ ഫാലിക് ഗ്ലാൻഡിൻ്റെയും കൊളാറ്റീരിയൽ ഗ്ലാൻഡിൻ്റെയും ഫംഗ്ഷൻ റീപ്രൊഡക്ഷൻ ആണ്, എക്സ്ക്രീഷൻ അല്ല. പിന്നെ എക്സ്ക്രീഷൻ ആരാ മാച്ച് ആവുക? യൂറിക്കോസ് ഗ്ലാൻഡ്, ഫാറ്റ് ബോഡീസ്, നെഫ്രോസൈറ്റ്. സോ BCD ഓപ്ഷൻ വരുന്നുള്ളതാണ്. BCD. അപ്പോൾ 195 കറക്റ്റ് ഓപ്ഷൻ BCD ആണ്. BCD ആണ് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? 3 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ,
അഗൈൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് നമ്മൾ ലോക്കോമോഷൻ വരുന്ന 2 ക്വസ്റ്റ്യനോളം ലോക്കോമോഷൻ വരുന്ന ചോദിച്ചിട്ടുണ്ട്. പിന്നെ കണക്ട് ചെയ്തുകൊണ്ട് ലോക്കോമോഷനും അതേപോലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ലിഗമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി. ഇത് ലോക്കോമോഷൻ ഇതൊക്കെ NCERT-യിലെ കറക്റ്റ് ഓരോ ലൈനുകളാണ് ഇതൊക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിങ് സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിലിനെ റിഗാർഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. മസിൽ ബണ്ടിൽസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കൊളാജിനിയസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ കോൾഡ് ഫാഷിയ എന്നാണ് NCERT കൊടുത്തത്. ബട്ട് ദിസ് ഇസ് ഫാസിക്കിൾ. ഫാസിക്കിൾ എന്ന് പറഞ്ഞാൽ മസിൽ ബണ്ടിലാണ്. സോ ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ദെൻ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽ ഫൈബർ സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺ. യെസ് ദാറ്റ്സ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാൽഷ്യം അയോണിന് സ്റ്റോർ ചെയ്യുന്ന ഒരു ഓർഗനലാണ് നമുക്കറിയാം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. മസിൽ ഫൈബറിന്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. സോ ബി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. സ്ട്രയേറ്റഡ് അപ്പിയറൻസ് ഓഫ് സ്കെലിറ്റൽ മസിൽ ഫൈബർ ഇസ് ഡ്യൂ ടു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ പ്രോട്ടീൻസ് ആണ്. അത് എന്തുകൊണ്ടാണ് സ്കെലിറ്റൽ മസിലിന് സ്ട്രയേഷൻ വന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സ്ട്രയേഷൻ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഡാർക്ക് ബാൻഡ് ലൈറ്റ് ബാൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആക്റ്റിനും മയോസിൻ്റെയും എന്താണ് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് കൊണ്ടാണ് ശരിക്കും അതിന് എന്ത് വന്നത് ഈ പറയുന്ന സ്ട്രയേറ്റഡ് അപ്പിയറൻസ് വന്നത്. ഡാർക്ക് ബാൻഡ് ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ് ലൈറ്റ് ബാൻഡ് ആണ്. അതിന് കാരണം ആരെന്ന് ചോദിച്ചാൽ 2 പ്രോട്ടീനാണ്, ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് പറയുന്ന 2 കൺട്രാക്റ്റൽ പ്രോട്ടീനാണ്. അപ്പോൾ സ്ട്രയേറ്റഡ് അപ്പിയറൻസ് ഓഫ് സ്കെലിറ്റൽ മസിൽ ഫൈബർ ഇസ് ഡ്യൂ ടു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബിയും കറക്റ്റ് ആണ്, സിയും കറക്റ്റ് ആണ്. M line is considered as functional unit of contraction called sarcomere. അത് അങ്ങനെയാണോ? അല്ല. സാർക്കോമിയർ സാർക്കോമിയർ എന്ന് പറഞ്ഞാൽ അറിയാം 2 Z ലൈൻ്റെ അടുക്കളാണ്. കൺട്രാക്റ്റൽ യൂണിറ്റ് ഫങ്ഷണൽ കൺട്രാക്റ്റൽ യൂണിറ്റ് തന്നെയാണ്. പക്ഷേ M line is considered as functional unit എന്നാണ്. അല്ല, M line അല്ല. അപ്പോൾ എന്താണ് ചോദിച്ചാൽ ഇതും റോങ് ആണ്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ കറക്റ്റായി വരുന്നുള്ളൂ. ഏതൊക്കെയാണ്? ബിയും സിയും ആണ് കറക്റ്റായി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും ചോദിച്ചു കഴിഞ്ഞാൽ 2 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബയോളജിയുടെ സോളജിയുടെ എല്ലാ പോർഷനും നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. കാരണം പക്ക NCERT ഔട്ടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് ആശംസിക്കണം. നല്ല റിസൾട്ട് വരട്ടെ. നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു.
Hello, my dear friends. A grand welcome wishes from the entire team of Universal. Let's have an analysis from the part of botany, the Neet 2023 question, and our question paper code is E1. ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്ഡ് ആയിരിക്കും. അത് സുവോളജി പാർട്ടിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ്. നമ്മൾ പക്ക ബോട്ടണി ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. Here comes the first question as the question number 101. Given below are two statements and assertion reason type of question. Assertion: the first stage of gametophyte in the life cycle of moss is protonema stage. That's perfectly right. Second stage on a leafy thallus stage. So here the assertion is true. Reason: protonema develops directly from the spores produced in capsule. Spores are haploid gametophytic part. അതുകൊണ്ട് അതും ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. Second question 102. In angiosperms, the haploid, diploid, and triploid structures are after fertilized embryo saccharine. So here comes a haploid structure, synergid okay, antipodal okay, synergid okay, synergids okay, fine. Then comes this diploid one, primary endosperm nucleus, wrong, synergid is wrong, so zygote. So synergids, haploid, zygote, diploid, primary endosperm nucleus, triploid. The right answer is option 3. And the question number 103, movement and accumulation of ions across a membrane against a concentration gradient can be explained by. Against a concentration gradient, ഒരേ ഒരു ട്രാൻസ്പോർട്ടേ ഉള്ളൂ, അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ നമ്പർ 4. And question number 104, large, colorful, fragrant flowers with the nectar are seen in straight question from the chapter sexual reproduction in flowering plants, that is insect pollination, otherwise called entomophily. Right. 105 was from zoology, so 106. Which hormone promotes internode or peachol elongation in deep water rice? A straight question from the chapter plant growth and development, which is done by ethylene. Ethylene can increase the length of axis in plants growing in swampy area. Question number 108. Upon exposure to UV radiation, DNA stained with etherium bromide will show from the chapter biotechnology principles and processes what DNA are seen as bright orange bands. So bright red, blue, yellow and orange. Bright orange color, option 4. Question number 109, which micronutrient is required for splitting of water molecule during photosynthesis? That is, two micronutrients are involved. They are manganese and chlorine. And here comes a single option alone, that is manganese, option 1. Question number 110, axile placentation is observed in mustard, no. Parietal, China rose, okay. Beans, no. Beans is marginal. Tomato, okay. Dianthus, no. Free central. So China rose, petunia and lemon. Option 4 is the right answer. The next question, question number 111. The process of appearance of recombination nodules occurs at which substage of prophase 1 in meiosis? So chapter cell cycle and cell division, recombination nodule, that is shown by the stage packaging where the non-sister chromatids of homologous chromosomes undergo overlapping. Option 2 is the right answer. Question number 112, the reaction center in PS2 from the chapter photosynthesis in higher plants has an absorption maxima at 680 nanometers and thereby the PS2 is otherwise said to be the P680. The next question, and analysis in a short time. All are the straight questions from the NCERT alone, right? Question number 114, among eukaryotes, replication of DNA takes place in, of course, that is in the S phase, but in prokaryotes that takes place just prior to fission, but in eukaryotes, the DNA replication in the S phase, option 2. Question number 115, in tissue culture experiments, leaf mesophyll cell, so leaf mesophyll cells are parenchyma, they are permanent tissues, the simple permanent tissues, right, are put in a culture medium to form callus. This phenomenon may be called as callus ആണ് ഫോം ചെയ്യാനുള്ളത്. കാലസ് ഒരു അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ്. ഒരു പെർമനന്റ് ടിഷ്യൂവിൽ നിന്ന് അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽ ഫോർമേഷൻ
The process is called the de-differentiation. Option is 2, which comes under the chapter Plant Growth and Development. Question 117. Spraying of which of the following phytohormone on juvenile conifers help in hastening the maturity period that leads to the early seed production? A straight statement from the chapter Plant Growth and Development, which is shown by gibberellic acid, gibberellins, GA. Option 2 is the right answer. Question number 118. Statement-based questions, assertion, reason, kind question. Yeah, statement 1. The forces generated by transpiration can lift a xylem-sized column of water over 130 meters high. Perfectly right statement from the chapter Transport in Plants. And statement 2, transpiration cools leaf surfaces sometimes 10 to 15 degrees by evaporative cooling. That also is right. So both statement 1 and statement 2 are correct. Option 1 is the right answer. The next question, 119. Family Fabaceae differs from Solanaceae and Liliaceae with respect to the stamens. Pick out the characteristics specific to family Fabaceae but not found in Solanaceae or Liliaceae. Comes under the chapter Morphology of Flowering Plants. Diadelphous and Dithequous. Right, diadelphous. Total 10 stamens are arranged as 9 together plus 1. 2 bunches called the diadelphous. That is a perfect right answer. But analyze another ones too. Polyadelphous, no, that is a feature of citrus. Monodelphous shown by hibiscus and epiphyllous shown by liliaceae. So right answer is option 1 itself. Comes the next question. Question number 121. Identify the correct statements. Detritivores perform fragmentation, chapter Ecosystem from +2 syllabi. That is a true statement. The humus is further degraded by some microbes during mineralization. Again, true statement. Water-soluble inorganic nutrients go down to the soil horizon and get precipitated as unavailable salts by a process called the leaching. Fine. The detritus food chain begins with a living organism. Never ever the detritus food chain starts with detritus, the dead body. Earthworms break down detritus into smaller particles by a process called the catabolism. No, the process is called the fragmentation. So of the statements A, B and C are the right statements, thereby answer 1 is the right one. The next question, question number 122. The thickness of ozone in a column of air in the atmosphere is measured in terms of, from the chapter environmental issues. There comes a doubt in between the Dobson's units and decibels of them. Decibels is used to measure the sound or noise. So right answer is Dobson's units, in short DU. Option 1 is the right answer. Question number 123. Assertion reason type of question. Assertion comes as a late wood has fewer xylem elements with narrow vessels. Perfectly the right statement from the chapter Anatomy of Flowering Plants. Reason, cambium is less active in winters. The cambium is more active in the spring and less active in autumn as well as winters. So both the statements are true, and as the cambium is less active in winters, the wood formed is called the late wood with fewer xylem elements and narrow vessels. So both the statements are true and the reason is the correct explanation. So option 1 is the right answer. Both assertion and reason are true. The next question, 124. Which of the following stages of meiosis involves division of centromeres? In mitosis, the centromere splits in the anaphase. But in the meiosis, the centromere splits and sister chromatids are getting separated in the anaphase 2. So anaphase 2 is the right answer, option 3. Comes the next question, question number 126. How many ATP and NADPH2 are required for the synthesis of one molecule of glucose during Calvin cycle? Per turn, the required energy is just 3 ATP and 2 NADPH, right? How the 3 ATP and 2 NADPH?
Of the 3 ATP, 2 for reduction and 1 for regeneration, and both the NADPH are meant for reduction. So for the synthesis of one molecule of glucose, 6 turns are required. Thus 6 into 3, 18 ATP, and 6 into 2, 12 NADPH2 are required. Option 2 is the right answer. The next question, question number 127, GPP minus R is equal to NPP from the chapter ecosystem, where R is the respiratory losses. Option 3 is the right answer. And question number 128, during the purification process for recombinant DNA technology, addition of chilled ethanol precipitates out from the chapter biotechnology principles and processes. A straight question. The chilled ethanol is added to precipitate out the DNA as fine threads. And question number 130, what is the function of tassels in the corn cob? In the corn cob, the tassels are nothing but the long sails with feathery stigma, and they are used to trap the pollen grains, the airborne pollen grains, to trap the pollen grains. Option 2, a straight question from the chapter sexual reproduction flowering plants. Identify, question number 131, identify the pair of heterosporous pteridophytes among the following. Yeah, 2 heterosporous members are listed in our chapter plant kingdom from +1. They are Selaginella and Salvinia. So again, a straight question. Question number 132, in gene gun method used to introduce alien DNA into host cells, microparticles of dash metals are used. Again, straight question, the gold or tungsten are used. Tungsten or gold. Option 3 is the right answer. Question number 133, statement based question. The first statement, endark and exarch are the terms often used for describing the position of secondary xylem. No. Exarch and endark are based on the arrangement of protoxylem and metaxylem. Both those xylems are the parts of primary xylem only. Statement 2, exarch condition is the most common feature of the root system. Yes, with the protoxylem towards outside and metaxylem is towards center. The second statement is true. So of the 2 statements, the first statement is wrong, but the second statement is true. So option 4 is the right answer. And the next question, question number 135, again statement based question were assertion. ATP is used at 2 steps in glycolysis. Perfectly true. 2 ATPs are consumed during glycolysis. First ATP is used in the conversion of glucose into glucose 6-phosphate. Fine. And the second one is used in conversion of fructose phosphate into fructose 1,6-diphosphate or bisphosphate. True. So both the statements are true, and the reason is the correct explanation as well. So option 1 is the right answer. Here comes the next question, question number 136. So which one of the following statement is not correct? The microorganisms involved in biodegradation of organic matter in a sewage polluted water body consume a lot of oxygen, causing the death of aquatic organisms. True. From the chapter environmental issues. Algal blooms caused by excess of organic matter in water improve water quality? Never. That decreases the water quality. What hyacinth grows abundantly in eutrophic water bodies and leads to an imbalance in the ecosystem dynamics of the water body? Perfectly right. And the amount of some toxic substances of industrial wastewater increase in the organisms at successive trophic levels? Perfectly right. And the process is called biomagnification. So the not correct statement is option 2. So that is the answer here, option 2. Comes the next question, question number 139. Amongst the following type of question were oxidative decarboxylation from the chapter respiration that goes to pyruvate dehydrogenase. The link reaction where removal of hydrogen and removal of carbon takes place. Glycolysis, otherwise said to be the EMP pathway as given by Gustav Emgen, Otto Meyerhoff and J. Parnas. Oxidative phosphorylation is the result of electron transport system, and the tricarboxylic acid cycle or the citric acid cycle where the first enzyme is the citrate synthase. So A should be connected with 4 and B with no, A is connected with 2, okay, and B with 4, C with 3,
and D with 1. Option 4 is the right answer. The next question comes, that is question number 140. Assertion reason type of questions where assertion is a flower is defined as modified shoot wherein the shoot apical meristem changes to floral meristem. Yes, the right statement from the chapter Morphology of Flowering Plants. Reason, internode of the shoot gets condensed to produce different floral appendages arranged laterally at successive nodes instead of leaves. Right statement and correct statement explanation as well. So both A and R are true, and R is the correct explanation of A. Comes the next question, question number 141. Given below are two statements, again statement based question. In gymnosperms, the pollen grains are released from microsporangium and carried by air currents. Perfectly right. Chapter Plant Kingdom, gymnosperms. Air currents carry the pollen grains to the mouth of the archegonia, where the male gametes are discharged and pollen tube is not formed. No, pollen tube is gets into the archegonium. So assertion is true, but reason is false. So A is true, but R is false. Option 3 is the right answer. Question 142, as the following type of question from the chapter Transport in Plants. Cohesion, the mutual attraction between water molecules, the mutual attraction among water molecules. Adhesion, attraction of water to the polar surfaces like walls of trachyary elements. Surface tension, water molecules attract to each other more in the liquid phase than in the gaseous phase. And gradation is the water loss in liquid form. Cohesion with a 2, yeah. Adhesion with a 4, surface tension with 1, and gradation with a 3. Option 1 is the right answer. And question number 143, which of the following combinations is required for chemiosmosis, the facilitated diffusion meant for the ATP synthesis? For that, a membrane should be there, proton pumps should be there, proton gradient across the membrane should be there, and the ATP synthase, the FOF1 particle also should be there. So comes under both the chapters, photosynthesis and respiration. Option 1 is the right answer. Question number 145. Identify the correct statements. Lendy says the lens-shaped openings permitting the exchange of gases after the secondary growth as part of periderm from the chapter Anatomy. Bark formed early in the season is called hard bark? No, that is the soft bark or the early bark. Bark is a technical term? No. Bark is a non-technical term that refers to all tissues exterior to vascular cambium. Bark refers to periderm and secondary phloem? Yes. All the tissues exterior to vascular cambium, that is the secondary phloem and the periderm. Phelogen is single layered in thickness? No. That is a couple of layers in thickness. So of the statements, A and D are the right ones. Option 2 is the perfect one here. Comes the next question, question number 146, a match the following type of question from the chapter Cell Cycle and Cell Division. M phase, that is equational division. G2 phase, where the proteins are synthesized meant for cell division. Quiescent stage is an inactive phase, and G1 phase comes in between as an interval between the mitosis and initiation of DNA replication. So A with a 4, B with a 1, C with a 2, and D with a 3. So option is the fourth one. Yes, no. I'm sorry, it's not 4. 4, 1, 2, and 3. Option 3 is the right answer for the question 146. And next question, again match the following. Mutualism is a plus-plus interaction, that is a mutually benefiting interaction. Commensalism, where one is benefited but the other is neutral. Amensalism, one is detrimental and the other is neutral. And parasitism, if one is benefited and the other is harmed. Option A with a 4, B with a 1, C with a 2, and D with a 3. So the right answer is
Option 2. And the next question. Question number 148, again statement-based question. Gauss competitive exclusion principle states that two closely related species competing for the same resource cannot coexist indefinitely, and competitively inferior one will be eliminated eventually. True statement from the chapter Organisms and Population, competition area. Statement 2. In general, carnivores are more adversely affected by competition than herbivores. No, the truth is just reverse. The herbivores are more affected than the carnivores. So of the two statements, statement 1 is true, but the statement 2 is false. Statement 1 is correct, but the statement 2 is false. Option 3 is the right answer. Comes the next question, question number 149. As the following type of question. Iron that activates the enzyme catalase. Zinc is meant for the synthesis of oxygen. Boron for cell elongation and differentiation. Molybdenum, the iron molybdenum protein complex, is the component of nitrate reductase. A should be connected with a 3, B should be connected with a 1, C should be connected with a 4, and D with a 2. So right answer is option 3. Comes the next question, question number 150, 150. Main steps in the formation of recombinant DNA are given below. Arrange these steps in a correct sequence. So, of these ones, insertion of recombinant DNA into the host cell, a final step. Cutting of DNA at specific locations by restriction enzyme, that comes the first one. Isolation of desired DNA fragment, yes, followed by a B after C. And D, amplification of gene of interest using PCR, then only insertion. B, C, D, A. B, C, D, A. Option 1 itself is the right answer. And a few questions comes under zoology, which is truly botany in our concern. So question number 159, which of the following are not considered as a part of endomembrane system? Endomembrane system consists of a group of membrane-bound organelles. Those functions are coordinated. What comes the endoplasmic reticulum, Golgi bodies, lysosomes and vacuoles. So mitochondria, chloroplasts and peroxisomes will not come under endomembrane system. So A, C and E. A, C and E. Option 2 is the right answer. Question number 166. Which one of the following techniques does not serve the purpose of early diagnosis of a disease for its early treatment? From the chapter Biotechnology and its applications. And where comes the diagnosis topic? Where comes a statement like, for the effective treatment of a disease, early diagnosis and the understanding of pathophysiology is very important. The conventional diagnostic techniques inside the bracket, the serum and urine analysis, that will never permit the early diagnosis. All others like recombinant DNA technology, PCR and ELISA tests are meant for early and truthful diagnosis. So question number 166, the right answer is option 2. Comes the next question, question number 167, as a type of question. Snow leopard and lion in forest or grassland? Yeah, they show competition as they come on the same trophic level. A cuckoo laying eggs in the crow's nest, that is a special kind of parasitism called the brood parasitism. Fungi and root of a higher plant in mycorrhizae like pinus, that shows mutualism, mutually benefited relation. A cattle, a growth and a cattle in a field, that shows commensalism plus zero interaction. So all these statements are given with the correct matched format. So right answer is option A itself, option 1 itself. So the next question. Question number 179, which of the following functions is carried out by cytoskeleton in a cell? Cytoskeleton shows mechanical support, the motility of the cells, and helps to maintain the shape and structure of cells. So motility comes here. Never ever nuclear division, protein synthesis or transportation. So option 3 is the right answer. Question number 181, statement-based question. The first statement, electrostatic precipitator is most widely
widely used in thermal power plants? Yes, in the exhaust of thermal power plants. And statement 2, electrostatic precipitator in thermal power plant removes ionizing radiations? Never. The electrostatic precipitator is meant for removing the particulate matter present in the smokestacks. So of the two statements, the first statement is correct, but the second statement is incorrect. Option 3 is the right answer. Question number 185. Which of the following is not a cloning vector? BAC, the bacterial artificial chromosomes, and the YAC, yeast artificial chromosomes, are used as vectors in Human Genome Project. PBR322 is the first, the most commonly used, the most versatile artificial cloning vector developed in 1977. So probe, because probe is a diagnostic tool, right? Right answer is option 4. And question number 186 asks them as the following type of question. Logistic growth comes under the chapter Organisms and Population. Logistic growth, or the sigmoid growth curve, shows when the resources are limited. Limited resources availability condition. A should be connected with a 2. Okay. And B, exponential growth with the J-shaped growth curve, which is happened when unlimited resources are available. B should be connected with 1. Expanding age pyramid, as you know, like where the pre-reproductive group should be the highest compared to the others, that is the exponential growth. So here comes the individuals of pre-reproductive and reproductive. No, the individuals of pre-reproductive age is largest. So the C should be connected with 3. And finally, stable age pyramid, where the pre-reproductive and the reproductive members are in more or less same number compared to the post-reproductive members. So where comes the individuals of pre-reproductive and reproductive stage groups are same. So D should be with 4, such an option 2, 1, 3 and 4, 2, 1, 3 and 4, that is option 1 itself. Question number 191. Select the correct statements. Tetrad formation is seen during leptotin? Not at all. Leptotin is the very first stage under prophase 1. So tetrad is shown after the pairing of homologous chromosomes, that is clearly visible in packaging. During anaphase, the centromeres split and chromatids separate. Yes, true. Terminalization takes place during packaging? No, that is in the diakinesis stage. Nucleolus, Golgi complex and endoplasmic reticulum are reformed during telophase. Yes, telophase being the antiprophase, all these are reformed. Crossing over takes place between sister chromatids? No, that is between the non-sister chromatids of homologous chromosomes. So we have to select the correct ones, that is B and D. B and D only. Option 2 is the right answer. Question number 196, again statement based question. During G0 phase of cell cycle, the cell is metabolically inactive. Not at all. During G0 phase, the cells are metabolically active, but they do not proliferate unless called for. So the first statement is wrong, because here stated it as metabolically inactive, but actually it is metabolically active. Statement 2, the centrosome undergoes duplication during S phase of interphase. Yes, in animal cells, the DNA replication within the nucleus and the centriole duplication in the cytoplasm that takes place in the S phase only. So of the two statements, the first statement is incorrect, but the second statement is correct. Option 4 is the right option. Question number 197, which one of the following is not an advantage of inbreeding? From the chapter Strategies for the Enhancement in Food Production. It decreases homozygosity? No. Inbreeding increases homozygosity. It exposes harmful recessive genes that are eliminated by selection? Fine. Elimination of less desirable genes and accumulation of superior genes takes place? Yes. It decreases the productivity of inbred population? Yes, that is inbreeding depression. So the not correct one is option 1 only. Yeah. That much is the questions from the chapter
chapters of botany. And as an analysis, the largest number of questions comes from the chapter cell cycle and cell division, even though the chapter is very small. Thereafter, altogether 6 questions are from the chapter cell cycle and cell division, 5 questions from biotechnology principles and processes, and 4 questions from chapter ecosystem. And the remaining chapters shares 1, 2 or 3 questions, but no questions at all from the chapters biological classification and reproduction in organisms. Okay, thank you so much, and I am inviting F sir for further more analysis and discussion regarding this question. Thank you so much. And we will be here, or the entire team of Universal, to assist you at any time. You all are always welcome to Universal. Thank you. Thank you for all viewers of this live session of Universal Institute Kottakkal. I extend thanks to all teachers, non-teaching staff and students participated this live session of Neet question analysis and discussion. Thank you very much. Good night to everybody.